വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രി സമയത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. மிகவும் ஆசீர்வதிக்கப்பட்டதான இந்த நல்ல மாலை வேளை நினைத்து கர்த்தரை துதிக்கிறேன். ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുടെ രണ്ടാമത് രാത്രി നമുക്ക് ഒരുമിച്ച് കടന്നു വന്ന് കർത്താവിനെ ആരാധിക്കുവാനും ദൈവശബ്ദം കേൾക്കുവാനും കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന എല്ലാ വിലയേറിയ നിമിഷങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. இந்த ஆசீர்வதிக்கப்பட்டதான இரண்டாவது நாள் மாலை வேளையிலும் ஆசீர்வாதமான தேவ வார்த்தையுமாய் இந்த இடத்துக்கு கூடி வரும்படி பரலோகத்தின் ஆண்டவர் செய்த கிருபைகளை நினைத்து கர்த்தரை സ്തുതിக்கிறேன். ഇന്ന് രാത്രി ഈ ശുശ്രൂഷയുടെ വിവിധ ഭാഗങ്ങൾ നിയന്ത്രിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിൽ ബഹുമാന്യരായ എല്ലാ അഭിഷക്തന്മാരെയും യേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനവും സ്നേഹവും ഈ രാത്രി അറിയിക്കട്ടെ. இந்த ஊழியத்தின் பல பகுதிகளிலும் பலவிதமான ஊழியங்களை செய்து கொண்டிருக்கிறதான இந்த வட்டாரத்தினுடைய அனைத்து போதகர்களுக்கும் கிறிஸ்து യേശു നാമത്തിനാலே നന്ദിയും വാഴ്ത്തുതലും കൂറിക്കൊള്ളുகிறேன். ഇങ്ങനെ ഒരു ശുശ്രൂഷ ഈ ദേശത്ത് പ്രിയ അഭിഷക്തന്മാരിൽ ആലോചിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ നടത്തുമ്പോൾ ഇതിൽ കടന്നു വന്ന 2 ദിവസം എന്നെ ജീവിപ്പിച്ച, എന്നെ വിടിവിച്ച, എന്നെ രൂപാന്തരപ്പെടുത്തിയ യേശു കർത്താവിനെ ഉയർത്തുവാൻ എനിക്കും ഒരവസരം നൽകിയ, എന്നെ ക്ഷണിച്ച ഈ ശുശ്രൂഷയുടെ നേതൃനിരയിൽ നിൽക്കുന്ന ക്രിസ്തുവിൽ ഞാൻ ബഹുമാനിക്കുന്ന എല്ലാ ശുശ്രൂഷകന്മാരോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഇന്ന് രാത്രി അറിയിക്കട്ടെ. இந்த பிராந்தியத்திலே கர்த்தருடைய கனமான ஊழியத்தை செய்து வருகிற எனத்துக்குரிய ஊழியர்கள் சேர்ந்து இவ்வண்ணமாய் திட்டமிட்டு தேவனுடைய நாமத்தை இந்த தேசத்திலே ஒருமித்து மகிமைப்படுத்தி கொண்டிருக்கிற வேளையில் இந்த 2 நாட்களும் ஆண்டவருடைய கிருபையினாலே நானும் இந்த இடத்தில் கடந்து வந்து என்னை ரட்சித்த, என்னை விடுதலை தந்த, எனக்காக மரித்த இயேசுவை பற்றி சாட்சி சொல்லவும் பிரசംഗിക്കവും വായ്പ കൊടുത്തതാന ദൈവ കൃപയെ നിனைத்து കർത്തരെ സ്തുതിக்கிறேன். ഇന്ന് രാത്രിയും കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനായി ശബ്ദപരിധിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ നല്ല മനുഷ്യർക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. இந்த மாலை வேளையிலும் இந்த மைதானத்திலே குழுமி வந்திருக்கிறதான எல்லா தேவ பிள்ளைகளுக்கும், இந்த ஒலிபெருக்கின் மூலமாய் கர்த்தருடைய வார்த்தை கேட்டுக்கொண்டிருக்கிற தேவ பிள்ளைகளுக்கும் യേശുവ നാമത്തിൽ നന്ദിയും വാഴ്ത്തലും കൂറിക്കൊള്ളുகிறேன். അനുഗ്രഹിക്കപ്പെട്ട ആരാധന ശുശ്രൂഷ നയിക്കുന്ന എല്ലാ ശുശ്രൂഷകന്മാരെയും ഈ സമയത്ത് ഞാൻ ക്രിസ്തുവിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആശീർവാദமான பாடல் ஆராதனைகள் நடத்தினதான கனத்துக்குரிய தேவ பிள்ளைகளுக்கும் യേശുവ നാമത്തിൽ നന്ദിയും വാഴ്ത്തലും കൂറിക്കൊള്ളുகிறேன். ഇന്ന് രാത്രിയും ഇവിടെ ഇറങ്ങി നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. இந்த மாலை வேளையிலும் இந்த இடத்திலே நிரம்பி இருக்கிற தேவனுடைய சமூகத்தை நினைத்து கர்த்தரை துதிக்கிறேன். ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിലുള്ള ശക്തിയെ ഞാൻ വിശ്വസിക്കുന്നു. நான் பிரசங்கிக்கிறதான இயேசு கிறிஸ்துவின் நாமத்தினால் உள்ளதான വല്ലമയെ ഞാൻ വിശ്വസിக்கிறேன். ആ നാമത്തിൽ പിതാവ് നമുക്ക് തുറന്നിരിക്കുന്ന എല്ലാ അധികാരത്തിലും ഞാൻ വിശ്വസിക്കുന്നു. அந்த நாமத்திலும் பிதாவாகிய தேவன் நமக்கு தந்திருக்கிறதான அந்த அதிகாரத்தை நான் விசுவாசிக்கிறேன். യേശു ക്രിസ്തുവിന്റെ നാമത്തിലൂടെ, യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്ന എല്ലാ ദൈവിക അനുഗ്രഹങ്ങളിലും ഞാൻ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ കൂടെ നമുക്ക് കൊടുക്കപ്പെട്ട എല്ലാ ആശീർവാദങ്ങളെയും ഞാൻ വിശ്വസിக்கிறேன். യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്ന എല്ലാ ആത്മീക ജീവിതത്തിന്റെ ശ്രേഷ്ഠതകളെയും ഞാൻ ഈ രാത്രി വിശ്വസിക്കുന്നു. യേശു ക്രിസ്തു മൂലമായി നമുക്ക് കൊടുക്കപ്പെട്ട എല്ലാ ആവിക്കുரிய ஆசீர்வாதங்களையும் நினைத்து கர்த்தரை துதிக்கிறேன். ഈ യേശുവിനെ പോലെ വേറെ ആരും ഇല്ല. இந்த இயேசுவை போல வேற யாரும் இல்லை. എന്റെ കൂടെ ഇന്ന് രാത്രി ഒന്ന് പറയാമോ, യേശുവിനെ പോലെ ആരും ഇല്ല. എന്നോട് കൂടെ சேர்ந்து செல்வீர்களா? இயேசுவை போல வேற யாரும் இல்லை. ഈ സ്വർഗ്ഗത്തിലും ഭൂമിയിലും യേശുവിനെ പോലെ വേറെ ആരും ഇല്ല. വാനത്തിലും ഭൂമിയിലും യേശുவை போல വേറെ யாரும் இல்லை. ഇന്ന് രാത്രിയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ദൈവപ്രവൃത്തികളെ സ്വീകരിക്കാൻ തയ്യാറാകുക. இந்த ராத்திரி வேளையிலும் இயேசு கிறிஸ்துவின் நாமத்தினாலே தேவனுடைய கிரியைகளை ஏற்றுக்கொள்ளும்படி பெற்றுக்கொள்ளும்படி நான் ஆயத்தமாய் இருக்கிறேன். ഈ ദേശത്ത് വ്യാപരിക്കുന്ന പാപത്തിന്റെ എല്ലാ അന്ധകാരങ്ങൾക്കെതിരെയാണ് സുവിശേഷത്തിന്റെ വെളിച്ചം വീശുന്നത്. இந்த தேசத்திலே கிரியை செய்து கொண்டிருக்கிற எல்லா பாவ கிரியைகளுடைய அந்தகாரத்தின் நடுவிலே இயேசு கிறிஸ்துவின் வெளிச்சம் வீசுகிறது. ഈ ദേശത്തിലെ ഒരു മനുഷ്യനും ഞങ്ങളുടെ ശത്രുക്കളല്ല. இந்த தேசத்தில் ஒரு மனிதர்கள் கூட எங்களுக்கு எதிராளிகள் கிடையாது. ഞങ്ങളുടെ ശത്രു ഈ ദേശത്ത് വ്യാപരിക്കുന്ന പാപത്തിന്റെ ശക്തിയാണ്. எங்களுடைய சத்ரு யார் என்று கேட்டால் எங்களுக்கு
எங்களுக்கு விரோதமாய் இந்த தேசத்திலே கிரியை செய்கிற பாவத்தின் ஆவிகள் ഈ രാത്രി ഇവിടെ വെളിപ്പെടുന്ന ദൈവവചനത്തിന്റെ ശക്തി ഈ ദേശത്ത് വ്യാപരിക്കുന്ന പാപത്തിന്റെയും ശാപത്തിന്റെയും രോഗത്തിന്റെയും ശക്തിയെ നിർമൂലമാക്കും. இந்த தேசத்திலே கிரியை செய்து கொண்டிருக்கிற இயேசு கிறிஸ்துவின் வல்லமை என்று சொல்கிறது பாவத்தையும் வியாதியையும் சாபத்தையும் നിർമൂലമാக்குகிற தேவனுடைய வல்லமை. എത്ര പേർ അത് വിശ്വസിക്കുന്നു? எத்தனை நபர்கள் அதை விசுவாசிக்கிறீர்கள்? കരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. கைகளை தூக்கி ஹல்லேலூயா சொல்லலாமே. ചേർന്ന് കർത്താവിനെ സ്തുതിക്കുക. சேர்ந்து கர்த்தரை துதிக்கலாம். ഞാൻ പ്രാർത്ഥിച്ചപ്പോഴല്ല പിതാവ് തന്റെ പുത്രനെ എനിക്ക് തന്നത്. நான் ஜெபித்ததனால் அல்ல பிதாவாகிய தேவன் குமாரனாகிய இயேசுவை நமக்காக தந்தது. ഞാൻ ചോദിച്ചപ്പോഴല്ല പിതാവായ ദൈവം യേശുവിനെ എനിക്ക് നൽകിയത്. நான் கேட்டபோது அல்ல பிதாவாகிய தேவன் குமாரனாகிய இயேசுவை எனக்காக தந்தது. വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. பரிசுத்த வேத புத்தகம் நம்மை പഠിപ്പിக்கிறது. ഞാനും നിങ്ങളും പാപികളായിരുന്നപ്പോൾ, நானும் நீங்களும் பாவிகளாய் இருக்கையில், നിങ്ങൾ ആ പദം വീണ്ടും ശ്രദ്ധിക്കുക, நீங்கள் இந்த வார்த்தையை மறுபடி சிந்தியுங்கள். ഞാനും നിങ്ങളും പാപിയായിരുന്നപ്പോൾ, நானும் நீங்களும் பாவிகளாய் இருக்கையில் ദൈവം നമ്മെ സ്നേഹിച്ചു. தேவன் நம்மை அன்பு கூர்ந்தார். ആ വാക്ക് നിങ്ങൾ ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക. அந்த வார்த்தையை ஒரு விசை கூட சிந்திக்க வேண்டும். ഞാനും നിങ്ങളും ദൈവത്തിന് ശത്രുവായിരുന്നപ്പോൾ, நானும் நீங்களும் தேவனுக்கு சத்துருக்களாய் இருக்கையில் ദൈവം തന്റെ പുത്രനെ നിനക്ക് തന്നു. தேவன் தம்முடைய குமாரன் நமக்காக தந்தார். നിങ്ങൾ ആ വാക്ക് കേട്ടില്ല, நீங்கள் அந்த வார்த்தை கேட்கவில்லை, നിങ്ങൾ ആ വചനം കേട്ടില്ല. நீங்கள் அந்த வசனம் கேட்கவில்லை. നീ വിശുദ്ധനായപ്പോഴല്ല പിതാവ് യേശുവിനെ നിനക്ക് തന്നത്. நீ பரிசுத்தமாக்கப்பட்ட போதல்ல பிதாவாகிய தேவன் இயேசு கிறிஸ்துவை தந்தது. നീ പ്രാർത്ഥനാക്കാരനായപ്പോഴല്ല പിതാവ് തന്റെ യേശുവിനെ നിനക്ക് തന്നത്. ஜெபிக்கிறவர் தேவ பிள்ளையாய் இருந்ததனால் அல்ல பிதாவாகிய தேவன் குமாரனாகிய இயேசுவை தந்தது. നീ ക്രിസ്ത്യാനി ആയപ്പോഴല്ല പിതാവ് തന്റെ പുത്രനെ നിനക്ക് തന്നത്. கிறிஸ்தவனாக மாறினதனால் அல்ல பிதாவாகிய தேவன் குமாரனாகிய இயேசுவை தந்தது. മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്നും വിശുദ്ധ തിരുവെഴുത്ത് എന്തുകൊണ്ട് നിസ്തുല്യമായി നിൽക്കുന്നു? மറ്റുള്ള എല്ലാ പുസ്തകങ്ങളിലും പരിശുദ്ധ വേദ പുസ്തകം പുനിതமான പുസ്തകമായി இருப்பது. മനുഷ്യൻ പാപിയായിരുന്നപ്പോൾ, മനുഷ്യൻ പാപിയായി ഇരിക്കുമ്പോൾ ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. ദേവൻ മനുഷ്യനിൽ അൻപ് കൂർந்தார். നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ ഞാൻ പറയുന്നത് മുഴുവൻ കള്ളത്തരവാന്ന് എനിക്ക് വരെ തോന്നുന്നു. ஓ நீங்கள் உட்கார்ந்திருக்கிறதை பார்க்கும் பொழுது நான் சொல்லுகிறதெல்லாம் பொய் என்று தோன்றுகிறது. ഞാനൊരു പുസ്തകത്തിൽ ഒരാൾ എഴുതിയിരിക്കുന്നത് വായിച്ചിട്ടുണ്ട്. நான் ஒரு புத்தகத்தில் ஒரு நபர் எழுதினதை வாசித்திருக்கிறேன். യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നവരാരോ അവർ സത്യമാണ് പ്രസംഗിക്കുന്നത്. இயேசு கிறிஸ்துவை பற்றி பிரசங்கிக்கிற யாரே ஆனாலும் சரி அவர்கள் உண்மையை பேசுகிறார்கள். യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരും ആരാധിക്കുന്നവരും എല്ലാം സത്യത്തെയാണ് വിശ്വസിക്കുന്നതും ആരാധിക്കുന്നതും. இயேசு கிறிஸ்துவை விசுவாசிக்கிறவர்களும் ஆராதிக்கிறவர்களும் அவர்கள் சத்தியத்தை தான் ஆராதிக்கிறார்கள். എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസംഗിക്കുന്നത് സത്യമാണ്. அப்படி என்று சொன்னால் நாங்கள் பிரசங்கிக்கிறது உண்மை. ആ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. அந்த പുസ്തകത്തിൽ ഇവണ്ണമായി എഴുതപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇവരുടെ പ്രസംഗം കേട്ടാൽ തോന്നും ഇവർ കള്ളവാ പറയുന്നു. இவருடைய செய்தியை கேட்டால் இவர்கள் பொய் சொல்கிறார்கள் என்று தோன்றலாம். നിങ്ങളുടെ ഇരിപ്പ് കണ്ടാലും അങ്ങനെ തോന്നുന്നുണ്ട്. நீங்கள் உட்கார்ந்திருக்கிறதை பார்த்தால் அப்படிதான் தெரியுது. നാട്ടുകാരും വന്ന് കാണാത്തത് ഏറ്റവും നല്ല കാര്യം. தேசத்தார் யாரும் வந்து பார்க்காதது நல்லது. ഞാൻ എന്തോ പറയുന്നു, நான் என்ன சொல்லுகிறேன்? ഇയാൾ പറയുന്നത് സത്യമാണോ കള്ളമാണോ ഇപ്പോഴും മനസ്സിലാകുന്നില്ല. இவர் சொல்லுகிறது உண்மைதானா அல்லது பொய்யா என்று இப்பொழுதும் புரியவில்லை. ഞാൻ പറയുന്നത് സത്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാം. நான் சொல்லுகிறது உண்மை என்று சொன்னால் சந்தோஷமாய் கரங்களை தூக்கி வரலே சொல்லலாமே. പിന്നെ പറഞ്ഞു പറയിപ്പിക്കുന്ന ഹല്ലേലൂയയ്ക്ക് ഒരു നന്മയും ഇല്ലെന്നും കൂടെ അറിഞ്ഞിട്ട് ഹല്ലേലൂയ പറയാം. நான் சொல்ல வைக்கிறதான ഹല്ലേലൂയ எந்த விதமான பிரயோஜனம் இல்லை என்று புரிந்து கொள்ள வேண்டும். ചിലരിക്കുന്നത് കണ്ടാൽ ഇവിടെ ഓരോ ഹല്ലേലൂയയ്ക്ക് 10 രൂപ വീതം സേവിയർ പാസ്റ്റർ കളക്ഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. சிலர் இங்க இருக்கிறதை பார்த்தால் ஒரு ஹல்லேலூயா நீங்க சொன்னா போதகர் சேவியர் அவர்களுக்கு 10 ரூபாய் வீதம் நீங்கள் வசூல் பண்ணி கொடுக்கிறீர்கள். ഒരു ഹല്ലേലൂയയ്ക്ക് 10 രൂപ, ஒரு ஹல்லேலூயாவுக்கு 10 ரூபாய். അങ്ങനെ ഞങ്ങളുടെ ഹല്ലേലൂയ കേട്ട് ഇവര് പൈസ ഉണ്ടാക്കണ്ടെന്നാണ് ചിലർ ഇരിക്കുന്നത്. அப்படி எங்களுடைய ஹல்லேலூயா கேட்டு இவர்கள் காசு சேகரிக்க வேண்டாம் என்று சிலர் உட்கார்ந்து இருக்கிறீங்க. നിങ്ങൾക്കൊരു സത്യം അറിയോ? உங்களுக்கு ஒரு உண்மை தெரியுமா? ഈ നാട്ടിൽ ഇലക്ഷൻ നടക്കുമ്പോൾ, இந்த தேசத்தில் தேர்தல் நடக்கும் பொழுது ഇതുപോലെ ഒരുപാട് യോഗങ്ങൾ ഈ നാട്ടിൽ നടക്കാറുണ്ട്. இப்படி अनेक விதமான கூட்டங்கள் இந்த தேசத்தில் நடப்பது உண்டு. രാഷ്ട്രീയ നേതാക്കന്മാർ വന്ന് പ്രസംഗിക്കും. அரசியல் தலைவர்கள் வந்து பிரசங்கம் பண்ணுவார்கள். അവരുടെ പ്രസംഗം കേട്ടിരിക്കുന്ന ആൾക്കാർ കൈയടിക്കും. அவருடைய பிரசங்கத்தை கேட்கும் போது ஜனங்கள் கரங்களை தட்டுவார்கள். കൈയടിക്കുന്നവന്റെ കൈയടി കാണുമ്പോൾ തോന്നും, கை அடிக்கிறவர்களுடைய கரங்கள் அடிக்கிறதை பார்க்கும்போது ഈ தோன்றும், പ്രസംഗിക്കുന്ന നേതാവ് പ്രസംഗിച്ചതെല്ലാം ജയിക്കുന്ന ഉടനെ ചെയ്തു തരുമെന്ന്. ஓ இந்த பிரசங்கிக்கிறதான இந்த தலைவர் அந்த பிரசங்கம் பண்ணுகிற காரியத்தை எல்லாம் உடனடியாக செய்து தருவார். കൈയടിക്കുന്ന ആൾക്ക് വരെ അറിയാം கை அடிக்கிற நபருக்கு தெரியும் ഇയാള് പറയുന്നത് ഒന്നും നടക്കാൻ പോകുന്നില്ല. இவர் சொல்லுகிறது ஒன்று நடக்க போகிறது എന്നാലും കൈയടിക്കും, ஆனாலும் கரங்களை தட்டுவார்கள், എന്നാലും ആവേശമാകും, ஆனாலும் ஆச்சரியப்படுவார்கள். പക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, ஆனால் இங்கே இருக்கிற எல்லா நபர்களுக்கும் தெரியும் ഈ വചനത്തിന് ശക്തിയുണ്ടെന്ന്. இந்த வசனத்திற்கு வல்லமை உண்டு. കേൾക്കുന്ന വചനം ഇന്ന് രാത്രി അത്ഭുതങ്ങളെ സൃഷ്ടിക്കുമെന്ന്. கேட்கிற வசனம் நமக்கு அற்புதத்தை கொண்டு வரும். അത് വിശ്വസിക്കുന്നവരുടെ വ്യാപരിക്കുമെന്ന്. அது விசுவாசிக்கிற பிள்ளைகளுமாய் கிரியை செய்யும். ആര് വിശ്വസിക്കുന്നോ അവർക്ക് വേണ്ടി ഈ വചനം ഇറങ്ങി വരുമെന്ന്. யாரெல்லாம் விசுவாசிக்கிறீர்கள்
விசுவாசிக்கிறீர்களோ அவர்களுக்காக இந்த வசனம் வெளிப்படும் என்று. അങ്ങനെ വിശ്വസിക്കുന്നവർ രാത്രി ഇവിടെ ഉണ്ടോ? அப்படி விசுவாசிக்கிறவங்க இந்த இரவு வேளையில் இங்க உண்டா? വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു ദൈവത്തിന്റെ വചനം ഏത് പാറയെ തകർക്കുന്ന ചുറ്റികയെ പോലെയാണ്. பரிசுத்த வேத புத்தகம் சொல்லுகிறது கர்த்தருடைய வார்த்தை எந்த பாறையை பிளக்க சுத்தியலை போல. അത് ആത്മാവിന്റെ സന്ധിമജ്ജകളെ വേർപെടുത്തുന്ന വാളിന്റെ ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. அது ஆவியினால் வல்லமையாக வெளிப்படுகிறதான எந்த வாளை விட மூர்க்கமான அல்லது கூர்மையான வாள் என்று. പക്ഷേ ഈ വിശുദ്ധ തിരുവെഴുത്തിനെ ഞാൻ വീണ്ടും പഠിച്ചപ്പോൾ, இந்த பரிசுத்த வேத புத்தகத்தை மறுபடி படிக்கும் பொழுது ഈ വചനത്തെ എനിക്ക് വ്യത്യസ്തമായി വീണ്ടും മനസ്സിലാക്കി. இந்த வசனத்தில் வித்தியாசமாய் மறுபடி புரிந்தது. ഇത് ശക്തിയേറിയ ചുറ്റികയാണ്, இது വല്ലമயான சுத்தியல், മൂർച്ചയേറിയ വാളാണ്. கூர்மையான ஆயுதம். എന്നാൽ ഈ വചനത്തിന് മറ്റൊരു ശക്തിയുണ്ട്. ஆனால் இந்த வசனத்துக்கு இன்னொரு வல்லமை உண்டு. ഈ വചനത്തിന് വെളിപ്പെടാനുള്ള ശക്തിയുണ്ട്. இந்த വചനத்துக்கு வெளிப்பட வேண்டியதான வல்லமை உண்டு. ഈ വചനത്തിന് വെളിപ്പെട്ടു വരാനുള്ള ശക്തിയുണ്ട്. വചനത്തിന് வெளிப்பட வேண்டிய வல்லமை உண்டு. ഏതോ ഒരു പ്രിന്റിംഗ് പ്രസ്സിൽ അച്ചടിച്ചു വെച്ച ആൽഫബറ്റ് അല്ല ബൈബിൾ. ഏതോ ഒരു പ്രിന്റിംഗ് പ്രസ്സിൽ അടിക്കപ്പെട്ടതാണ് ഒരു ബൈബിൾ അല്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു പുസ്തകത്തിനകത്ത് ഒഴുകുന്നതല്ല വിശുദ്ധ തിരുവെഴുത്ത്. കരത്തിൽ കൊടുക്കപ്പെട്ട ബൈബിളിൽ ഒതുങ്ങപ്പെട്ടതാണ് വാർത്തയല്ല കർത്തരുടെ വാർത്ത. ഇതിന് ജീവനുണ്ട്. இதற்கு ജീവനുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വചനം ഇറങ്ങി വരും. വിശ്വസിക്കുന്ന പിള്ളകൾക്കായി വചനം ഇറങ്ങി വരുവதாக. അത് അനുഭവിച്ച ആളാണ് ഞാൻ. അത് അനുഭവത്തിൽ നബർദാൻ ഞാൻ. ഇന്നും കാണുന്നവനാണ് ഞാൻ. ഇന്ന് പാർക്കുന്നവൻ ഞാൻ. നിങ്ങൾ ഈ രാത്രി വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ രാത്രി വേള വിശ്വസിக்கிறீர்களா? ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആദിയിലെ വാർത്ത ഇരുന്നത്. വചനം ജഡമായി அந்த வார்த்தை மாம்சமானது. നമ്മുടെ ഇടയിൽ പാർത്തു. நமக்குள்ளே வாசம் பண்ணுகிறது. ആദിയിലെ വചനം, ആദിയിലെ വാർത്ത, ആദിയിലെ വചനം, ആദിയിലെ വാർത്ത ജഡാവതാരമെടുത്തു. മാംസമായി ക്രിയ ചെയ്തത്. ഞാൻ ഈ പറഞ്ഞത് സത്യമാണോ? ഞാൻ നിനക്ക് சொல்லுகிறது ഉண்மைதானா? ആദിയിലെ വചനമായവൻ, ആദിയിലെ വാർത്തയായിരുന്നവർ എനിക്ക് വേണ്ടി ജഡാവതാരമെടുത്തു. எனக்காக മാംസമായി വെളിപ്പെട്ടു. വചനം ജഡമായി, വചനം മാംസമായി മാറുന്നത്. അപ്പോസ്തലന്മാർ പറഞ്ഞു, അപ്പോസ്തലർ சொன்னார்கள், ഞങ്ങൾ അവനെ തൊട്ടു. ഞങ്ങൾ അവനെ തൊട്ടോം. ആദിയിലെ വചനമായവനെ, ആദിയിലെ വാർത്തയായിരുന്നവരെ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ പാർത്തോം. ഇന്നു രാത്രി ആത്മാവുള്ളവരോട് ഞാൻ പ്രവചിക്കട്ടെ. ഇന്ന് ഇരവ് വേള ആവിയോട് തീർക്കദർശനം. ദൈവത്തിന്റെ വചനം, அந்த தேவனுடைய வார்த்தை ഈ രാത്രി നീ വിശ്വസിക്കുമെങ്കിൽ இந்த இரவு நீங்கள் விசுவாசிப்பீர்கள். ഈ പട്ടണത്തിൽ ഇറങ്ങി നടക്കും. இந்த பட்டணத்தில் வெளிப்படும். നിന്നെ തൊടുവാൻ ഈ വചനത്തിന് കഴിയും. ഉന്നെ തൊടുമ്പടി இந்த വസ്ത്രത്തിற்கு முடியும். നിന്നെ അത്ഭുതമാക്കാൻ ഈ വചനത്തിന്, ഉന്നെ അത്ഭുതമായി മാറ്റുമ്പടി இந்த വസ്ത്രത്തിற்கு முடியும். നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഈ വചനത്തിന് ഉൻ வாழ்க்கையை മാറ്റി அமைக்க இந்த വസ്ത്രത്തിற்கு முடியும். എന്റെ വീട്ടിൽ ആദ്യമായി വന്ന ദൈവദാസനോട്, என்னோட வீட்டில் முதல் முறையாக வந்த ஊழியக்காரனை பார்த்து, ഇന്നലെ വന്നവരാണോ എല്ലാവരും? നിങ്ങൾ എല്ലാവരും നേരത്തെ വന്നവங்க தானா? 5 പേര്, 10 പേര്, 10 നബർ, 15, 15 നബർ, 20. ഇതുകൊണ്ടാ നമ്മൾ ഉയരാത്തെ. இதனால் தான் நாம் വളരவில்லை. ഒന്ന് കൈ ഉയർത്താൻ പറഞ്ഞ ഇത്രേ ഉയരും. ഒരു കൈ ഉയർത്താൻ சொன்னா இவ்வளவுதான் வசத்துவங்க. പിന്നെ എങ്ങനെ നിങ്ങളുടെ കുടുംബം ഉയരും? പിന്നെ எப்படி உங்களுடைய குடும்பம்? കർത്താവേ, ഞാൻ ചോദിച്ചപ്പോൾ ആദ്യമായി കൈ ഉയർത്തിയവരെ ദൈവം ഉയർത്തണേ. ஆண்டவரே, நான் கேட்கும்போது முதலாவது கரங்களை உயர்த்தினவர்களை ஆசீர்வதிப்பீராக. ദൈവസന്നിധിയിൽ ഇവിടെ ഇങ്ങോട്ട് കൈ പൊങ്ങുന്നില്ല. தேவ சமூகத்தில் இங்கே இருந்து அங்கே கரங்கள் உயரவில்லை. പക്ഷെ ദൈവം എന്നെ ഉയർത്തണം. ஆனா கர்த்தர் என்னை உயர்த்த வேண்டும். നന്നായിട്ട് ഉയർത്തും. നന്നായി ഉയർത്തുവാർ. ഞാൻ കഴിഞ്ഞ രാത്രി പറഞ്ഞതിന്റെ ഒരു ഭാഗം പറയാം. ഞാൻ പോന இரவு சொன்னதான பகுதியோட இன்னொரு பகுதியை சொல்லுகிறேன். ആദ്യമായി ഒരു ദൈവദാസൻ എന്റെ വീട്ടിൽ വന്നു. முதல் முறையாக ஒரு ஊழியக்காரன் வீட்டிலே வந்தான். ഞാൻ കഴിഞ്ഞ രാത്രി പറഞ്ഞു, ഞാൻ നേരത്തെ சொன்னேன். അദ്ദേഹത്തിന്റെ ഒരു വാക്ക് പ്രാർത്ഥനയാണ് ഞാൻ 12 വർഷമായി സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. அவர் சொன்ன ஒரு வார்த்தை தான் போன 12 ஆண்டுகளாக இயேசுவின் சுவிசேஷத்தை பிரசங்கிக்கிறேன். ഈ പട്ടണത്തിൽ ഏറ്റവും ശക്തിയേറിയതാണ് അഭിഷക്തന്മാർ. இந்த പട്ടണത്തിലെ மிக வல்லமையான ஊழியக்காரர்கள் தான். ഹാർട്ട് എവിടെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഇപ്പോഴും ഒന്ന് വിറയ്ക്കും. ഇരുദയം എங்கே இருக்கும் എന്ന് കേട്ടാൽ നാം ഇപ്പോഴും ഒന്ന് നടുങ്ങുവോ. ഞാൻ ഇപ്പൊ അരുമ്പാസോട് ചോദിക്കുക, വൃക്കയുടെ സ്ഥാനം എവിടെയാണ്? കിഡ്നിയുടെ സ്ഥാനം എവിടെയാണ്? നമ്മൾ ഇപ്പൊ കേൾக்கிறோம், നമ്മൾക്ക് ഇരിക്കக்கூடிய കിഡ്നിയുടെ ഇടം എங்கே? നമ്മളപ്പോ ഒന്ന് പരുങ്ങും. നാം അപ്പോഴും ഒന്ന് ഭയപ്പെടും. നമ്മൾ എത്ര കിഡ്നി കേസിനെ പ്രാർത്ഥിച്ച് സൗഖ്യമായി. നാം എത്രയോ കിഡ്നി സംബന്ധമായ വ്യാധിസ്ഥർക്ക് ജപം பண்ணி இருக்கிறோம். കിഡ്നി എവിടെ ഇരിക്കുന്നു പോലും നമുക്കറിയത്തില്ല. കിഡ്നി എங்கே இருக்குമെന്ന് നമുക്ക് தெரியாது. ശ്വാസകോശത്തിന്റെ ഘടന അറിയാമോ? அந்த சுவாச குழாയുടെ നിലമേ தெரியுமா? പക്ഷെ ഞങ്ങൾ കൈവയ്ക്കുമ്പോൾ நாங்கள் கை வைக்கும் பொழுது അതിനകത്ത് സൗഖ്യം നടക്കുന്നത് அங்கே விடுதலை நடக்கிறது.
വൻകുടലിന്റെ നീളം അറിയാമോ? நம்முடைய பெருங்குடலுடைய நீளம் தெரியுமா? വൻകുടൽ എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ, പക്ഷേ അത് വേറൊന്നും അറിയത്തില്ല. பெருங்குடல் என்று மட்டும்தான் கேட்டிருக்கிற, மீதியானது ஒன்று தெரியாது. പക്ഷെ അതിനകത്ത് ക്യാൻസറുമായിട്ട് ഒരാൾ വന്നു, ഞങ്ങൾ കൈവച്ചത് വൻകുടലിലാണോ ചെറിയ കുടലിലാണോ ഒരു വിഷയമില്ല, പക്ഷെ വയറത്ത് എവിടെയോ കൈവച്ചു, അയാൾ സൗഖ്യമായി. ஆனால் அந்த வன்குடலிலும் அந்த பெருங்குடலிலே ஒரு புற்றுநோயாக ஒரு நபர் வந்தார். அது எங்க எங்களுக்கு தெரியாது, ஆனால் நாங்கள் கை வைத்து ஜெபித்தோம். ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല, எங்களுக்கு இது ஒன்றும் தெரியாது. ഇവിടെ ആരും MBBS ഡിഗ്രി എടുത്തിട്ടല്ല രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. இங்க யாரும் MBBS டிகிரி எடுத்த பிற்பாடு வியாதியஸ்தர்களுக்காக ஜெபிக்கவில்லை. ഞങ്ങൾ ആരും LLB ഒന്നും എടുത്തിട്ടില്ല. நாங்கள் யாரும் LLB ஒன்று எடுக்கவில்லை. ഞങ്ങൾക്ക് നിയമവശവും അറിയത്തില്ല. எங்களுடைய சட்டங்கள் ஒன்று தெரியாது. പക്ഷെ കുടുംബ കോടതി കൈവിടുന്ന കേസ് ഞങ്ങൾ എടുക്കും. ஆனா குடும்ப கோடதிகள் கைவிட்டாலும் அந்த கேஸ்ல நாங்கள் எடுப்போம். ഞങ്ങൾക്ക് നിയമവ്യവസ്ഥ അറിയില്ല, எங்களுக்கு சட்டங்கள் ஒன்று தெரியாது. ഞങ്ങൾക്ക് നിയമം എന്തെന്ന് അറിയത്തില്ല, சட்டம் என்ன என்று தெரியாது. പക്ഷേ നിയമവ്യവസ്ഥകൾ കൈവിടുന്ന കേസ് കൈവയ്ക്കുമ്പോൾ അത്ഭുതങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കൈവിട്ടാലും ഞങ്ങൾ കൈവയ്ക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുമെന്ന് ഞങ്ങൾക്ക് தெரியும். ഇന്നു രാത്രി അതാണ് പരിശുദ്ധാത്മാവ് ശക്തി. அதுதான் இந்த ராத்திரி வேளை கிரியை செய்கிற பரிசுத்த ஆவியானவருடைய வல்லமை. അതാണ് ദൈവശക്തിയെ അനുഭവിക്കുന്ന അഭിഷക്തരുടെ ശക്തി. அதுதான் தேவ வல்லமை அனுபவிக்கிற அபிஷேகமுள்ளவருடைய வல்லமை. ഒരു മനുഷ്യന്റെ ഒരു ചെറിയ പ്രാർത്ഥന, ஒரு மனுஷனுடைய ஒரு சின்ன ஜெபம் ഒരു മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ஒரு மனுஷனுடைய வாழ்க்கையை மாற்றி அமைத்தது. ആ ദൈവഭൃത്യനോട് ഞാൻ ആദ്യമായി ചോദിച്ചത്, அந்த ஊழியக்காரனை பார்த்து முதலாவது கேட்டேன். അദ്ദേഹം എന്റെ വീട്ടിൽ കയറി നിന്നപ്പോൾ, அவர் என்னுடைய വീட்டுக்குள்ளே வரும்பொழுது, ഞാൻ എന്റെ വീടിനകത്ത് കയറി എന്റെ ജാതകം കയ്യിലെടുത്തു. நான் என் வீட்டுக்குள்ளே போய் என்னுடைய ஜாதகத்தை கையில் எடுத்து, ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ ആ ജാതകം തുറന്നു വെച്ചു. நான் அவருக்கு முன்பாக அந்த ஜாதகத்தை திறந்து, ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിച്ചതാണ്. நான் അവരെ பார்த்து சவால் விட்டு, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, நான் അവരെ பார்த்து കേട്ട്, ഇതെന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകമാണ്, இது என்னை பற்றி எழுதப்பட்ட புத்தகம், ഇതിനകത്ത് എഴുതിയിരിക്കുന്ന എനിക്ക് വിരോധമായിട്ടാണ്, இதற்குள்ளே எழுதப்பட்ட வார்த்தைகள் எனக்கு விரோதமானவை, ഈ വാർത്തകളാണ് എന്റെ മതം വിശ്വസിക്കുന്നത്, இந்த வார்த்தைகள் என்னுடைய மதம் நம்புகிறது, ഈ വാർത്തകളാണ് ഞങ്ങൾ എല്ലാം വിശ്വസിക്കുന്നത്, இந்த வார்த்தைகள் நாங்கள் எல்லாரும் நம்புகிறோம், ഈ എഴുതിയിരിക്കുന്ന വാർത്തയാണ് എന്റെ കുടുംബത്തെ തകർത്തത്, இங்கே எழுதப்பட்ட വാർത്തകൾ എന്റെ കുടുംബത്തെ അളിച്ചത്. എന്റെ 7ാമത്തെ വയസ്സിൽ എന്റെ അപ്പൻ മരിക്കുമ്പോൾ എന്റെ കുടുംബക്കാർ പറഞ്ഞു, ഈ വാർത്തയുടെ ശാപത്തിന്റെ പ്രഹരമാണിത്. ஓ என்னுடைய 7வது வயதிலே தகப்பன் மரிக்கும்போது எல்லாரும் சொன்னார்கள், இந்த வார்த்தையில் எழுதப்பட்ட சாபம் தான் இந்த குடும்பத்தில் வந்தது. 8ാമത്തെ വയസ്സിൽ കുടുംബം നഷ്ടപ്പെട്ടു പോകുമ്പോൾ എല്ലാവരും പറഞ്ഞു, ഇത് ശാപത്തിന്റെ പ്രഹരമാണ്. 8வது വയതിലെ കുടുംബം അழிവിൻ വിളിമ്പിൽ അழிந்து കൊണ്ടിരിക്കും பொழுது எல்லாரும் சொன்னார்கள், இது சாபம். ജോത്സ്യൻ എഴുതി വെച്ച പുസ്തകത്തിലെ ഒരുപാട് വരികൾ, ஜோசியர் எழுதப்பட்டதான புத்தகத்தில் அநேக வரிகள் എന്റെ ജീവിതത്തെ തകർത്തു കളഞ്ഞു. என்னுடைய வாழ்க்கையை அழித்து போட்டு, ഒരു പുസ്തകം എന്റെ കുടുംബത്തെ തകർത്തു. ஒரு புத்தகம் என்னுடைய வாழ்க்கையை அழித்தது. എന്നാൽ ഈ വേദപുസ്തകം എന്റെ കുടുംബത്തെ തിരിച്ചു കൊണ്ടുവന്നു. இந்த வேத புஸ்தகம் வாழ்க்கையை திரும்ப கொண்டு வந்தது. നിങ്ങൾ കൈ അടിച്ചില്ലെങ്കിലും ഹല്ലേലൂയ പറഞ്ഞില്ലെങ്കിലും അരവിന്ദ് മോഹൻ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഏത് പുസ്തകത്തെയും തകർത്തെറിയാൻ ഈ വേദപുസ്തക സത്യത്തിന് കഴിയും. நீங்கள் கரங்களை தட்டாவிட்டாலும் ஸ்தோத்திரம் சொல்லாவிட்டாலும் அரவிந்த் மோகன் தைரியமாய் சொல்லுவார், எந்த புஸ்தகத்து முடியாவிட்டாலும் இந்த வேத புஸ்தகம் சாட்சி சொல்லும். വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, നിനക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെഴുത്തു പ്രതിയെ അവൻ മായ്ച്ചു. പരിശുദ്ധ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഉനക്ക് വിരോധമായി എഴുതപ്പെട്ടതാണ് அந்த கையெழுத்தை கர்த்தர் அழித்து போட்டார். ഞാൻ ഈ വചനത്തെ വിശ്വസിക്കുന്നു. அந்த വാർത്തയെ നമ്പുகிறேன். ആരെഴുതിയാലും, മന്ത്രവാദി എഴുതിയാലും, കുടുംബക്കാർ എഴുതിയാലും, പാരമ്പര്യം എഴുതിയാലും, നിനക്ക് വിരോധമായ കൈയെഴുത്തു പ്രതിയെ യേശു ക്രൂശിൽ മായ്ച്ചു. ഉനക്ക് വിരോധമായി എഴുതപ്പെട്ട കൈയെഴുത്ത് യേശു ക്രിസ്തു സിലുവയിൽ അഴിച്ചു പോട്ടു. അത് വിശ്വസിക്കുന്നവർ വിശ്വസിച്ചു സ്വീകരിച്ചു. വിശ്വസിക്കുന്ന പിള്ളേ വിശ്വാസത്തോടെ ഏറ്റുകൊള്ളുങ്ങൾ. ഞാൻ ആ ദൈവ മനുഷ്യനെ വെല്ലുവിളിച്ചു. ഞാൻ പറഞ്ഞു, ഇത് എന്നെ കുറിച്ച് എഴുതിയ ബുക്കാണ്. ഇതിനകത്ത് മുഴുവൻ എനിക്ക് പ്രതികൂലമാണ്. ഈ പുസ്തകം പറയുന്നു ഞാൻ ശപിക്കപ്പെട്ടവനാണ്. ഞാൻ വളരും തോറും എന്റെ കുടുംബം തകർന്നു പോകുമെന്ന്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അദ്ദേഹം ചിരിച്ചുകൊണ്ട് തന്റെ കയ്യിലിരുന്ന ബൈബിൾ തുറന്ന് എന്റെ കയ്യിലേക്ക് തന്നു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതിൽ നിന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇന്നു രാത്രി ഞാൻ വന്നത് ദൈവവചനത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയാനാണ്. എന്റെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ ഒരു ബുക്കല്ല, അത് നിന്റെ ജീവ ചരിത്രത്തെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒരു ശക്തിയാണെന്ന് പറയാനാണ്. എന്റെ കയ്യിലും കയ്യിലും ഇരിക്കുന്നതാണ് ഒരു ബൈബിൾ എന്ന് ഒരു പുസ്തകമല്ല, എൻ വാഴ്ക്കയെ ഉങ്ങൾ വാഴ്ക്കയെ മാറ്റി அமைக்கிறதான ഒരു വേദ പുസ്തകം.
ആ ദൈവമനുഷ്യന്റെ ശബ്ദം എന്നെ അത്ഭുതപ്പെടുത്തി. அந்த ஊழியக்காரருடைய சத்தம் என்னை ஆச்சரியப்படுத்தினது. എന്റെ മനസ്സിൽ ഞാൻ ചോദിച്ചു, என்னுடைய இதயத்தில் நான் கேட்டேன், ക്രിസ്ത്യാനിയുടെ ബുക്കിൽ എങ്ങനെ എന്റെ പേര് വരും? கிறிஸ்தவருடைய புத்தகத்தில் எப்படி என்னுடைய பெயர் வரும்? എന്റെ മനസ്സിലെ വിശ്വാസം ഇത് ക്രിസ്ത്യാനിയുടെ ബുക്കാണ്. என்னுடைய മനസ്സിലെ ചിന്ത ഇത് ക്രിസ്തവരുടെ പുസ്തകം. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, അപ്പുറം தான் எனக்கு புரிந்தது, ഇത് ക്രിസ്ത്യാനിയുടെ ബുക്കല്ല, ഇത് ക്രിസ്തവരുടെ പുസ്തകമല്ല, ഇത് മനുഷ്യരോടുള്ള ദൈവത്തിന്റെ ശബ്ദമാണ്. ഇത് മനുഷ്യനോട് ദേവനുടെ ശബ്ദമായി. വേൽക്കിളമ്പിയിൽ ഇരുന്നു കൊണ്ട് ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, വേൽക്കിളമ്പി ദേശത്തിലെ ആരാவது എന്നെ കവനിപ്പീர்களാனால், ഒരു ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ, ഒരു ദേവൻ ഉണ്ടോ എന്ന് കേൾപ്പീர்களാனால், ആ ദൈവത്തിനോട് സംസാരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ, ആണ്ടവർക്ക് എന്നോട് കൂടെ പേശ முடியுமா എന്ന് കേട്ടാൽ, ആ ദൈവത്തിന്റെ ശബ്ദം ഞാൻ ഇരിക്കുന്ന വീട്ടിൽ തുറന്നു വരാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ, സത്യം ഞാൻ ഇരിക്കുന്നതാണ് വീട്ടിൽക്കുള്ള വര முடியுமா എന്ന് കേട്ടാൽ, ഇന്ന് രാത്രി ഞാൻ ചങ്കൂറ്റത്തോടെ പറയാം, இந்த രാത്രി വേള ധൈര്യമായി சொல்லுவேன், നീ ഇരിക്കുന്നിടത്ത് ഇറങ്ങി വരാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ വചനമാണിത്. ഉட்கார்ந்திருக்கிறதான இடத்திலே இறங்கி வர வல்லமையுள்ளதான தேவனுடைய வார்த்தை. ഈ ദൈവമനുഷ്യനോട് പറഞ്ഞു, இந்த ஊழியக்காரனை பார்த்து சொன்னார், ഇതിൽ നിന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, இதில் உன்னை பற்றி எழுதப்பட்டிருக்கிறது. എന്നിട്ട് ആ മനുഷ്യൻ ബൈബിൾ തുറന്നു. അപ്പുറമായി அந்த മനുഷ്യൻ വേദ പുസ്തകത്തെ തുറന്നാർ. തന്റെ കയ്യിലെ പേന എടുത്ത് ഏതോ ഒരു ഭാഗത്ത് അദ്ദേഹം ഇങ്ങനെ വരച്ചു. അവരുടെ കയ്യിൽ ഇരുന്നതാണ് அந்த பேனாவை எடுத்து ஏதோ ஒரு பகுதியிலே வரைந்தார். അന്നത് ഏതാണെന്നും എനിക്കറിയത്തില്ല, அன்றைக்கு என்ன ஏதுன்னு எனக்கு தெரியாது. അത് യെശയ്യാവിന്റെ പ്രവചന പുസ്തകമാണ്. அது ஏசாயா தீர்க்கதரிசன புத்தகம். അദ്ദേഹം ആ പ്രവചന ചുരുളിൽ വരച്ചു. அவர்கள் அந்த தீர்க்கதரிசன ചുരുളിலே எழுதினார். എന്നിട്ട് എന്റെ മുമ്പിൽ അത് തുറന്നു. அப்புறமா எனக்கு முன்பாக திறந்தார். അദ്ദേഹം എന്നോട് പറഞ്ഞു, அவர் என்னை பார்த்து சொன்னார், ഞാൻ ലൈൻ ചെയ്തിരിക്കുന്ന ഭാഗം വായിക്കാൻ പറഞ്ഞു. நான் അടിവரை போட்டதான പകുതിയെ വാസിக்க வேண்டும் എന്ന് കേട്ടാர். അന്നാദ്യമായി ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് ഒരു വാക്ക് വായിക്കുകയാണ്. அன்றைக்கு தான் வாழ்க்கையிலே முதல் முறையாக இந்த புஸ்தகத்தின் ஒரு பகுதியை வாசிக்கிறேன். ഞാൻ ആദ്യം മനസ്സിലാണ് അത് വായിച്ചത്. நான் முதலாவது என்னுடைய சிந்தையிலே மனதுകൊണ്ട് வாசித்தேன். അതിങ്ങനെയായിരുന്നു, அது இவ்வண்ணமாய் இருந்தது. യഹോവ പറയുന്നു, சேனையின் கர்த்தர் சொல்லுகிறார், എന്റെ മഹത്വത്തിനായി ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. என்னுடைய மகிமைக்காக நான் உன்னை உருவாக்கினேன். ഞാൻ ആദ്യം മനസ്സിൽ വായിച്ചു, நான் முதலாவது இருதயத்தில் வாசித்தேன். ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ആ ബൈബിൾ കൊടുക്കാൻ ശ്രമിച്ചു. நான் மறுபடி அவருடைய கையில் அந்த பைபிளை கொடுக்கும்படி முயற்சித்தேன். ഞാൻ എന്റെ അനുഭവങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. நான் என்னுடைய அனுபவத்தை உங்களிடத்தில் சொல்லுகிறேன். ആരോ എന്നെ വീണ്ടും നിർബന്ധിച്ചു, யாரோ மறுபடி என்னை கட்டாயப்படுத்தினார்கள். ഒന്നുകൂടെ വായിക്കേ. ஒரு விசை கூட வாசி. ഞാൻ വീണ്ടും അത് വായിച്ചു. நான் மறுபடியும் அதை வாசித்தேன். അപ്പോൾ ഈ വചനം അല്ലെങ്കിൽ ഈ വാക്ക് എന്നെ തൊടുന്ന പോലെ എനിക്ക് തോന്നി. அப்பொழுது இந்த வசனம், இந்த வார்த்தை என்னை தொடுகிற வண்ணமாய் இருந்தது. ഞാൻ വീണ്ടും വായിച്ചു. நான் மறுபடியும் வாசித்தேன். ഞാൻ പോലും അറിയാതെ ഞാൻ ഉറക്കെ വായിച്ചു. நான் கூட எனக்கே தெரியாதபடி நான் சத்தமாய் வாசித்தேன். എനിക്ക് എന്റെ മതം തന്ന ബുക്ക് എന്നോട് പറഞ്ഞത് നീ ഒരു ശാപമെന്നാണ്. எனக்கு என்னுடைய மதம் கொடுத்ததான புத்தகத்தில் எழுதப்பட்ட நீ ஒரு சாபம் பிடித்தவன். എന്നാൽ വിശുദ്ധ വേദപുസ്തകം എന്നോട് പറഞ്ഞത് നീ ദൈവത്തിന്റെ മഹത്വം എന്നാണ്. ஆனா பரிசுத்த வேத புஸ்தகம் எழுதப்பட்டிருக்கு, நீ தேவனுடைய மகிமையை காண்பாய். അന്ന് രാത്രി ഞാൻ ഈ വചനത്തെ വിശ്വസിച്ചു. அன்று இரவு நான் இந்த வார்த்தையை விசுவாசித்தேன். 10,000 ബൈബിളുകൾ കത്തിച്ചാലും, 1000-10,000 ബൈബിളുകൾ എരിത്താലും, എന്തുകൊണ്ടാണ് ബൈബിൾ കത്തിക്കുന്നത്? ஏன் பைபிளை எரிக்கிறோம்? എന്തിനാണ് ഈ പേപ്പറിനെ അവർക്ക് ഭയം? ஏன் இந்த பேப்பரை பார்க்கும்போது அவருக்கு பயம்? ഇതൊരു പേപ്പർ അല്ലേ? ഇതൊരു പേപ്പർ അല്ലവാ? എന്തിനാണ് പേടിക്കുന്നത്? ஏன் பயப்பட வேண்டும்? അവർക്കറിയാം, அவர்களுக்கு தெரியும். നമുക്കറിയാത്തത് അവർക്കറിയാം. நமக்கு தெரியாத உண்மை அவர்களுக்கு தெரியும். കേവലം ഒരു പേപ്പർ അല്ല, இது உண்மை, ஒரு கேவலமான ஒரு பேப்பர் அல்ல. ഇത് ആരെങ്കിലും വായിക്കാൻ തുടങ്ങിയാൽ, இது யாராவது வாசிக்க ஆரம்பித்தால் അവൻ വിശ്വസിക്കാൻ തുടങ്ങും. அவன் വിശ്വസിக்க ആരംഭിப்பான். വിശ്വസിക്കാൻ തുടങ്ങിയാൽ വിശ്വസിக்க ആരംഭിത്താൽ അവൻ രൂപാന്തരപ്പെടാൻ അവൻ തുടങ്ങും. മറുരൂപമാക്കപ്പെടുവാൻ. രൂപാന്തരപ്പെടാൻ തുടങ്ങിയാൽ അവൻ അവൻ മറുരൂപമാക്കപ്പെടുവാൻ. മതത്തിന്റെ കാപട്യങ്ങളെ വലിച്ചെറിയും. അവന്റെ മതത്തിനുடைய അന്യായങ്ങളെ എടുത്തെറിയുവാൻ. അവൻ യേശുവിന്റേതായി മാറും. അവൻ യേശു പിള്ളയെ ഇത് മാറുവാൻ. നിനക്കറിയില്ലെങ്കിലും അവർക്കറിയാം. இது உனக்கு தெரியாவிட்டால் அவர்களுக்கு தெரியும். ഈ ലോകത്തിൽ ഈ പുസ്തകം കത്തി അമർന്നതുപോലെ ഒരു പുസ്തകം കത്തി അമർന്നിട്ടില്ല. இந்த உலகத்திலே இந்த புத்தகத்தை எரித்து சாம்பல் ஆக்குறது போல இன்னொரு புத்தகம் அப்படி செய்யப்படவில்லை. പക്ഷേ കത്തി അമരുന്തോറും കത്തി ജ്വലിക്കുന്ന ഒരു പുസ്തകം ഉണ്ടെങ്കിൽ അത് വേദ പുസ്തകമാണ്. ஆனா எரிந்து அழிய அதிகமாய் கத்தி எரியக்கூடியதான வெளிச்சம் பிரகாசிக்கக்கூடியதான புத்தகமாய் மாறினது. കാരണം ഇത് ജീവന്റെ പുസ്തകം. காரணம் இது ஜீவனுடைய ഇത് புத்தகம். ജീവിപ്പിക്കുന്ന இது പുസ്തകമാണ്. ஜீவனை கொடுக்கிற புத்தகம். ഈ ബൈബിൾ നമ്മുടെ
നമ്മുടെ കൈകളിൽ ലഭിച്ചത് നീ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക. இந்த பரிசுத்த வேத புத்தகம் நம்முடைய கையிலே கிடைத்ததற்காக கர்த்தரை துதிக்க வேண்டும். ഇത് പള്ളിയിൽ വരാനുള്ള ലൈസൻസ് അല്ല, இது ஆலயத்தில் கொண்டு வர வேண்டிய லைசன்ஸ் அல்ல. ചിലരുടെ വീട്ടിലൊക്കെ ഞായറാഴ്ച രാവിലെ 8:30 ഒരു അടിയുണ്ട് വീടിനകത്ത്. ചില പിള്ളകളുടെ വീടുകളിലെ ഞായറാഴ്ച കാലയിൽ 8:30 മണിക്ക് ഒരു ചണ്ടை ഉണ്ട്. എന്റെ ബൈബിൾ കാണാനില്ല, എന്റെ ബൈബിൾ பார்க்க முடியல. ചിലർ ചിന്തിക്കുകയാണ് ഈ പാസ്റ്റർ ഇതൊക്കെ എങ്ങനെ അറിയുന്നു. ചിലർ ചിന്തിക്കും പോതകരെ உங்களுக்கு ഇത് எப்படி தெரியும்? പള്ളിയിൽ പോകാൻ സമയമായി, ആലയത്തിற்கு போக நேரமும் ஆனது, ബൈബിളും കാണാനില്ല, ബൈബിളും കാണവിல்லை. അതിന്റെ പേരിലാണ് അടി. அந்த പേരെ ചൊല്ലിதான் சண்டை. നീ എടുത്തോ, നീ എടുത്തായാ, ഞാൻ മാസങ്ങളായിട്ട് ഇത് കാണുന്നില്ലല്ലോ, ഞാൻ മാസക്കണക്കായി കാണവില്ലയേ. ബൈബിൾ എവിടെ? ബൈബിൾ എங்கே? ഇതല്ല ബൈബിൾ, ഇതല്ല ബൈബിൾ. രാവിലെ അച്ചാച്ചൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ബൈക്കിൽ കയറുമ്പോ അമ്മമ്മ ചോദിക്കും ഹെൽമറ്റ് എടുത്തോ. കാലയിലെ തകപ്പനാർ വീട്ടെ വിട്ട് ബൈക്കിൽ ഏറും പൊഴുത് തായ കേൾപ്പാர்கள் ഹെൽമറ്റ് എടുത്തീங்களா? ഇല്ലേ പോലീസ് ഫൈൻ ഇടും. ഇല്ലാവിട്ടാൽ പോലീസ് ഫൈൻ പോടുവാ. ഇതുപോലെ ചിലർ ഞായറാഴ്ച ഇറങ്ങുമ്പോൾ ബൈബിൾ എടുത്തോ. ഇതുപോലെ தான் சிலர் காலையில் இறங்கும் ஞாயிற்றுக்கிழமை காலையில் இறங்கும்போது பைபிள் எடுத்தீர்களா? ചിലർക്ക് രാത്രി ഉറങ്ങുമ്പോൾ സ്വപ്നം കാണാതിരിക്കാൻ വേണ്ടി തലയണയുടെ കീഴെ വയ്ക്കാനുള്ള സാധനമായിട്ടാണ് ചിലർക്ക് ഈ ബൈബിൾ. ചിലർ இரவு நேரங்கள் தூங்கும் பொழுது கொல்லாத சொப்பனங்கள் காணாமல் இருக்கும்படி தலையின் கீழே வைக்கக்கூடிய தலையணை கீழே வைக்கக்கூடியதான ஒரு பொருளாக இருக்கிறது. ഇന്നാൾ ആരോണ്ടോ പറയുന്ന കേട്ടു നല്ല ഉറക്കം കിട്ടാൻ 91 സങ്കീർത്തനം വായിച്ചാൽ മതി. போன நாளுக்கு யாரோ சொன்ன நல்ல தூக்கம் வர வேண்டுமானால் 91 சங்கீதம் வாசித்தால் വലിയ കണ്ടുപിടുത്തമാണ്, பெரிய பெரிய கண்டுபிடிப்புகள். നല്ല ഉറക്കം കിട്ടും, நல்ல தூக்கம் கிடைக்கும். അതിന് ഉറക്ക ഗുളിക കഴിച്ചാൽ அதுக்கு தூக்க மாத்திரை சாப்பிட்டா போதும். ബൈബിളിന് അതിന്റെ പവിത്രതയുണ്ട്, ബൈബിൾക്ക് അതിനുடைய പരിശുദ്ധം ഉണ്ട്. ഇത് ദൈവത്തിന്റെ വചനമാണ്, ഇത് ദൈവത്തിന്റെ വാർത്തൈ, ഇത് ദൈവത്തിന്റെ ശബ്ദമാണ്, ഇത് ദൈവത്തിന്റെ സത്യം. ഇതിന് ദൈവത്തിൻ്റെതായ വിലയുണ്ട്, ഇത് ദേവനുടേതായ മതിപ്പ് ഉണ്ട്. ഈ രാത്രി ഇവിടെ തുറക്കുന്ന ദൈവവചനത്തിന് ദൈവത്തിന്റെ വിലയുണ്ട്. ഇങ്ങ ചൊല്ലപ്പെടുന്ന ദൈവന്റെ വാർത്തയ്ക്ക് ഇങ്ങ ദൈവന്റെ മതിപ്പ് ഉണ്ട്. നിങ്ങളുടെ കാതുകളിൽ കേൾക്കുന്ന ദൈവ ശബ്ദത്തിന് ദൈവത്തിന്റെ വിലയുണ്ട്. ഉങ്ങൾ കാതുകളിൽ കേൾക്കുന്നതാണ് ദൈവന്റെ വാർത്തയ്ക്ക് ദൈവന്റെ മതിപ്പ് ഉണ്ട്. ആ ദൈവത്തിന്റെ വചനം എന്റെ ശരീരത്തെ പിടിക്കുന്ന പോലെ എനിക്ക് തോന്നി. அந்த தேவனுடைய வார்த்தை என் சரீரத்தை பிடிப்பது போல தோன்றுகிறது. ആരോ എന്റെ അകത്തിരുന്ന് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. யாரோ எனக்குள்ள இருந்து பேசுகிறது போல தோன்றுகிறது. ഞാൻ ഒരു ശാപമല്ല, நான் ஒரு சாபமல்ல, ഞാൻ ഒരു അനുഗ്രഹമാണ്, ഞാൻ ഒരു ആശീർവദിക്കപ്പെട്ടവൻ. ഇത് എന്നോട് സംസാരിച്ചത് വിശുദ്ധ വേദപുസ്തകമാണ്, ഇത് എന്നോട് കൂടെ പേசுന്ന പരിശുദ്ധ വേദ പുസ്തകം. അന്ന് രാത്രി ആ ദൈവമനുഷ്യനോട് ചോദിച്ചു, അന്ന് இரவு அந்த ஊழியக்காரனிடத்தில் கேட்டார், നീ ഒരു ശാപമാണെന്ന് എഴുതി വച്ചേക്കുന്ന ജാതകം നീ വിശ്വസിക്കുന്നോ? നീ ഒരു ശാപം എന്ന് എഴുതപ്പെട്ട് വച്ചിരിക്കുന്ന ജാതകത്തെ നമ്പുகிறாயா? അതോ നീ ദൈവത്തിന്റെ മഹത്വത്തിനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ വേദപുസ്തകം വിശ്വസിക്കുന്നു? അല്ലാവിട്ടാൽ നീ ദൈവന്റെ മഹിമയ്ക്കാக ഉരുവാക്കപ്പെട്ടിരിക്കുകയായി എന്ന് എഴുതപ്പെട്ട വേദപുസ്തകത്തെ നമ്പുகிறாயா? അന്ന് രാത്രി ഞാൻ എന്റെ ജാതകം മടക്കി. അന്ന് இரவு நான் என்னுடைய ஜாதகத்தை மூடினேன். എനിക്കൊന്നും അറിയത്തില്ല, எனக்கு ഒന്നും தெரியாது. പക്ഷെ അദ്ദേഹത്തിന്റെ ബൈബിളിൽ ഞാൻ കൈവച്ചു. ஆனால் அவருடைய വേദ പുസ്തകത്തിലെ ഞാൻ കൈവയ്ത്ത് എന്നിട്ട് ഞാൻ പറഞ്ഞു, അപ്പുറമായി சொன்னேன், ഈ വാക്ക് എന്താണോ இந்த வார்த்தை என்னவோ അതായി ഞാൻ മാറും. அந்த வார்த்தையாக நான் மாற வேண்டும். ഇന്ന് രാത്രി വേൽക്കിളമ്പിയിൽ ഞാൻ വന്നിരിക്കുന്നത് இந்த இரவு நான் வேர்க்கிளம்பியில் வந்திருப்பது ശപിക്കപ്പെട്ടവനായിട്ടല്ല, ശപിക്കപ്പെട്ടവനാக അല്ല, തകർക്കപ്പെട്ടവനായിട്ടല്ല, അളിക്കപ്പെട്ടവനാக അല്ല, ദരിദ്രനായിട്ടല്ല, ഒരു ദരിദ്രനാக അല്ല, രോഗിയായിട്ടല്ല, വ്യാധിയസ്ഥനായ അല്ല, നിന്ദിതനായിട്ടല്ല, ഒരു നിന്ദിക്കപ്പെട്ടവനായ ദൈവത്തിന്റെ കൃപയാൽ മഹത്വമായിട്ട് തന്നെയാണ്. ദൈവത്തിന്റെ കൃപയാൽ ഒരു മഹിമയായി വന്നിരിക്കുന്നത്. ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് അബ്രഹാമിന്റെ ദൈവത്തെ മാത്രമല്ല, இந்த இரவு நான் பிரசங்கம் பண்ணுகிறேன் ஆபிரகாமுடைய தேவனை மட்டுமல்ல, ഈസാക്കിന്റെ ദൈവത്തെ മാത്രമല്ല, ஈசாக்குடைய தேவனை மட்டுமல்ல, യാക്കോബിന്റെ ദൈവത്തെ മാത്രമല്ല, യാക്കോബിന്റെ தேவனை மட்டுமல்ல, വേൽക്കിളമ്പിയോട് ഞാൻ പ്രസംഗിക്കുന്നത് എന്റെ ദൈവത്തെയാണ്. വേൽക്കിളമ്പിയോട് ഞാൻ പ്രസംഗിക്കുന്നത് എന്റെ ആണ്ടവരെ. മൈ ഗോഡ്, എന്റെ ദൈവം, എന്റെ ആണ്ടവർ. ഈ പട്ടണം കേൾക്കേണ്ടത് അബ്രഹാമിന്റെ ദൈവത്തെ അല്ല, இந்த பட்டணம் கேட்க வேண்டியது ஆபிரகாமுடைய தேவனை அல்ல, ഇസ്ഹാക്കിന്റെ ദൈവത്തെ അല്ല, ஈசாக்குடைய தேவனை அல்ல. നിന്റെ ദൈവത്തെ ഈ പട്ടണം കാണണം. നീ ആരാധിക്കുന്ന ദൈവനെ இந்த പട്ടണത്താർ കാണ வேண்டும் എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ അബ്രഹാമിന്റെ കൂടെ നടന്ന് അബ്രഹാമിനെ അത്ഭുതമാക്കിയ ദൈവം ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ കൂടെയാണ്. அப்படி சொன்னால் ஆபிரகாமோடு இருந்து ஆபிரகாமுடைய காலகட்டத்தில் வெளிப்பட்ட ஆண்டவர் இந்த ஆட்களில் உங்களை
கொண்டு உங்களோடு கூட இருந்து ஆண்டவருடைய அற்புதத்தை காண வேண்டும். നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ നിങ്ങൾക്കൊരു ദൂത് ഞാൻ പറഞ്ഞു തരാം. உங்களுக்கு புரியும் என்று சொன்ன ஒரு செய்தியை சொல்லி தருகிறேன். മനസ്സിലാകുന്നെങ്കിൽ മാത്രം ഏറ്റെടുക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. புரிந்தால் அதை ஏற்றுக்கொள்ளுங்கள், அல்லாவிட்டால் விட்டு விடுங்கள். എല്ലാം പിടിച്ചുകൊണ്ട് പോകരുത്. எல்லாம் கைப்பற்றி கொண்டு போக வேண்டாம். മനസ്സിലാകുന്നില്ലെങ്കിൽ വിട്ടുകളയുക. புரியவில்லை என்று சொல்ல விட்டு விடுங்கள். നിങ്ങൾ എന്നെയും കണ്ടിട്ടില്ല, ഞാൻ നിങ്ങളെയും കണ്ടിട്ടില്ല. நீங்கள் என்னை பார்க்கவில்லை, நான் உங்களை பார்க்கவும் இல்லை. പിടിക്കാമെങ്കിൽ നിങ്ങൾക്കൊരു ദൂത് തരാം. ஏற்றுக்கொள்ள முடிந்தால் ஒரு செய்தியை தருகிறேன். നമ്മുടെ ദൈവം സർവശക്തനായ ദൈവം. നമ്മുടെ ആண்டவர் സർവ വല്ലമയുള്ള ആண்டவர். ആ ദൈവത്തിന് ഒരുപാട് പേരുകളുണ്ട്. அந்த ആண்டവർക്ക് അനേക പേരുകൾ ഉണ്ട്. ഒരുപാട് പേരുകളുണ്ട്. അനേക പേരുകൾ ഉണ്ട്. ആ ദൈവം കരുതുന്ന ദൈവമാണ്. அந்த தேவன் கருதுகிற ஆண்டவர். ഉയർത്തുന്ന ദൈവമാണ്. ഉയർത്തുகிற ആണ്ടவர். മാനിക്കുന്ന ദൈവമാണ്. கனம் பண்ணுகிற ஆண்டவர். ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, நான் உங்களை பார்த்து கேட்கிறேன், ഈ ദൈവം കരുതുന്ന ദൈവമാണ്. இந்த தேவன் கருதுகிற தேவன். നിങ്ങൾ ശക്തിയോടെ പറയുന്നുണ്ടല്ലോ. நீங்கள் வல்லமையோடு சொல்வீர்களா? എന്തുകൊണ്ടാണ് നിങ്ങൾ ശക്തിയോടെ പറയുന്നത്? ஏன் நீங்கள் வல்லமையாய் சொல்லுகிறீர்கள்? ഉടനെ നിങ്ങൾ പറയും, நீங்கள் சொல்வீர்கள், അബ്രഹാമിന് വേണ്ടി കരുതി. ஆபிரகாமுக்காக கருதினார். ഞാൻ നിങ്ങളോടൊരു ദൂത് പറഞ്ഞോട്ടെ. நான் உங்களை பார்த்து செய்தி சொல்லட்டுமா? വേദപുസ്തകത്തിൽ മാത്രം ഞാൻ കണ്ടെത്തിയ സത്യം, பரிசுத்த வேத புஸ்தகத்திலே மட்டும் நான் பார்த்ததான ஒரு உண்மை, ഈ ദൈവം ആരാന്നറിയണമെങ്കിൽ, இந்த தேவன் யார் என்று புரிந்து கொள்ள வேண்டுமானால், ഈ ദൈവം എന്താ പറയുന്നറിയോ? இந்த ஆண்டவர் என்ன சொல்லுகிறார் தெரியுமா? ഇപ്പൊ മോശ ദൈവത്തിന് മുമ്പിൽ വരിക. மோசே ஆண்டவருக்கு முன்பாக வருகிறார். മോശയ്ക്ക് അറിയണം ദൈവം എന്താ എന്നിൽ ചെയ്യാൻ പോകുന്നത്. மோசேக்கு தெரியும் ஆண்டவர் என்ன என்னை கொண்டு செய்ய போகிறார். എന്താ ചെയ്യാൻ പോകുന്നതെന്ന് മോശയ്ക്ക് അറിയണം. என்ன செய்ய போகிறார் என்று மோசேக்கு புரிந்து கொள்ள வேண்டும். ദൈവം മോശയോട് എന്താ സംസാരിക്കുന്നറിയോ? தேவன் மோசேயை பார்த்து என்ன பேச போகிறார் தெரியுமா? അബ്രഹാമിന്റെ ദൈവമാണ്. நான் ஆபிரகாமின் தேவன். യോശുവയുടെ അടുക്കൽ ദൈവം വരുമ്പോൾ, யோசுவாவின் அருகாமையில் ஆண்டவர் வருகிறார். യോശുവയ്ക്ക് അറിയണം யோசுவாவுக்கு தெரிய வேண்டும், ദൈവം എന്താ ചെയ്യാൻ പോകുന്നത്. நீ என்ன செய்ய போகிறாய். ദൈവം യോശുവയോട് എന്താ പറയുന്നറിയോ? தேவன் யோசுவாவை பார்த்து என்ன சொன்னார்? ഞാൻ മോശയുടെ ദൈവം, நான் மோசேயின் தேவன். ഞാൻ മോശയുടെ കൂടെ ഇരുന്നതുപോലെ, நான் மோசேயோடு கூட இருந்தது போல നിന്നോട് കൂടെ ഇരിക്കും, உன்னோடு கூட இருப்பேன். ദൈവത്തിന്റെ വചനത്തിൽ ആവർത്തിച്ചു വരുന്ന ഒരു ഭാഗമാണ്. தேவனுடைய வசனத்திலே மறுபடி வருகிறதான ஒரு பகுதி. പിതാക്കന്മാരുടെ ദൈവം, പിതാക്കളുടെ ദേവൻ, അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ, ജോസഫ്, ഇങ്ങനെ ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ஆபிரகாமுடைய தேவன், யாக்கோபுடைய தேவன், யாக்கோபுடைய தேவன், எப்படி ஆண்டவர் சொல்லிக்கொண்டே இருக்கிறார். നിങ്ങൾക്കൊരു സത്യം അറിയോ? உங்களுக்கு ஒரு உண்மை தெரியுமா? എന്തിനാ ദൈവം ഇങ്ങനെ പറയുന്നേ? ஏன் ஆண்டவர் இப்படி சொல்லுகிறார்? ദൈവം ആരാണെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ, தேவன் யார் என்று உங்களுக்கு புரிந்து கொள்ள ദൈവ வேண்டுமானால், ശക്തി എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, தேவனுடைய வல்லமை நீங்கள் புரிந்து கொள்ள வேண்டுமானால், നിങ്ങൾ അബ്രഹാമിന്റെ ജീവിതം പഠിച്ചാൽ മതി. நீங்கள் ஆபிரகாமுடைய சரித்திரத்தை படிக்க வேண்டும். ഇങ്ങനൊരു ദൈവം ഉണ്ടോ இப்படி ஒரு தேவன் உண்டா എന്ന് പറഞ്ഞാൽ ഈ ദൈവം പറയുകയാണ്, அப்படி சொன்னால் தேவன் சொல்லுகிறார், ഞാൻ ആരാന്നറിയാൻ നീ അരവിന്ദ് മോഹനെ പഠിച്ചാൽ മതി. ஓ நான் யார் என்று அறிய வேண்டுமானால் நீ அரவிந்த் மோகனை படிக்க வேண்டும். നിങ്ങൾക്ക് ഇത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. இந்த செய்தி உங்களுக்கு புரிந்ததான்னு தெரியவில்லை. വേൽക്കിളമ്പി എന്ന ഈ ദേശത്തെ എന്റെ ദൈവം ആരാന്നറിയാൻ ദൈവം വച്ചേക്കുന്നത് നിങ്ങളെയാണ്. வேர்க்கிளம்பி தேசத்தில் நீங்கள் தேவன் யார் என்று அறியும்படி ஆண்டவர் உருவாக்கி வைக்கப்பட்டது உங்களைதான். ഈ ദൈവം ഒരു കുടുംബത്തെ ഉയർത്തുമോ ഇല്ലയോ എന്ന് ദൈവം തെളിയിക്കാൻ പോകുന്നത് ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന നിന്നെ മുൻനിർത്തിക്കൊണ്ടാണ്. இந்த தேவன் ஒரு குடும்பத்தை உயர்த்துவாரா உயர்த்தவில்லை உயர்த்த மாட்டாரா என்று சொல்லி அதுக்கு ப்ரூவ் பண்ண போகிறது உங்களை கொண்டுதான். ഈ ദൈവത്തിന്റെ ശ്രേഷ്ഠത എന്തെന്ന് ദൈവം ഈ ലോകത്തിന് വെളിപ്പെടുത്താൻ ദൈവം വിളിച്ചു വേർതിരിച്ചവരാണ് നമ്മൾ. இந்த தேவனுடைய மகிமை என்ன என்று சொல்லி அதை வெளிப்படுத்தும்படி ஆண்டவர் உங்களை அழைத்திருக்கிறார். ഈ പറഞ്ഞ ദൂത് മനസ്സിലായവർ ഒരു ആമേൻ പറഞ്ഞേ. இந்த சொல்லப்பட்ட செய்தி உங்களுக்கு புரிந்ததா? ഞാൻ രക്ഷിക്കപ്പെട്ട കാലഘട്ടത്തിൽ, நான் രക്ഷിക്കപ്പെട്ട ആരംഭ നാളുകളിലെ ഞാൻ എന്റെ ബന്ധുക്കളുടെ കല്യാണത്തിനോ എന്തെങ്കിലും ഞങ്ങൾ ചെല്ലുമ്പോൾ, நான் என்னுடைய உற்றார்களுடைய திருமணத்திற்கு போகும் பொழுது അവർ ഞങ്ങളോട് ചോദിക്കും, நான் அவர்களை பார்த்து கேட்பேன். അവർ ഞങ്ങളോട് ചോദിക്കും, அவர்கள் எங்களை பார்த்து கேட்பார்கள், നിങ്ങൾ ഇപ്പൊ യേശുവിനെയാണോ ആരാധിക്കുന്നത്? நீங்கள் இயேசுவை ஆராதிக்கிறீர்களா? അപ്പൊ ഞങ്ങൾക്ക് അനുഭവമുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയും. நாங்கள் அந்த நாட்களில் எங்களுக்கு அனுபவம் உள்ள காரியங்களை சொல்லுவோம். യേശുവിനെ കുറിച്ച് പറയും. இயேசுவை பற்றி சொல்லுவோம். അപ്പൊ അവര് ഞങ്ങളോട് പറയും, അപ്പോൾ അവർ எங்களை பார்த்து சொல்வார்கள், ആദ്യം നീയൊക്കെ രക്ഷപ്പെടാൻ നോക്ക്, முதலாவது நீங்கள் எப்படியாவது தப்பித்துக் கொள்ள பாருங்கள். എന്നിട്ട് അവരെന്നെ നിന്ദിക്കും. அப்படி சொல்லி என்னை நிந்திப்பார்கள். കാരണം അപ്പോ ഞാൻ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, அப்பொழுது நான் இயேசுவை பற்றி சொல்லும் பொழுது, ഞാൻ ഉറങ്ങുന്നത് എന്റെ ചർച്ചിലെ ആൾക്കാർ ചർച്ചിന്റെ തൊട്ടടുത്ത കോമ്പൗണ്ടിൽ കെട്ടിത്തന്ന ഷെഡിനകത്താണ്. அந்த நாட்களிலே நான் ஆராதிக்கிற சபையிலே அருகாமையில் இருக்க காம்பவுண்ட் சுவரருகிலே கட்டப்பட்டிருக்கிற சின்ன ஒரு குடிசையிலே ഷെഡിൽ കിടക്കുന്ന ഞാൻ ചെന്ന് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, அந்த குடிசையிலே படுத்திருக்கிற நான் போய்
போய் இயேசுவை பற்றி சொல்லும் பொழுது അവർ എന്നോട് പറയുമായിരുന്നു, அவர் என்னை பார்த்து சொல்லுவார்கள், ആദ്യം നീ ശരിയാകും, முதலாவது நீ குணப்படு, അത് നിന്റെ ജീവിതം മാറട്ടെ, உன்னுடைய வாழ்க்கையோடு சரியாகட்டும், നിന്റെ യേശുവിന് ആദ്യം നിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ഞങ്ങൾ നോക്കട്ടെ. நீ ஆராதிக்கிற இயேசு முதலாவது உனக்கு ஒரு மாற்றத்தை தர முடியுமா என்று பார்ப்போம். അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. அப்பொழுது எனக்கு ஒரு காரியம் புரிந்தது. ഇപ്പോൾ ഞാൻ അവരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ, இப்பொழுது நான் அவர்களிடத்தில் இயேசுவை பற்றி சொன்னால் അവർ എന്നെയും നിന്ദിക്കും, அவர் என்னை நிந்திப்பார்கள், യേശുവിനെ നിന്ദിക്കും. இயேசுவை நிந்திப்பார்கள். പക്ഷെ എനിക്കൊരു വിശ്വാസം ഉണ്ടായി, ஆனா எனக்கு ஒரு நம்பிக்கை இருந்தது, എന്റെ കാലം വരും, எனக்கு ஒரு காலம் வரும். കരമടിക്കുന്നെങ്കിൽ നന്നായിട്ട്, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. கரங்களை தட்டுவீர்கள் சொன்னால் நன்றாக தட்டுங்கள், அல்லது அமைதலாயிருங்கள். ആരൊക്കെയോ നിന്നെ നിന്ദിക്കുന്നില്ലേ? யாரெல்லாம் உங்களை நிந்திக்கிறார்கள்? ആരാധനയുടെ പേരിൽ, വിശ്വാസത്തിന്റെ പേരിൽ, ஆராதனைയുടെ பேரிலே, விசுவாசத்தின் பேரிலே എല്ലാരും എനിക്കെതിരാ പാസ്റ്ററേ, எல்லாரும் எனக்கு எதிராக இருக்கிறார்கள் போதகரே, ആരും ഞങ്ങളെ മാനിക്കുന്നില്ല പാസ്റ്ററേ, யாரும் எங்களை கனவு பண்ணவில்லை. എന്നാൽ ഈ രാത്രി വിശ്വസിച്ച് പറഞ്ഞേ, ஆனால் இந்த இரவு விசுவாசத்தோடு சொல்லுங்க, നിങ്ങളുടെ സമയം വരും, உங்களுக்கென்று ஒரு காலம் வரும். കരമടിച്ച് സ്വീകരിക്ക, கரங்களை அடித்து பெற்றுக்கொள்ளுங்க. നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടണമെങ്കിൽ, നമ്മുടെ வாழ்க்கை மறுரூபமாக வேண்டுமானால் ദൈവവചനത്തിന്റെ സത്യം തിരിച്ചറിയണം. தேவனுடைய வசனத்துடைய உண்மையை புரிந்து கொள்ள வேண்டும். എത്രത്തോളം സത്യം തിരിച്ചറിയുന്നുവോ, எவ்வளவுக்கு அதிகமாய் உண்மையை புரிந்து கொள்ள முடியுமோ, അത്രത്തോളമാണ് നമ്മൾ സ്വതന്ത്രരാകുന്നത്. அவ்வளவுக்கு அதிகமாய் நாம் விடுதலையாக்கப்படுவோம். വേദപുസ്തകത്തിനകത്ത് ചരിത്രമുണ്ട്, പരിശുദ്ധ വേദ പുസ്തകത്തിലെ வரலாறுகள் ഉണ്ട്. ഇതിനകത്ത് നിന്ന് നല്ല ആശയങ്ങൾ പ്രസംഗിക്കാൻ കഴിയും, இதற்குள்ள நல்ல காரியங்களை பிரசங்கம் பண்ண முடியும், നല്ല ആശയങ്ങൾ പ്രസംഗിക്കാൻ நல்ல കഴിയും. செய்திகளை பிரசங்கம் பண்ண முடியும். പക്ഷേ ഈ പുസ്തകത്തിനകത്ത് നിത്യ സത്യമുണ്ട്. ஆனால் இந்த புஸ்தகத்திற்குள்ள நித்தியமான உண்மை உண்டு. ഞാൻ പ്രസംഗിക്കുന്ന ആശയമല്ല ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത്, பிரசங்கிக்கிறதான அந்த ஆசைகள் ஒரு மனுஷனை மறுரூபமாக்குகிறது. ഇതിനകത്ത് എഴുതപ്പെട്ട നിത്യ സത്യമാണ് ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത്. இதற்குள்ள எழுதப்பட்டது நித்திய உண்மைகள் ஒரு மனுஷனை மறுரூபமாக்குகிறது. ഇന്നു രാത്രി ഇവിടെ തുറക്കപ്പെടാൻ പോകുന്നത് ആശയങ്ങളല്ല, സത്യങ്ങളാണ്. இந்த ராத்திரி வேளை இங்க வெளிப்பட போகிற ஆசைகள் அல்ல, நித்திய சத்தியங்கள். എനിക്കറിയാം യേശു എന്നെ മാറ്റിമറിക്കുന്ന ഒരു ദിവസം. எனக்கு தெரியும் இயேசு என்னை கனம் பண்ணுகிற ஒரு நாள் உண்டு. കാരണം ഈ വേദപുസ്തകത്തിൽ നിന്ന് എനിക്കൊരു സത്യം മനസ്സിലായി. காரணம் என்னவென்றால் இந்த பரிசுத்த வேத புஸ்தகத்தில் எனக்கு ஒரு உண்மை புரிந்தது. ഞാൻ അടിമയല്ല, நான் அடிமை அல்ல, ഞാൻ ദൈവത്തിന്റെ മകനാണ്. நான் தேவனுடைய குமாரன். ഉറപ്പുള്ളവർ മാത്രം കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചോ. എത്ര പേർക്കറിയാം ഈ സത്യം? எத்தனை நபர்களுக்கு தெரியும் இந்த உண்மை? എന്റെ അകത്തത് പ്രകാശിക്കപ്പെട്ടു. எனக்குள்ளே அது வெளிச்சமாய் பிரகாசிக்கும். ഞാൻ അടിമയല്ല, நான் அடிமை அல்ல, ഞാൻ മകനാണ്. நான் மகன். ഞാൻ ഇത് എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. நான் இது என்னை பார்த்து சொல்லிக்கொண்டே இருந்தேன். ഞാൻ അടിമയല്ല, நான் அடிமை அல்ல, ഞാൻ ദൈവത്തിന്റെ മകനാണ്. நான் தேவனுடைய குமாரன். എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്, எனக்கு अनेक பிரச்சனைகள் உண்டு, കഷ്ടതകളുണ്ട്, കഷ്ടങ്ങൾ ഉണ്ട്, ദാരിദ്ര്യമുണ്ട്, ദരിദ്രമുണ്ട്, പ്രതിസന്ധിയുണ്ട്. പ്രതികൂലങ്ങൾ ഉണ്ട്. പക്ഷേ ഈ വചനം എന്നെ പഠിപ്പിച്ചു, ஆனால் இந்த வசனம் என்னை போதிக்கிறது, നിനക്ക് കഷ്ടതകൾ ഉണ്ടായിരിക്കാം, உனக்கு கஷ்டங்கள் வரும் இருக்கலாம், പക്ഷെ നീ കഷ്ടതയിലല്ല, ஆனால் நீங்கள் கஷ்டத்தில் அல்ல, നീ ക്രിസ്തുവിലാണ്. நீங்கள் கிறிஸ்துவுக்குள்ளே. സഭയ്ക്ക് ഇതറിയാമോ? சபையை உங்களுக்கு தெரியுமா? ഞാൻ കഷ്ടതയിലാണ് പാസ്റ്റർ, நான் கஷ்டத்தில் இருக்கிறேன் போதகரே, കടബാധിതയിലാണ് പാസ്റ്റർ, கடன் பிரச்சனையில் போதகரே, രോഗത്തിലാണ് പാസ്റ്റർ, போதகரே நான் வியாதியிலே, ബന്ധനത്തിലാണ് പാസ്റ്റർ, கட்டுக்குள்ள இருக்கிற போதகரே, ചങ്ങലയിലാണ് പാസ്റ്റർ. விலங்குகளில் இருக்கிற போதகரே, ഒരിക്കലെങ്കിലും പറ, ஒரு விஷயம் சொல்லு, ഞാൻ ക്രിസ്തുവിലാണ് நான் പാസ്റ്റർ. கிறிஸ்துவுக்குள்ள இருக்கிற போதகரே, ഒരിക്കലെങ്കിലും പറ. ஒரு விஷயம் சொல்லுங்க. എങ്ങനെ നിന്റെ ജീവിതം മാറുന്നു? எவ்வாறு உங்கள் வாழ்க்கை மாறும்? ഈ വെളിപ്പാട് തുറന്നു കിട്ടണം. இந்த வெளிப்படுத்தல் உங்களுக்கு வெளிப்பட வேண்டும். ഞാൻ എന്നോട് പറയാൻ തുടങ്ങി, நான் என்னை பார்த்து சொல்ல ஆரம்பித்தேன். എനിക്ക് കഷ്ടതകളുണ്ട്, எனக்கு கஷ்டங்கள் உண்டு, അതെന്റെ കൂടെ തന്നെ ഉണ്ട്. அது என்னோடு கூட உண்டு. പക്ഷെ ഞാൻ ഇതിലല്ല, ஆனால் நான் அதில் அல்ல, ഞാൻ ക്രൈസ്റ്റിലാണ്. நான் கிறிஸ்துவில். അപ്പോൾ ക്രിസ്തു എന്നോട് പറഞ്ഞു, அப்பொழுது கிறிஸ்து என்னை பார்த்து சொன்னார், ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ, ஒருவன் கிறிஸ்துவுக்குள் இருந்தால் മാറ്റം സംഭവിക്കേണ്ടത് அவனுக்கு மாறுதல் உண்டாகிறது. കഷ്ടതയ്ക്കല്ല, கஷ்டங்களுக்கல்ல, നിനക്കാണ്. எனக்கு. ഞങ്ങൾ ചർച്ചിൽ വരുന്നത് തന്നെ കഷ്ടത മാറ്റാനാണ്. நாங்கள் சபையில் வருகிறது எங்கள் கஷ்டம் மாறும்படி. ഞങ്ങൾക്ക് പ്രതികൂലം ഇല്ലെങ്കിൽ ചർച്ചും ഇല്ല. எங்களுக்கு பிரச்சனை இல்லைன்னு சொன்னா சபை இல்ல. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ.
സത്യം ഉങ്ങളെ വിടുതലയാക്കട്ടെ. യേശുവേ എന്നെനിക്ക് മാറ്റം തരും. യേശുവേ എന്റെ എനിക്കൊരു മാറ്റം കിടക്കും. യേശു നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യേശു ഉങ്ങളുടെ അടുത്ത് പേசுறது നിങ്ങൾ കേട്ടിருப்பீங்க. അതിന് ഞങ്ങൾക്ക് സമയമില്ലല്ലോ. അത് കേൾക്കാൻ എനിക്ക് നേരമില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് കേട്ടോ. എങ്ങൾക്ക് சொல்ல വേണ്ടിയത് കേട്ടുകൊള്ളുക. അങ്ങേക്ക് പറയാനത് ഞങ്ങൾക്ക് കേൾക്കണ്ട. ഓ ഉമക്ക് சொல்லுகிறது എங்களுக்கு കേൾക്ക വേണ്ടി. എന്റെ കുടുംബത്തിന് മാറ്റം വരും. എന്റെ കുടുംബത്തിற்கு മാറുതൽ ഉണ്ടാകും. എന്റെ സാമ്പത്തിക സ്ഥിതിക്ക് മാറ്റം വരും. എന്റെ പൊരുளாதாரത്തിற்கு മാറുതൽ ഉണ്ടാകും. അപ്പോഴെല്ലാം ദൈവം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴെല്ലാം ആണ്ടവർ ഉങ്ങളുടെ അടുത്ത് പേசுகிறார். നിനക്കെന്ന് മാറ്റം വരും. ഉനക്ക് എന്റെക്ക് ഒരു മാറുതൽ ഉണ്ടാകും. മാറ്റം ആരംഭിക്കേണ്ടത് പ്രശ്നങ്ങൾക്കല്ല, നിനക്കാണ്. മാറുതൽ ഉണ്ടാക വേണ്ടത് പ്രശ്നങ്ങൾക്കല്ല, ഉங்களுக்குள்ள ഒരു മാറുതൽ. നമ്മൾ ദൈവത്തിൽ മാറ്റം ആരംഭിക്കുന്നുവോ അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങും. எப்பொழுது நமக்குள்ள ஒரு மாறுதல் உண்டாகுமோ அந்த நேரத்தில் நம்முடைய சூழ்நிலைகளுக்கு ஒரு மாறுதல் உண்டாகும். ഈ ക്രിസ്തുവിനകത്ത് എനിക്കുള്ള സാധ്യതകൾ ഞാൻ മനസ്സിലാക്കി. இந்த கிறிஸ்துவுக்குள்ள இருக்கிறதான எனக்குள்ள കാര്യങ്ങൾ ഞാൻ புரிந்துകൊண்டேன். എനിക്ക് മനസ്സിലായി ത്രൂ ക്രൈസ്റ്റ്, ക്രിസ്തുവിലൂടെ പിതാവ് തുറന്നത് എന്താണ്. எனக்கு ഒരു കാര്യം പുരിந்தது. ക്രിസ്തു മൂലമായി എനിക്ക് തന്നதான ആശീർവാദം என்ன. ഞാൻ അധികമായി അത് പഠിച്ചു. ഞാൻ അധികമായി പഠിച്ചു. അധികമായി ഞാൻ പഠിച്ചു. അധികമായി പഠിച്ചു. പഠിക്കുന്തോറും ഞാൻ പഠിക്ക അറിയുന്തോറും അറിയ ഞാൻ വളരാൻ തുടങ്ങി. വളരാൻ ആരംഭിച്ചேன். ദൈവദാസന്മാർ എന്നോട് ക്ഷമിക്കണം. ഊഴിയക്കാർ എന്നോട് മன்னிக்க வேண்டும். ഞാൻ അടക്കമുള്ള ദൈവദാസന്മാരുടെ ആഗ്രഹമാണ്, എന്നോട് കൂടെ ഇരിക്കുന്ന എല്ലാ ഊഴിയക്കാരുടെ ആശை, നമ്മുടെ ചർച്ചിൽ ആൾക്കാർ വരണം. നമ്മുടെ സഭയിലെ ആത്മാക്കൾ വര வேண்டும். നമ്മുടെ കൺവെൻഷൻ ആൾക്കാർ വരണം. നമ്മുടെ കൺവെൻഷൻ കൂടുകൾക്ക് ആത്മാക്കൾ വരണം. പക്ഷേ ഒരിക്കൽ പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചു. ഒരു വിഷയം പരിശുദ്ധ ആത്മാവിനെ ബോധിച്ചാർ. അപ്പോസ്തലനായ പൗലോസിന്റെ ഏറ്റവും വലിയ ആഗ്രഹം, അപ്പോസ്തലനായ പൗലോസിന്റെ മികപ്പെരിയ വാഞ്ചை, ആൾക്കാർ ചർച്ചിൽ വരണമെന്നതല്ല, ആത്മാക്കൾ സഭയിൽ വരണമെന്നല്ല, വന്നവർ വളരണം. വന്നവൻ ആത്മാക്കൾ വളര வேண்டும். അടിച്ചു കർത്താവിനെ സ്തുതിക്കുക. വരണം 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 എന്നതല്ല ബൈബിളിന്റെ ഭാഷ. വര வேண்டும் എന്നല്ല ബൈബിൾ சொல்லுகிறது. നീ വന്നാൽ വളരണം. നീ വന്നാൽ വളര வேண்டும். എവിടെ വളരണം? എങ്ക വളര வேண்டும்? ക്രിസ്തുവിന്റെ തലയോളം വളരണം. ക്രിസ്തുവിന്റെ തലയോളം വളര வேண்டும். ആ വളർച്ചയാണ് നിന്റെ ഉയർച്ച. அந்த വളർച്ചയാണ് வாழ்க்கை ഉയർച്ച. ആ വളർച്ചയാണ് നിന്റെ മാറ്റം. அந்த വളർച്ചയാണ് മാറ്റം. ആ വളർച്ചയാണ് നിന്റെ അനുഗ്രഹം. அந்த വളർച്ചയാണ് ആ വളർച്ചയാണ് നിന്റെ അവകാശം. அந்த വളർച്ചയാണ് അവകാശം. അതൊരു പിശാചിനും കൊണ്ടുപോകാൻ കഴിയില്ല. അത് ഒരു സാത്താനുക്കും കൊണ്ടുപോകാൻ முடியாது. സത്യത്തെ കരമടിച്ചു സ്വാഗതം ചെയ്യുക. ഓ ഉണ്മയായി വിടുതലയോട് കരങ്ങളെ തട്ടി കർത്തരെ മഹിമപ്പെടുത്തി. നീ ചർച്ചിൽ വന്നോ എന്നല്ല എന്റെ ചോദ്യം. നീ സഭയിൽ വന്നോ എന്നല്ല എന്റെ കേൾവി. നീ ക്രിസ്തുവിൽ വളർന്നോ എന്നാണ് എന്റെ ചോദ്യം. ക്രിസ്തുവിൽ വളർന്നായ എന്റെ കേൾവി. ലേഖനങ്ങളിലെ പ്രസക്തമായ വാക്ക്, നിരൂപങ്ങളിലെ മുഖ്യമായ ഒരു വാർത്ത, 3 പദങ്ങളാണ് പൗലോസിന്റെ ലേഖനങ്ങളിൽ നിറഞ്ഞു കിടക്കുന്നത്. 3 പദങ്ങൾ അപ്പോസ്തലനായ പൗലോയുടെ നിരൂപങ്ങളിലെ കാണപ്പെടുகிறது. അറിയുക, അറിയുங்கள், വളരുക, വളരുங்கள், ആയിത്തീരുക. அப்படி ஆக கடவீர்கள். ക്രിസ്തുവിനെ അറിയുക, ക്രിസ്തുവെ അറിയുங்கள், ക്രിസ്തുവിൽ വളരുക, ക്രിസ്തുവിൽ വളരുங்கள், അവനെ പോലെ മാറുங்கள். ചേർന്ന് ആമേൻ പറഞ്ഞേ. ഈ ദൈവത്തിന്റെ വചനം, இந்த தேவனுடைய வார்த்தை, ആ അഭിഷക്തൻ ലൈൻ ചെയ്ത വചനം, அந்த ஊழியக்காரங்க அடிவரை போட்டதான வசனம் എന്നെ കയറി പിടിക്കുന്ന പോലെ എനിക്ക് തോന്നി. என்னை அவ்வளவாய் கவ்வி பிடித்தது போல தோன்றினது. അന്നു മുതൽ ഞാൻ എന്നോട് പറഞ്ഞു, அன்று முதல் நான் என்னை பார்த்து சொன்னேன், ഞാൻ ശാപമല്ല, நான் ஒரு சாபமானவனல்ல. നമ്മൾ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? നാം തൂങ്ങും പൊഴുതും എഴുമ്പും പോതും എന്നെ சொல்லுവോ, ഓ ഞാൻ കഷ്ടതയിലാണ്, അയ്യോ ഞാൻ കഷ്ടത്തിൽ, ഞാൻ തകർച്ചയിലാണ്, ഞാൻ അழிവിലേ, ഞാൻ ബന്ധനത്തിലാണ്, ഞാൻ കട്ടുക്കുള്ളേ. ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഞാൻ ഉങ്ങളെ പാട്ട് സവാൽ சொல்லுகிறேன். ഇന്നേക്ക് ഒരു 3 ആഴ്ച, ഇன்று ഒരു 3 വാരങ്ങൾ ഇമാതിരി വൃത്തികെട്ട ഡയലോഗുകൾ വീട്ടിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ട്, ഇപ്പടിപ്പെട്ടതാന ഒരു വ്യത്യാസமான ഡയലോഗുകൾ വീടെ വിട്ട് എടുത്തു മാറ്റിവിട്ട്, ഞാൻ ക്രിസ്തുവിലാണ്, ഞാൻ ക്രിസ്തുവുക്കുള്ള, ഞാൻ മകനാണ്, ഞാൻ അവരുടെ മകൻ, ഞാൻ അപ്പന്റെ മകളാണ്, ഞാൻ തകപ്പന്റെ മകൾ, ഞാൻ അവകാശിയാണ്, ഞാൻ അവകാശമുള്ളവൻ. ക്രിസ്തു മുഖാന്തരം പിതാവ് എന്നെ തന്റെ കുടുംബത്തിന്റെ ഭാഗമാക്കിയിരിക്കുന്നു. ക്രിസ്തു മൂലമായി എന്നെ പിതാവ് കുടുംബത്തിന്റെ ഒരു അംഗമായി മാറ്റിനാർ. ഈ വേദപുസ്തകത്തിന്റെ സത്യം ഒരു 3 ആഴ്ച വീട്ടിൽ പറയും. ഓ വേദ പുസ്തകത്തിൽ എഴുതപ്പെട്ട ഉണ്മയെ 3 വാരങ്ങൾ ഉங்க വീട്ടിലെ അറിക്കை பண்ணுங்கள். 3 ആഴ്ച കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം നോക്കിക്കോ. 3 വാരങ്ങൾ കൊണ്ട് ഉங்க കുടുംബത്തിൽ ഉണ്ടാകുന്ന பெரிய ஒரு மாறுதலை பாருங்கள். ഞാൻ പ്രസംഗിക്കുകയല്ല, நான் பிரசங்கம் பண்ணவில்லை, ഞാൻ വെല്ലുവിളിക്കുക, நான் സവാൽ വിടുகிறேൻ. കരമുയർത്തി കർത്താവിനെ സ്തുതിക്കുമോ? കരങ്ങൾ തൂക്കി ആണ്ടവരെ സ്തുതിக்கலாம். ഹല്ലേലൂയ, ഹല്ലേലൂയ.
യേശുവിന്റെ മരണത്തോടുകൂടി, യേശുവിന്റെ മരണത്തോട് ഈ ലോകത്തിൽ, இந்த உலகத்திலே ആ സമയത്ത്, அந்த நேரத்திலே അപൂർവ കാര്യങ്ങൾ സംഭവിക്കുകയാണ്. അപൂർവமான കാര്യങ്ങൾ നடைபெறுகிறது. സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ സംഭവിക്കുകയാണ്. അസാധാരണമായ കാര്യങ്ങൾ നടക്കുന്നത്. മത്തായി സുവിശേഷം, മത്തായി എഴുതിയ സുവിശേഷം ഒരു ഭാഗം ഞാൻ വായിക്കുന്നു. മത്തായി സുവിശേഷം 27-ാം അധ്യായം, മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധികാരം, അതിന്റെ 51, 52, 53, 54, 51, 52, 53, 54 ഞാനത് ഉറക്കെ വായിച്ചു കേൾപ്പിക്കാം. അത് നക്ഷത്രമായി വാസിക്കാൻ വിരുമ്പുന്നു. യേശുവിന്റെ മരണശേഷം, യേശു ക്രിസ്തു മരണത്തിന് പിற்பாடு, യേശു തന്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തതിനു ശേഷം, യേശു തന്റെ ജീവനെ ഒപ്പുകൊടുത്ത പിற்பாடு, അപ്പോൾ മന്ദിരത്തിന്റെ തിരശ്ശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി. அப்பொழுது அந்த ஆலயத்தில் இருந்த திரச்சீலை மேலிருந்து கீழாக இரண்டாக பிரிந்தது. ഭൂമി കുലുങ്ങി, பூமி அதிர்ந்தது, പാറകൾ പിളർന്നു, பாறை உடைந்தது, കല്ലറകൾ തുറന്നു, கல்லறைகள் திறக்கப்பட்டது. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവന്റെ പുനരുദ്ധാനത്തിന്റെ ശേഷം കല്ലറകളെ വിട്ടു. நித்திரை பெற்றதான பரிசுத்தவான்கள் அந்த கல்லறையை விட்டு வெளியே வந்தார்கள். വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. பரிசுத்த நகரத்தில் அநேகருக்கு வெளியரங்கமானார். ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായ സംഭവങ്ങൾ കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. நூற்றுக்கு அதிபதி மிகவும் பயந்து இயேசு என்று சொல்லி வாழ்த்தினார்கள். ചേർന്ന് കർത്താവിനെ സ്തുതിച്ചു. சேர்ந்து கர்த்தரை துதிக்கலாம். ഇനി വേദപുസ്തകം അടച്ചു വെച്ചു. இனி வேத புத்தகத்தை மூடி வையுங்கள். ഇനി എന്നെ ശ്രദ്ധിച്ചു. இனி என்னை கவனியுங்கள். എന്നെ ശ്രദ്ധിച്ചു. என்னை கவனியுங்கள். യേശു ജനിച്ചപ്പോ, இயேசு பிறக்கும் பொழுது അവൻ രാജാവാന്ന്, இயேசு ராஜா என்று വിലയേറിയവരെ കൊണ്ടുവന്ന് விலையேறப்பட்டவர்களை கொண்டு வந்து ഈ ഭൂമിയോട് സംസാരിച്ചു. இந்த பூமியை பார்த்து பேசினார். മലയാളം ബൈബിളിൽ മലയാളം വേദ പുസ്തകത്തിലെ വിദ്വാൻമാർ എന്നാണ്, ശാസ്ത്രികൾ എന്ന്, തമിഴിലെ ശാസ്ത്രികൾ, തമിഴിൽ ശാസ്ത്രി. എന്നാൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ஆனால் நான் இனி சொல்ல போகிற கவனமாய் கேட்க வேண்டும். ഞാൻ തിരുവനന്തപുരത്തു നിന്നും, நான் തിരുവനന്തപുരത്തിലിருந்து, സ്റ്റീഫൻ പാസ്റ്റർ മാർത്താണ്ഡത്തു നിന്നും, போதகர் ஸ்டீபன் அவர்கள் மார்த்தாண்டத்திலிருந்தும், സേവിയർ പാസ്റ്റർ വേൽക്കിളമ്പിന്ന് ഒരു ദിവസം രാവിലെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് നമുക്ക് യേശുവിനെ കാണാൻ പോകാം എന്ന് പറഞ്ഞ് ഇറങ്ങിയ ആൾക്കാരല്ല ഇത്. பாஸ்டர் சேவியர் அவர்களும் ஏற்கிழமையிலிருந்து ஒரு நாள் நமக்கு இயேசுவை பார்க்க போவோம் என்று சொல்லி வாட்ஸ்அப்பில் மெசேஜ் போட்டதான் நபர்கள் அல்ல. നീ നക്ഷത്രം കണ്ടോ? நீ நட்சத்திரம் பார்த்தாயா? ഞാൻ ചോദിക്കുകയാണ്, സ്റ്റീഫൻ പാസ്റ്റർ നക്ഷത്രം കണ്ടോ? நான் கேட்கிறேன், போதகர் ஸ்டீபனே நீங்கள் நட்சத்திரம் பார்த்தீர்களா? ഞാൻ കണ്ടു. நான் பார்த்தேன். അപ്പൊ പാസ്റ്റർ ഈ പാസ്റ്ററോട് ചോദിക്കുകയാണ്, அந்த போதகர் இந்த போதகரை பார்த்து கேட்கிறார், നക്ഷത്രം കണ്ടോ? நட்சத்திரம் பார்த்தீர்களா? കണ്ടു. பார்த்தோம். എന്നാ പിന്നെ നമുക്ക് മൂന്നുപേർക്ക് കൂടെ പോവാം. ஆனா நமக்கு மூன்று நபர்கள் போவோம். ഈ വരവല്ല അത്, இந்த வரவுகள்ல അത് മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള വരവാണ്. அது மூன்று கண்டங்களில் இருந்து வருகிறதான வரவு. കരമടിച്ച് കർത്താവിനെ സ്തുതിക്ക്. ഒന്ന് പേർഷ്യയിൽ നിന്നും, ஒன்று பெர்சியாவிலிருந்து, ഒന്ന് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നും, ஒரு ஏசியா மைனரில் இருந்து, ഒന്ന് അറേബ്യൻ ഭൂഖണ്ഡത്തിൽ ஒன்று നിന്നും. அரேபியாவிலிருந்து. നാഗർകോവിലും മാർത്താണ്ഡവും തിരുവനന്തപുരം പോലെ അല്ല. നാഗർകോവിലും മാർത്താണ്ഡം തിരുവനന്തപുരത്തെ പോലെ അല്ല. ഉയരത്തിൽ വെളിപ്പെട്ട വെളിച്ചം, ഉന്നതത്തിലെ വെളിപ്പെട്ടതാണ് വെളിച്ചം. മൂന്ന് ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ആൾക്കാരെ ബെത്ലഹേമിൽ കൊണ്ടുവന്നു. മൂന്ന് ഖണ്ഡങ്ങളിൽ ഇരുന്ന് ആൾക്കാരെ ബെത്ലഹേമിലെ കൊണ്ടുവന്നത്. നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കവില്ല എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ വെളിച്ചം ഇന്ത്യയിൽ അടിച്ചാൽ, இந்த வெளிச்சம் இந்தியாவிலே வீசினால், ഉന്നതന്മാരെ ഈ വെളിച്ചം കൊണ്ടുവരും. ഉന്നതമാനവர்கள் இந்த வெளிச்சத்தை கொண்டு வருவார்கள். എനിക്കത് ഉറപ്പാണ്. எனக்கு அது உண்மை என்று நம்புகிறேன். ഈ നാട്ടുകാർ ശ്രദ്ധിച്ചു കേട്ടോ. இந்த தேசத்தார் கவனமாய் கேளுங்கள். വഴിയരികിൽ ചായ കുടിച്ചുകൊണ്ടിരുന്നവർ നക്ഷത്രം കണ്ട് കയറി വന്നതല്ല ഇത്. பாதையிலே டீ குடித்துக் கொண்டிருந்தவர்கள் நட்சத்திரத்தை பார்த்து ஏறி வந்தவர்கள் அல்ல. റോഡിൽ വെറുതെ ഇരുന്ന 3-4 പേര് യേശുവിനെ കാണാൻ വന്ന ചരിത്രമല്ല. റോഡ് അരികാമേലെ ചുമ്മാ ഇരുന്ന 3-4 പേരുകൾ ഏറി വന്ന ചരിത്രമല്ല. യേശു ജനിക്കുന്നതിന് മുമ്പേ ജനിക്കാൻ പോകുന്ന രാജാവിനെ കാണാൻ അവർ യാത്ര ആരംഭിച്ചു. യേശു പിറப்பதற்கு മുന്നേ പിറக்க പോകുന്ന രാജാവെ பார்க்கும்படி അവர்கள் പ്രയാണം പുറപ്പെട്ടാர்கள். ഇതിന്റെ ചരിത്ര പഠനത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നിന്ന് വന്ന ആ ഗ്രൂപ്പ്, ആ കൂട്ടം ഇന്ത്യയിൽ നിന്ന് വന്നു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. ஆனால் அதோட வரலாற்றை படிக்கும்போது இயேசுவை பார்க்க
வந்ததான அந்த கூட்டத்தார் இந்தியாவிலிருந்து வந்தார்கள் என்று சொல்லி சரித்திரம் அல்லது வரலாறு படிப்பிக்கிறது. തമിഴ് ബൈബിളിലും ഇല്ല, മലയാളം ബൈബിളിലും ഇല്ല, ഗ്രീക്ക് ബൈബിളിലും ഇല്ല, എബ്രായ ബൈബിളിലും ഇല്ല. ബൈബിളിൽ തപ്പരുത്, കിട്ടത്തില്ല. അത് ചരിത്രം പഠിക്കണം. ஆனால் தமிழ் பைபிளையோ மலையாள பைபிளையோ கிரேக்க பைபிளையோ எபிராய பைபிளையோ அங்க இல்லை. அது சரித்திரம். ആരും വീട്ടിൽ പോയി ബൈബിൾ തപ്പി നോക്കരുത്. அது யாரும் வீட்டில் போய் பைபிளை தேடி பார்க்க வேண்டாம். ബൈബിളിനെ നിനക്ക് ബൈബിളിന്റെ നിസ്തുല്യത സ്ഥാപിക്കണമെങ്കിൽ ബൈബിളിൽ നിന്ന് പുറത്തിറങ്ങി ചരിത്രത്തിലേക്ക് നോക്കണം. பைபிளுடைய மேன்மையை பற்றி அறிய வேண்டுமென்றால் பைபிளுடைய வெளியே இருக்கிறதான வரலாறுகளை புரட்டி பார்க்க ഇത് வேண்டும். ഏതോ ഒരു മുത്തശ്ശി എന്നോ പറഞ്ഞ കഥയല്ലമ്മ. இது ஏதோ பாட்டியம்மா சொன்னதான ஒரு கதை அல்ல. ഇത് പണ്ട് 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 എവിടെയോ ഉണ്ടായ ഐതിഹ്യ കഥയല്ലമ്മ. இது போன நாட்கள் சொல்லப்பட்டதான ஒரு சிந்தாகதி கதை அல்ல. യേശു ജനിക്കുന്നതിന് മുൻപേ, இயேசு பிறப்பதற்கு முன்னே രാജാവിനെ കാണുവാൻ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് യാത്രകൾ ആരംഭിക്കുകയാണ്. ராஜாவை பார்க்கும்படி கண்டங்களில் இருந்து பிரயாணப்பட்டு வருகிறார்கள். അരവിന്ദ് മോഹന് തുറന്നു കിട്ടിയ സുവിശേഷം നീ ചിന്തിക്കുന്ന സുവിശേഷം അല്ല. ஓ அரவிந்த் மோகனுக்கு கொடுக்கப்பட்ட சுவிசேஷம் நீங்கள் சிந்திக்கிற சுவிசேஷம் அல்ல. ഇവിടെ ഊഹാഭോഗങ്ങൾ പ്രസംഗിക്കുകയല്ല. இங்கே சாக்கு போக்குகள் பிரசங்கம் பண்ணவில்லை. ചരിത്രത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് സത്യം പ്രഘോഷിക്കുക. வரலாற்றை சாட்சியாக நிறுத்திக்கொண்டு உண்மையை பேசுகிறோம். ഞാൻ അഭിഷക്തന്മാരോട് ചോദിക്കുന്നു, நான் ஊழியக்காரர்களை பார்த்து கேட்கிறேன், ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ബെത്ലഹേമിലേക്ക് വരണമെങ്കിൽ കടൽ കടക്കണം. கண்டங்களில் இருந்து பெத்லகேமில் வர வேண்டும் என்று சொன்னால் இதோ கடல்களை ആ கடந்து வர வேண்டும். കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ കപ്പലില്ല. அந்த காலகட்டத்தில் இப்பொழுது இருக்கிற கப்பல் இல்லை. ഇന്നത്തെ കപ്പലുകൾ അല്ല അന്നത്തെ കപ്പൽ. இன்றைக்கு இருக்கிற கப்பல்கள் அல்ல அந்த கப்பல்கள். ജിപിഎസും ഗൂഗിൾ മാപ്പും ഇല്ല. அங்க ஜிபிஎஸ் கூகுள் மேப் ஒன்றும் இல்லை. അന്ന് അവർ ചലിക്കുന്നത് കാറ്റുകൾക്കനുസരിച്ചാണ്. இன்றைக்கு அவர்கள் போகிற காற்று போகிற திசைக்கு நேராக കാലാവസ്ഥകളെ അനുസരിച്ചാണ്. காலை நிலைமைகள் காலை இயற்கையை பார்த்துதான். ഒരു സാധാരണക്കാരന് ഈ യാത്ര നടത്താൻ കഴിയില്ല. ஒரு சாதாரணமான மனுஷனுக்கு இந்த பிரயாணம் போக முடியாது. ഈ യാത്ര നടത്തണമെങ്കിൽ അവൻ രാജകീയ നിരയിലുള്ളവനായിരിക്കണം. இந்த பிரயாணம் செய்ய வேண்டுமானால் அவன் ராஜரிகமான ஒரு மனுஷனாக இருக்க வேண்டும். മനസ്സിലാകുന്നെങ്കിൽ മാത്രമേ കൈയടിക്കാവൂ. புரிந்தால் மற்ற கரங்களை தட்டுங்கள். കിട്ടുന്നില്ലെങ്കിൽ വിട്ടേക്കണം. அது புரியவில்லை என்று சொல்ல விட்டுடுங்க. എന്നെയും കണ്ടിട്ടില്ല, ഞാൻ നിങ്ങളെയും കണ്ടിട്ടില്ല. நீங்கள் என்னை பார்க்கவில்லை, நான் உங்களை பார்க்கவும் இல்லை. പക്ഷെ എനിക്കറിയാം ജ്ഞാനമുള്ളവർ ഇവിടെ ഉണ്ട്. எனக்கு தெரியும் ஞானவான்கள் இங்கே இருக்கிறீர்கள். വിസ്ഡമുള്ളവർ ഇവിടെ ഉണ്ട്. ஞானமுள்ளவர்கள் இங்கே உண்டு. അവർക്ക് ഇത് മനസ്സിലാകും. அது அவர்களுக்கு புரியும். ഒരു തലമുറയ്ക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ஒரு தலைமுறைகளுக்காக நான் பேசுகிறேன். യേശുവിന്റെ ജനനം അത്രയ്ക്ക് അത്ഭുതമായിരുന്നു. இயேசுவின் பிறப்பு அவ்வளவுக்கு அதிசயமாக இருந்தது. 3 പേരാണ് വന്നതെന്ന് ബൈബിളിൽ ഇല്ല. 3 நபர்கள் வந்ததாக பைபிளில் இல்லை. തമിഴിലും ഇല്ല, മലയാളത്തിലും ഇല്ല. தமிழிலும் இல்லை, மலையாளத்திலும் இல்லை. പിന്നെ നമ്മൾ എങ്ങനെ 3 പേരെന്ന് പറയുന്നത്? நாம் எப்படி 3 நபர்கள் என்று சொல்லலாம்? ഞങ്ങൾ വായിച്ചപ്പോൾ പൊന്നും ഒരു കുന്തിരിക്കാം. நாங்கள் வாசிக்கிறது பொன் வெள்ளை போலம் தூபவர்க்கம். അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു 3 പേരാണ്. ஆகவே நாங்கள் சொல்ல 3 நபர்கள். ഇതാണ് നമ്മുടെ ഗുണം. இதுதான் நம்முடைய பிரச்சனை. അവിടെ 3 വിദ്വാൻമാരെന്നില്ല. அங்கே 3 சாஸ்திரிகள் என்று எழுதப்படவில்லை. പക്ഷെ അവിടെ വന്ന കൂട്ടത്തിൽ 3 പ്രധാനപ്പെട്ടവരുണ്ട്. ஆனால் அங்கே வந்ததான கூட்டத்தாரில் 3 மிக முக்கியமான நபர்கள் உண்டு. എഴുതാൻ ബുക്കും പേനയും വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? எழுதுவதற்கு புக்கு பேனை ஏதாவது கொண்டு வந்தீங்களா? ഇല്ല വാസ്തേ, ഞങ്ങൾ ഹല്ലേലൂയ പറയാൻ കൈ മാത്രമേ കൊണ്ടുവന്നുള്ളൂ. അത് ഉയർത്തുന്നില്ല. இல்ல போதகரே அல்லேலூயா சொல்லும்படி கைகளை மட்டும் தான் கொண்டு வந்தோம். அதுவும் கரங்களை உயர்த்தி அல்லேலூயா சொல்லவில்லை. ഓൺലൈനിൽ ഉള്ളത് കൊണ്ട് വീട്ടിൽ പോയി ഒന്നുകൂടെ കേട്ട് എഴുതി വെക്കണം. ஆனா ஆன்லைன்ல இந்த செய்தி இருப்பதனால வீட்டில் போய் கேட்டு ஒன்று கூட செய்தி எழுதி வைக்க வேண்டும். ഇവർ ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ ആദ്യം വന്നപ്പോൾ, இவர் ஏரோதாவினுடைய அரண்மனையிலே முதலாவது வந்தபோது ഹെരോദാവ് ഭ്രമിച്ചു പോയി. ஓ ஏரோது பிரமித்து போனான். കേരള മുഖ്യമന്ത്രിയുടെ ഗസ്റ്റ് ഹൗസിൽ ഞാൻ കയറി ചെന്ന പുള്ളി ഭ്രമിക്കത്തൊന്നുമില്ല. கேரளாவுடைய முதலமைச்சருடைய வீட்டுக்குள்ள அந்த கெஸ்ட் ஹவுஸுக்குள்ள நான் போனால் அவர் பிரமித்து போக மாட்டார். തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അവരുടെ വീട്ടിലോട്ട് ചെന്നാൽ 1 കിലോമീറ്റർ ഇപ്പുറത്ത് തന്നെ നമ്മളെ അടിച്ചോടിച്ചു. ஓ தமிழ்நாட்டுடைய முதலமைச்சராக இருக்கிற ஸ்டாலினுடைய இல்லத்திலே போனால் 1 കിലോമീറ്റർ പോകുമ്പോൾ നമ്മെ അടിച്ചു വരട്ടുവാர்கள். ഇവർ ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ കയറി ചെന്നെന്ന് ഇവർ ഏരോദനുடைய அரண்மனைக்குள்ள ஏறி போனார்கள். വന്നവർക്ക് കൊട്ടാരത്തിൽ കയറാൻ അധികാരമുള്ളവരാണ്. ஓ வந்தவர்களுக்கு அந்த அரண்மனைக்குள்ள ஏறக்கூடியதான அதிகாரம் பெற்றவர்கள். ഇവരുടെ വരവ് കണ്ടപ്പോൾ, ഇവരുടെ വരുകை பார்த்தபோது ഹെരോദാവ് പേടിച്ചു. ഏരോദ് പ്രമിത്തു പോനാൻ. പാസ്റ്റർമാരെ, ഈ വരവ് ഹെരോദാവിനെ പേടിപ്പിച്ച വരവാണ്. ബോധകരെ, இந்த வரவு ஏரோதாவை பிரமிக்க வைத்த வரவு. ബൈബിൾ പറയുന്നു, ബൈബിൾ சொல்லுகிறது, ഹെരോദാവും ஏரோது ആ പട്ടണവും அந்த தேச பட்டணமும் എല്ലാം ഭ്രമിച്ചു. எல்லாம் நடுங்கினார்கள்.
ഇവർ വന്നു പോയതിനു ശേഷം இவர்கள் வந்து போன பிற்பாடு കൊട്ടാരത്തിനകത്തുള്ള ശബ്ദം എന്താണെന്നറിയോ? அந்த அரண்மனைக்குள்ள இருந்த சத்தம் என்ன தெரியுமா? Where is the king? அந்த ராஜா எங்கே? Where is the king? அந்த ராஜா எங்கே? ഞാൻ ഈ പട്ടണത്തോട് പറയാം, நான் இந்த தேசத்தை பார்த்து சொல்லுகிறேன், എല്ലാ നാവും അവനെ പറയുന്ന ഒരു കാലം വരും. எல்லா நாவுகளும் அவரை போற்றுகிற ஒரு காலம் வரும். Where is that king? அந்த ராஜா எங்கே? Who is that king? அந்த ராஜா எங்கே? അന്ന് രാത്രി അന്ന് സഭ വിളിച്ചു പറയും, அந்த இரவென்று சபை கூப்பிட்டு Jesus Christ is the king of kings. ஒரு இயேசு கிறிஸ்து ராஜாதி ராஜா. ഞെട്ടിച്ചു, பிரமித்தார்கள், പട്ടണത്തെ ഇളക്കി. ஓ பட்டணம் இളகினது. ആ വരവായി ഇവർ വന്നത് அந்த வருகைதான் வருந்தார். 3 ഭൂഖണ്ഡങ്ങളിൽ നിന്ന് 3 கண்டங்களில் இருந்து ഒരുപോലെ ஒன்று போல ഒരു വെളിച്ചത്തിന്റെ മുമ്പിൽ ஒரு வெளிச்சத்துக்கு முன்பாக ഇവർ വരണമെങ്കിൽ இவர்கள் வர வேண்டுமானால் ഒരു രാത്രി ഉറക്കത്തിൽ സ്വപ്നം കണ്ട് എഴുന്നേറ്റ് വന്നതല്ല. ஒரு இரவு தூக்கத்திலே சொப்பனம் பார்த்து வந்தவர்கள் அல்ல. ഏതോ ഒരു ദിവസം ഒരു വെളിച്ചം കണ്ടപ്പോൾ കയറി വന്നതല്ല. ஏதோ ஒரு நாள் ஒரு வெளிச்சத்தை பார்த்ததனால் அவர்கள் பிரயாணப்பட்டு வந்தவர்கள் அல்ல. ഈ 3 കോണ്ടിനെന്റ് അകത്തും അന്ന് അവർ ഒരു പ്രത്യേക രാജാവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. அன்றைக்குள்ளதான 3 கண்டங்களிலும் எல்லாரும் ஒரு வித்தியாசமான ராஜாவுக்காக காத்திருந்தவர்கள். അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി അതിന്റെ വിധി എഴുതാൻ ശക്തിയുള്ളവർ അതിനകത്തുണ്ട്. അന്തരംഗത്തിലെ பார்க்கிறதான சில காரியங்களை படித்து பார்த்து പഠിക്കக்கூடிയதான നിലമ ഇരുന്നവர்கள். അന്തരീക്ഷ മണ്ഡലങ്ങളിൽ ഉണ്ടാകുന്ന സൗരയുധങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തിനാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ஞானிകൾ അതിനകത്തുണ്ട്. അന്തരംഗങ്ങളിലെ കാണപ്പെടുகிறதான മാറ്റങ്ങളെ പറ്റി പഠിക്കக்கூடிയதான നല്ല ജ്ഞാനമുള്ളവர்களായിരുന്നാர்கள். അവരെല്ലാവരും കാത്തിരിക്കുന്നത്, അവരെല്ലാവരും കാത്തിരിപ്പത് ആ കാലഘട്ടത്തിൽ ഒരു നക്ഷത്രം ഉദിക്കും. அந்த காலகட்டத்தில் ஒரு நட்சத்திரம் தோன்றும். ആ നക്ഷത്രം ഉദിച്ചാൽ அந்த நட்சத்திரம் தோன்றினால் അതിന്റെ അർത്ഥം அதோட பொருள் ഇന്നുവരെ ഭൂമിയിൽ ഉരുവാകാത്ത, இதுவரை பூமியில உருவாகாத, ഇന്നുവരെ ഭൂമി കണ്ടിട്ടില്ലാത്ത இதுவரை பூமி பார்த்திராத ഒരു രാജാവിന്റെ വരവാണ്. ஒரு ராஜாவுடைய வருகை. ആ വെളിച്ചത്തെ അവർ പഠിച്ചു. அந்த வெளிச்சத்தை அவர்கள் படித்தார்கள். അവർ കൊട്ടാരങ്ങളിൽ വളരെ സാധ്യതയുള്ളവരാണ്. அவர்கள் அரண்மனையில் மிகவும் சாதுரியவான்களாக ഈ இருந்தார்கள். ഗ്രൂപ്പിലെ 3 പ്രധാനപ്പെട്ടവരുടെ പേര് ഞാൻ പറഞ്ഞു തരാം. இந்த கூட்டத்தில் மிக 3 முக்கியமான பெயரை சொல்லி தருகிறேன். ഒരാളുടെ പേര് ബാൽതാസർ, ஒரு நபருடைய பேர் பெல்தாசர், രണ്ടാമത്തെ ആളുടെ പേര് മേൽച്ചിയോർ, இரண்டாவது நபருடைய பேர் மெர்ஜியோன், മൂന്നാമത്തെ ആളുടെ പേര് ഗാസ്പർ. மூன்றாவது நபருடைய பேர் காஸ்பர். ബൈബിളിൽ ഇല്ല, பைபிளில் இல்லை. ഇന്ന് രാത്രി മുഴുവൻ പോയി നോക്കിയാലും കിട്ടൂല. இந்த இரவு முழுவதும் தப்பி பார்த்தாலும் கிடைக்காது. ചിലർ ഉറങ്ങിയിരിക്കുകയാണ്. சிலர் தூங்கிட்டே இருக்கிறீங்க. പെട്ടെന്ന് കേട്ടോ ബാൽതാസർ. ஓ சீக்கிரமே கேட்டோம் பெல்தாசர். ഞാൻ 10 പ്രാവശ്യം ബൈബിൾ വായിച്ചിട്ടുണ്ട്. நான் 10 தடவை பைபிள் வாசித்திருக்கிறேன். ബാൽതാസർ பெல்தாசர் ഇല്ല. இல்ல. ആ വന്ന 3 കോണ്ടിനെന്റിൽ നിന്ന് വന്ന 3 ഗ്രൂപ്പുകളുടെ നിയന്ത്രിതാക്കന്മാരെയാണ് ഞാൻ ഈ പറഞ്ഞത്. நான் சொல்லுகிறேன், இப்ப சொல்லிக் கொண்டிருப்பது 3 கண்டங்களில் வந்ததான 3 தலைவர்களை பற்றி நான் சொல்லுகிறேன். ഒന്ന് ബാൽതാസർ, முதலாவது பெல்தாசர், മെൽച്ചിയോർ, மெர்ஜியோன், ഗാസ്പർ. காஸ்பர். ഈ 3 പേരും ഒരേപോലെ ഉള്ളവരല്ല. இந்த 3 நபரும் ஒன்று போல உள்ளவர்கள் அல்ல. മേൽച്ചിയോർ എന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ, மெர்ஜியோன் என்ற நபரை பற்றி படித்தால், അദ്ദേഹത്തിന്റെ ചരിത്രം പഠിപ്പിക്കുന്നു. அவருடைய வரலாறு படிக்கும்போது അദ്ദേഹം അറേബ്യയിലെ ഒരു രാജാവാണ്. அவர் அரேபிய பட்டணத்தில் ஒரு ராஜா. അപ്പൊ ഈ കൂട്ടത്തിനകത്ത് രാജാവുണ്ട്. இந்த கூட்டத்துக்குள்ள ஒரு ராஜா உண்டு. ഈ കൂട്ടത്തിനകത്ത് തത്വജ്ഞാനികളുണ്ട്. இந்த கூட்டத்தில் தத்துவ ஞானிகள் உண்டு. ഈ കൂട്ടത്തിനകത്ത് കാലാവസ്ഥകളെയും സൗരയുധങ്ങളെയും ചലനത്തെയും മനസ്സിലാകുന്ന വലിയ വലിയ ജ്ഞാനികളുണ്ട്. இந்த கூட்டத்திற்குள்ள கால இயற்கைகளையும் வளிமண்டல படிப்புகளை படிக்கக்கூடியதான பெரிய பெரிய ஞானிகள் உண்டு. ഈ കൂട്ടത്തിനകത്ത് കാലഘട്ടങ്ങളെ വിവേചിക്കുന്ന പ്രവാചകന്മാരുണ്ട്. இந்த கூட்டத்திற்குள்ள காலங்களை படிக்கக்கூடியதான தீர்க்கதரிசிகள் உண்டு. ഇത് 3 പേര് ഇറങ്ങി നടന്ന നടത്തമല്ല. இது 3 பேர் நடந்ததான பிரயாணம் அல்ல. ഇതൊരു 3 സൈന്യം. இது 3 சேனை. ഈ ഭൂമിയിൽ ജനിക്കുന്ന രാജാവിനെ
രാജാവിനെ കാണാൻ യാത്ര തിരിച്ച യാത്രയാണ്. இந்த பூமியிலே பிறக்கப் போகிற ராஜாவை பார்க்கும்படி ஆரம்பிக்கப்பட்ட ஒரு பிரயாணம். ഒറ്റ സെന്റൻസിൽ പറഞ്ഞു നിർത്താം. ஒரே செய்தியில் ஒரு வார்த்தையில் சொல்லி முடிக்கிறேன். ഈ വെളിച്ചം അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇതിന്റെ വെളിച്ചത്തിന്റെ പൊരുൾ என்ன தெரியுமா? ഈ വെളിച്ചം അന്തരീക്ഷത്തിൽ ഉദിച്ചാൽ, இந்த வெளிச்சம் അന്തരംഗത്തിൽ വെളിപ്പെട്ടാൽ, ഈ വെളിച്ചം ഭൂമിയിൽ വെളിപ്പെട്ടാൽ, இந்த வெளிச்சம் பூமியிலே தோன்றினால், അതിന്റെ അർത്ഥം അതിന്റെ പൊരുൾ ജനിക്കുന്ന രാജാവ് പിറക്കப் പോകുന്ന രാജാ ഒരു രാജ്യത്തിന്റെ രാജാവല്ല, ഒരു രാജ്യത്തിന്റെ രാജാവല്ല, അവൻ രാജ്യങ്ങളുടെ രാജാവാണ്. രാജ്യങ്ങളുടെ രാജാ. അവൻ രാജ്യങ്ങളുടെ രാജാവാണ്. അവർ രാജ്യങ്ങളുടെ രാജാ. ഞാൻ വെള്ളം കുടിക്കാൻ മറന്നു പോകുന്നതുകൊണ്ടാണ് പാസ്റ്റർ. No problem. കുടിക്കണമെന്ന് പലതും ആഗ്രഹമുണ്ട്, പക്ഷെ മറന്നു പോവാണ്. അവൻ താങ്ക് യു. ഇവർ യാത്ര തിരിച്ചത്, ഇവർ പ്രയാണപ്പെട്ടത് ആ രാജാവിനെ കാണാൻ. அந்த ராஜாவை பார்க்கும்படி. ഈ ലോകത്തിൽ എല്ലാരും ജനിച്ച് ജീവിച്ച് രാജാവാകും. இந்த உலகத்திலே எல்லாரும் பிறந்து வாழ்ந்து ராஜாவாய் மாறுவார்கள். അല്ലാതെ ഒരു രാജാവിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിച്ചു തരാൻ കഴിയുമോ? அப்படி இல்லாமல் யாருக்காவது ஒரு ராஜாவை அப்படி காட்டி தர முடியுமா? എന്റെ യേശു രാജാവായിട്ട് ജനിച്ചു. என்னுடைய இயேசு கிறிஸ்து ராஜாவாய் பிறந்தார். ഇത് ഞങ്ങൾ പറഞ്ഞ കഥയല്ല, இது நாங்கள் சொன்ன கதையல்ல, ക്രിസ്ത്യാനികൾ എഴുതിയ കഥയല്ല, கிறிஸ்தவர்கள் சொன்ன கதையல்ல, പത്രോസ് എഴുതിയ കഥയല്ല, பேதுரு எழுதின கதையல்ல, അറേബ്യയെന്നും പേർഷ്യയെന്നും அரேபியாவிலிருந்து பெர்சியாவிலிருந்து 3 ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വന്നവർ പറഞ്ഞതാണ്. 3 கண்டங்களில் இருந்து வந்தவர்கள் சொன்ன கதை. ഇവിടെ ഒരു രാജാവ് ജനിച്ചിരിക്കുന്നു, ஒரு ராஜா பிறந்திருக்கிறார். നിങ്ങൾ എന്തിനാ വന്നേ? நீங்கள் எதற்காக வந்தீர்கள்? ഗിഫ്റ്റ് കൊടുക്കാനല്ല, அவர்களுக்கு பரிசு கொடுக்கும்படி அல்ல, വണങ്ങി നമസ്കരിക്കാൻ, அவர்கள் வணங்கி நமஸ்காரம் செய்யும்படி, അവനെ ആരാധിക്കാൻ, அவரை ஆராதிக்கும்படி, കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാൻ. தட்டி கர்த்தரை துதிக்கலாம். എന്തിനാ ഇവര് വന്നേ? எதற்காக இவர் வந்தார்? ഒരു വലിയ സമൂഹം എന്തിനാ വന്നേ? ஒரு பெரிய சமூகம் எதற்காக ഗിഫ്റ്റ് வந்தார்கள்? കൊടുക്കാൻ വന്നതല്ല. அவர்கள் பரிசு கொடுக்கும்படி வந்ததல்ல. തമിഴും മലയാളവും ഹിന്ദിയും എല്ലാം പറയുന്നു, ബൈബിൾ പറയുന്നു. மலையாளம் ஹிந்தி எல்லாம் பைபிள் சொல்லுகிறது. ഞങ്ങൾക്ക് അവരെ വർഷിപ്പ് ചെയ്യണം. ஓ, என்னை அவர்கள் ஆராதிக்க வேண்டும். അന്ന് വരെ ഒരു രാജാവിനെയും ആരും വർഷിപ്പ് ചെയ്തിട്ടില്ല. இதுவரை ஒரு ராஜாவை யாரும் ஆராதிக்கவில்லை. പിലാത്തോസ് രാജാവ് മാത്രമാണ്, ദൈവമല്ല. பிலாத்து ராஜா மட்டுமல்ல, தேவன் அல்ல. എങ്കിൽ ഇവർക്ക് പറയാനുണ്ട്, இவருக்கு சொல்ல உண்டு, രാജാവ് മാത്രമല്ല, ராஜா மட்டுமல்ல. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? உங்களுக்கு எப்படி புரிந்தது? ഈ വെളിച്ചം ഞങ്ങളോട് സംസാരിക്കുന്നു. இந்த வெளிச்சம் எங்களிடத்தில் பேசுகிறது. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയട്ടെ, நான் இந்த இரவு உங்களோடு சொல்லட்டுமா? ഇവരുടെ യാത്ര, இவருடைய பிரயாணம், വെളിച്ചത്തിലൂടെയുള്ള യാത്ര, வெளிச்சத்தில் கூட நடக்கிற பிரயாணம், വെളിച്ചത്തിലേക്കുള്ള യാത്ര, வெளிச்சத்தில் நேரமுள்ள பிரயாணம், യേശുവിന് ഗിഫ്റ്റ് കൊടുക്കാൻ വന്നതല്ല, இயேசுவுக்காக பரிசு கொடுக்கும்படி வந்தவர்கள் அல்ல. മറിയയും ജോസഫിനെയും സാക്ഷി നിർത്തി, மரியாளை யோசேப்பை சாட்சியாக நிறுத்தி അവർ മറിയെ ആരാധിച്ചെന്നല്ല, அவர் மரியாளை ஆராதித்தார்கள் என்றல்ல, അവർ ക്രിസ്തുവിനെ ആരാധിച്ചു. அவர் கிறிஸ்துவை ஆராதித்தார்கள். കരമടിച്ചു കർത്താവിനെ സ്തുതിക്കുക. கரங்களை தட்டி கர்த்தரை துதிக்கலாம். നന്നായി കരമടിച്ചു കർത്താവിനെ സ്തുതിക്കുക. நன்றாக கரங்களை தட்டி கர்த்தரை துதிக்கலாம். നീ വെളിച്ചം അന്വേഷിക്കുന്ന വ്യക്തിയാണോ? இந்த வெளிச்சத்தை தேடி நடக்கிற ഈ நபரா? വെളിക്കിളമ്പിൽ ആരെങ്കിലും ഒരു വെളിച്ചം അന്വേഷിക്കുന്നവനുണ്ടോ? இந்த வெள்ளிக்கிழமையில் யாராவது வெளிச்சத்தை தேடுகிறீர்களா? എന്റെ ജീവിതം എന്ന് മാറും? என்னுடைய வாழ்க்கை என்று மாறும்? എനിക്ക് എന്നൊരു വെളിച്ചം ലഭിക്കും? எனக்கு என்று ஒரு வெளிச்சம் கிடைக்கும்? എനിക്ക് എന്നൊരു മാറ്റം വരും? எனக்கு என்று ഒരു മാറുதൽ എന്റെ ഉണ്ടാകും? ജീവിതം എന്ന് രൂപാന്തരപ്പെടും? என்னுடைய வாழ்க்கை ஒரு மாறுதல் ഈ ഉണ്ടാകും? രാത്രി പ്രാർത്ഥിക്കൂ. இந்த ராத்திரி ஜெபியுங்கள். അത് നിന്നെ ക്രിസ്തുവിലെത്തിക്കും. அது உன்னை கிறிஸ்துவுக்கு நேராக கொண்டு செல்லும். അവർ അവരെ തന്നെ അവന്റെ മുമ്പിൽ സമർപ്പിച്ചു. அவர்கள் அவரை தாங்களே சமர்ப்பித்தார்கள். രാജാവായി ജനിച്ചവനാണ് എന്റെ കർത്താവ്. ராஜாவாய் பிறந்தவர் என்னுடைய ஆண்டவர். ഈ രാത്രി ഈ യേശു നിങ്ങളുടെ ഭവനത്തിൽ വന്നാൽ, இந்த இரவு இந்த இயேசு உங்கள் வீட்டில் வந்தால், രാജകീയത്വം നിങ്ങളുടെ വീട്ടിൽ വരും. ராஜரீகம் உங்கள் குடும்பத்தில் வெளிப்படும். ഈ യേശു നിങ്ങളുടെ കുടുംബത്തിൽ വാഴാൻ തുടങ്ങിയാൽ, இந்த இயேசு உங்கள் குடும்பத்தில் வாழ ஆரம்பித்தால், നിങ്ങളുടെ കുടുംബം രാജകീയത്വത്തിലേക്ക് മാറും. உங்கள் குடும்பம் ராஜரீகமாய் மாறும். എന്തുകൊണ്ടെന്നാൽ എന്റെ യേശു രാജാവാണ്. ஏனென்றால் என் இயேசு கிறிஸ்து ராஜா. ഈ ദേശത്തിന്റെ സകല അന്ധകാരവും കേൾക്കാൻ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. இந்த தேசத்துல எல்லா அந்தகாரங்களும் கேட்கப்படுதார்கள் சாட்சியாய் சொல்லுகிறோம். എന്റെ യേശു രാജാവത്രേ. என் இயேசு ராஜா. കരമടിക്കുന്നെങ്കിൽ കരമടിക്ക്. கரங்களை அடிப்பீர்கள், கரங்களை அடியுங்கள்.
അതുകൊണ്ട് യേശുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ, ஆகவே அந்த நேரத்தில் இயேசுவை கைது செய்யும் பொழுது, ഞാൻ ഇപ്പോൾ ക്രൂശീകരണത്തിലേക്ക് വന്നു കഴിഞ്ഞു. நான் இப்பொழுது சிலுவை மரணத்தில் வருகிறேன். ഹെരോദാവിന് ഒരു വലിയ വാഞ്ച ഉണ്ടായിരുന്നു. ஏரோதாவுக்கு பெரிய ஒரு வாஞ்சை இருந்தது. ഇവനെ അറസ്റ്റ് ചെയ്യുമ്പോൾ, இவரை கைது செய்யும் பொழுது, ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് சிலுவையில் அறையும்படி கொண்டு പോകുമ്പോൾ ഒരു പ്രധാന കാര്യം ചെയ്യാൻ മറക്കരുത്. ஒரு முக்கியமான காரியம் செய்ய மறக்க கூடாது. അവന്റെ രാജ്യത്വത്തെ അപമാനിക്കണം. அவருடைய ராஜரீகத்தை அவமானப்படுத்த வேண்டும். നമ്മൾ ചിന്തിക്കുന്നതല്ല ക്രൂശ് മരണം. நாம் சிந்திப்பதல்ல சிலுவையின் மரணம். അന്ന് റോമാക്കാർക്ക് ക്രൂശ് മരണം എന്ന് പറഞ്ഞാൽ വർഷത്തിലൊക്കെ നടക്കത്തുള്ളൂ. அந்த நாட்களில் ரோமாக்காரர்களுக்கு சிலுவையின் மரணம் என்று சொன்னால் வருஷத்தில் எப்பவாவது ஒரு கவுண்ட் நடக்கும். അല്ലാതെ എല്ലാ ദിവസവും അവിടെ ക്രൂശ് മരണം. அங்க எல்லா நாட்களும் சிலுவை மரணம் இல்லை. അവിടെ എപ്പോഴും ഉള്ള ശിക്ഷാവിധി എന്ന് പറഞ്ഞാൽ കല്ലെറിഞ്ഞു കൊല്ലുക. அங்க எப்பொழுதும் உள்ள தண்டனை என்று சொல்லி கல்லெறிந்து கொலை செய்ய வேண்டும். ശിരച്ഛേദനം, அதை கழுத்தை அறுக்க வேண்டும். മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കുക, மிருகங்களுக்கு இரையாக கொடுக்க வேண்டும். അതാണ് അവിടുത്തെ ശിക്ഷാരീതി. அதுதான் அங்க உள்ளதான தண்டனைகள். ക്രൂശ് മരണം എന്ന് പറഞ്ഞാൽ, சிலுவையின் மரணம் என்று சொன்னால் അത്രയ്ക്കും വിരൂപനായ, അത്രയ്ക്കും കൊടും കുറ്റവാളികൾക്ക് വേണ്ടി മാത്രം കൊടുക്കുന്നതാണ്. சிலுவை மரணம் என்று சொன்னால் அந்த ஆட்கள் மிகவும் தப்பு செய்த குற்றவாளிக்கு மட்டும் கொடுக்கிற தண்டனை. ഹെരോദാവ് ആദ്യമേ പറഞ്ഞു, ஏரோதா முதலாவது சொன்னான், പിലാത്തോസ്, பிலாத்து, നീ വിധി പറയുമ്പോൾ நீ தண்டனை கொடுக்கும் பொழுது കല്ലെറിഞ്ഞു കൊല്ലാൻ പറയരുത്, அவனை கல்லறிந்து கொடுக்க கூடாது, തലവെട്ടി കൊല്ലാൻ പറയരുത്, அவனை சிறைச்சேதம் தலை வெட்டக்கூடாது, മൃഗങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കാൻ പറയരുത്. மிருகங்களுக்கு இரையாக கொடுக்க சொல்லக்கூடாது. പീലാത്തോസ് തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ, பிலாத்து மறுபடியும் கேட்கிறான், നിങ്ങൾ ഈ പറയുന്ന യേശു മരിച്ചാൽ പോരെ? நீங்கள் சொல்லுகிறது இயேசு மரித்தால் போதாதா? നിങ്ങൾ ഈ പറയുന്ന യേശു മരിച്ചാൽ പോരെ? நீங்கள் சொல்லுகிற இயேசு மரித்தால் போதாதா? അതിന് എത്രയോ വഴികളുണ്ട്. அதற்கு எத்தனை வழிகள் இருக்கிறது? ക്രൂശ് തന്നെ കൊടുക്കണമോ? சிலுவை மரணத்தால் கொடுக்க வேண்டுமா? ഹെരോദാവ് പറയും, அவர்கள் சொல்லுகிறார்கள், അവൻ വധിക്കപ്പെട്ടാൽ മാത്രം പോരാ, அவர்கள் அடிக்கப்பட்டால் மட்டும் போதாது, അവൻ ശപിക്കപ്പെടണം. அவன் சபிக்கப்பட வேண்டும். കാരണം ഇവന്റെ ജനനത്തിൽ തന്നെ ഞാനൊന്ന് വിറച്ചതാണ്. காரணம் என்ன என்று சொன்னால், இவர் பிறக்கும் பொழுது எனக்கு ஒரு நடுக்கம் உண்டானது. അവന്റെ രാജ്യത്വം അപമാനിക്കണം. அவருடைய ராஜரீகத்துவம் அவமதிக்கப்பட வேண்டும். സമയപരിധി കൊണ്ട് ഞാൻ അടുത്തതിലേക്ക് കടക്കട്ടെ. நேரமில்லாததனால் அடுத்த பகுதிக்கு போகிறேன். യേശുവിനെ അടിക്കണമെന്നതിനേക്കാൾ, இயேசுவை அடிப்பதற்கு என்பதை യേശുവിനെ തുപ്പണമെന്നതിനേക്കാൾ, இயேசுவை காரி துப்புவதற்கு യേശുവിനെ വിരൂപനാക്കണമെന്നതിനേക്കാൾ, இயேசு விரும்பமாக்க வேண்டும் என்பதற்காக അവൻ ജനിച്ചപ്പോൾ അവൻ ആരാന്ന് വിളിച്ചു പറഞ്ഞ രാജകീയത്വം ഇവിടെ വച്ച് അപമാനിക്കണം. அவர் பிறக்கும் பொழுது அவர் ராஜா என்று சொன்னதான அவர் ராஜரீகத்தை இங்கே வைத்து அவமதிக்கப்பட வேண்டும். പീലാത്തോസ് പോലും അറിയാതെ പീലാത്തോസിനെ കൊണ്ട് ദൈവം ഒരു കാര്യം ചെയ്യിപ്പിച്ചു. பிலாத்து கூட தெரியாதபடி பிலாத்துவை கொண்டு ஆண்டவர் ஒரு காரியத்தை செய்தார். യഹൂദന്മാരുടെ രാജാവ് എന്നൊരു ബോർഡ് എഴുതി മുകളിൽ വെച്ചു. யூதருடைய ராஜா இவர் என்று சொல்லி ஒரு போர்டு எழுதி வைத்தார்கள். ഹെരോദാവ് പറഞ്ഞു, ஏரோது சொன்னார், ബോർഡ് അഴിക്കണം, போர்டு எடுத்துரு, ബോർഡ് അഴിക്ക്, போர்டு எடுத்துரு, ഇതാണ് എന്നെ വിറപ്പിക്കുന്നത്, இதுதான் என்னை பயப்படுத்துகிறது. പീലാത്തോസ് പറഞ്ഞു. பிலாத்து சொல்லுகிறார், எழுதினதுதான். നീ യേശുവിനെ വിരൂപമാക്കുമ്പോഴും, നീ യേശുവെ കുറ്റവാളി എന്ന് சொல்லும் பொழுது, നീ യേശുവിനെ വികൃതമാക്കുമ്പോഴും, നീ യേശുവെ കുറ്റം ചാട്ടും അവന്റെ பொழுது, വസ്ത്രം അഴിച്ചു എടുക്കുമ്പോഴും, അവരുടെ വസ്ത്രത്തെ അഴിക്കും പൊഴുതും, അവനെ വിരൂപമാക്കുമ്പോഴും, അവർ ഇണക്കൊലമാക്കും പൊഴുതും, അവന്റെ തലയ്ക്ക് മീതെ ഒരു പദമുണ്ട്, അവരുടെ തലയ്ക്ക് മേലെ ഒരു വാർത്തയുണ്ട്, കിങ്, രാജാ. കരമടിച്ച് കർത്താവിനെ സ്തുതിക്ക്. തട്ടി കർത്താവിനെ തുതിയുங்க. ഞാൻ നിങ്ങളോട് ദൂത് പറയാം, ഞാൻ നിങ്ങളെ பார்த்து செய்தியை சொல்கிறேன். സാഹചര്യങ്ങൾ നിങ്ങളെ തകർക്കുമ്പോഴും, സൂഴ്നിലകൾ നിങ്ങളെ അഴിക്കുമ്പോഴും, പ്രതിസന്ധികളിൽ നിങ്ങൾ വേദനിക്കുമ്പോഴും, പ്രതികൂലങ്ങൾ വേദനപ്പെടുത്തുമ്പോഴും, പല സ്ഥലങ്ങളിൽ നിങ്ങൾ അവമാനിക്കുമ്പോഴും, പല ഇടങ്ങളിൽ അവമതിക്കപ്പെടുമ്പോഴും, നിങ്ങളുടെ തലയ്ക്ക് മീതെ നിങ്ങളുടെ തലയ്ക്ക് മേലെ ദൈവം പറഞ്ഞ പ്രവചന ദൂതുകളുണ്ട്. ദേവൻ சொன்னதான தீர்க்கதரிசன வார்த்தை உண்டு. അതിനെ ആർക്കും തകർക്കുവാൻ കഴിയില്ല. அதை யாராலும் அழிக்க முடியாது. കരമടിച്ച് ആമേൻ പറയുക. തട്ടി ആമേൻ சொல்லுங்க. യേശുവിന്റെ രാജകീയത്വം അപമാനിക്കാൻ, യേശുവിന്റെ രാജകീയത്തെ അവമതിക്കുമ്പടി, യേശു ശപിക്കപ്പെട്ടവനെന്ന് തെളിയിക്കുവാൻ, യേശു ശപിക്കപ്പെട്ടവൻ എന്ന് சொல்லும்படி അവർ അവന് ക്രൂശ് കൊടുത്തു. അവർക്ക് സിലുവ മരണത്തെ കൊടുത്താർ. അവിടെയെല്ലാം ഒരുപാട് പറയാനുണ്ടെങ്കിലും, അங்கെല്ലാം நிறைய சொல்ல இருந்தாலும், ഈ പട്ടണത്തോട് പറയാനുള്ള സത്യത്തിലേക്ക് ഞാൻ വീണ്ടും ചാടിക്കിടക്കുകയാണ്. இந்த தேசத்தில் சொல்ல வேண்டியதான சத்தியத்திற்கு நேராக வருகிறேன். രണ്ട് ദുഷ്പ്രവൃത്തിക്കാരുടെ നടുവിൽ യേശുവിനെ അവർ ക്രൂശിച്ചു. രണ്ട് കുന്മാർക്കരുടെ നടുവിൽ യേശുവെ സിലുവയിൽ അറந்தார்கள். അവർ യേശുവിനെ ക്രൂശിക്കേണ്ട പ്രധാന കാര്യം, അവർ യേശുവെ സിലുവയിൽ അറയக்கூடிய മുഖ്യമായ കാര്യം, അവൻ ശപിക്കപ്പെട്ട
ശപിക്കപ്പെട്ടവനാണെന്ന് തെളിയിക്കണം. അവർ ശപിക്കപ്പെട്ടവരെ അറിയിക്ക വേണ്ടും. ഒരാൾ ക്രൂശിൽ മരിച്ചാൽ, ഒരുവർ സിലുവയിൽ മരിച്ചാൽ 10 ജനറേഷൻ വരെ ശാപത്തിലേക്ക് പോകും. 10 തലമുറകൾ ശാപമായിരിപ്പാர்கள். അതുകൊണ്ടാണ് ഖുറേനയിലെ ശീമോൻ ഈ ക്രൂശിൽ തൊടാത്തത്. ആകവേ സീരേന ഊരാനാകിയ ശീമോൻ അത് തൊടാமல் ഇരുந்தது. അതുകൊണ്ടാണ് ഖുറേനക്കാരനെ ശീമോൻ അറിയാം, ഞാൻ തൊട്ടാൽ, ആകവേ அந்த ശീമോൻ சொன்ன நான் தொட்டால் എന്റെ മകനായ അലക്സാണ്ടർ ജീവിതം തീർന്നു, എന്റെ മകനായ അലക്സാണ്ടറുടെ வாழ்க்கை முடிந்தது, എന്റെ മകനായ റൂസഫിന്റെ ലൈഫ് തകർന്നു, എന്റെ മകനായ റൂഫസുടെ வாழ்க்கை முடிந்தது, അവന്റെ തലമുറ തകർന്നു, അവരുടെ തലമുറകൾ തകർന്നത്. അടുത്ത 10 ജനറേഷൻ ശാപത്തിലേക്ക് പോകും. അടുത്ത 10 തലമുറകൾ ശാപത്തിലേക്ക് നേരെ പോവാர்கள். പക്ഷേ ശിമോൻ, ആനാ ശിമോൻ, നീ അറിയാതെ കയറി തൊട്ടത്, നീ தெரியாமல் ஏறி தொட்டது ശാപത്തിലല്ല, ശാപത്തിലല്ല, രാജകീയത്വത്തിലാണ്. ഒരു രാജരികത്തിലേ. അതുകൊണ്ട് ശീമോൻ ഒരു കഥ പറയാനുണ്ട്. ആകവേ ശീമോനുക്ക് ഒരു കഥ ചൊല്ലുന്നുണ്ട്. അവന്റെ മകനായ അലക്സാണ്ടർ തകർന്ന കഥയല്ല, അവരുടെ മകൻ അലക്സാണ്ടർ അളിഞ്ഞു പോന കഥയല്ല, അവന്റെ മകനായ റൂഫോസ് തകർന്ന കഥയല്ല, അവരുടെ മകനായ റൂബസ് അളിഞ്ഞു പോന കഥയല്ല, പട്ടണത്തിലെ ഗവർണറായി മാറിയ, അവന്റെ പട്ടണത്തിലെ ഗവർണറായി മാറ്റിന, അതിശക്തനായ ശുശ്രൂഷകനായി മാറിയ, അത് വല്ലഭയായ ഊഴിയക്കാരനായി മാറ്റിന ഒരു മഹത്വത്തിന്റെ ചരിത്രം പറയാനുണ്ട്. ഒരു മഹിമയുടെ വരലാറ് ചൊല്ലുന്നുണ്ട്. മറ്റുള്ളവർക്ക് ക്രൂശ് നിന്ദയായിരിക്കാം, മറ്റുള്ളവർക്ക് സിലുവ നിന്ദിക്കപ്പെട്ടതായി, മറ്റുള്ളവർക്ക് ഇതൊരു ലജ്ജയായിരിക്കാം, മറ്റുള്ളവർ ഇതൊരു പക്ഷേ എനിക്കും നിനക്കും ഇതൊരു മഹത്വമാണ്. അത് എനിക്ക് നിങ്ങൾക്ക് ഒരു മഹിമ. ക്രൂശിന്റെ വചനം, സിലുവയിൽ വാർത്തൈ നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമായിരിക്കാം, കെട്ടുപ്പകൾക്ക് പൈത്യമായിരിക്കുന്നത്, വേൽക്കിളമ്പിക്കാർക്ക് ഭോഷത്വമായിരിക്കാം. ഓ വേൽക്കിളമ്പിക്ക പൈത്യമായിരിക്കണം. പക്ഷേ അരവിന്ദ് മോഹൻ ഇത് ദൈവശക്തിയാണ്. ഇത് അരവിന്ദ് മോഹനക്ക് ഒരു ദേവന്റെ വല്ലമൈ. ഇന്നു രാത്രി വിശ്വസിച്ചുണ്ടെങ്കിൽ കരം അടിച്ചത് ആമേൻ പറയാ. വിശ്വസിക്കുന്ന പിള്ളേക്കാരെ തട്ടി കുടുംബക്കാർക്ക് അത് ഭോഷത്വമായിരിക്കാം, അത് ഇന്ന് ദേശത്തിൽ പൈത്യമായിരിക്കണം, നാട്ടുകാർക്ക് അത് ഭോഷത്വമായിരിക്കാം, ദേശക്കാർക്ക് പൈത്യമായിരിക്കണം. പക്ഷെ വിശ്വസിക്കുന്ന നിനക്കത് ദൈവശക്തിയാണ്. உங்களுக்கு தேவ வல்லமை. യേശുവിന്റെ രാജകീയത്വത്തെ പരസ്യക്കോലമാക്കാൻ, യേശുവിന്റെ രാജകീയത്തെ വെളിയരങ്ങமான കോലമായി മാറ്റുമ്പോൾ, ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ അവനെ ക്രൂശിച്ചു, துன்மார்க்க திருடர்கள் நடுவிலே அவரை சிலுவையில் அறைந்தார்கள். എന്നിട്ട് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു, அப்புறம் അവർ சொல்லிக்கொண்டே இருந்தார்கள், ഇവൻ രാജാവാണോ, ഇവൻ രാജാവാ. അവരുടെ ആക്ഷേപഹാസ്യത്തിലെ പ്രധാനപ്പെട്ട സെന്റൻസ് എന്താണെന്നറിയോ? അവർ നിന്ദിക്കുന്നതാണ് മുഖ്യமான വാർത്ത എന്ന് தெரியுமா? നീ രാജാവാണെങ്കിൽ, നീ രാജാവായിരുന്നാൽ, നീ ദൈവമാണെങ്കിൽ, നീ ദേവന്റെ കുമാരൻ എന്നാൽ ഇറങ്ങി വാ, കീഴേ വാ. യഹൂദന്മാരുടെ രാജാവേ, യൂദരുടെ രാജാവേ, ജയ ജയ ജയ, അവർക്ക് വെറ്റി 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 എന്ന് മലയാളം ബൈബിൾ എഴുതിയിരിക്കുന്നു. എന്ന് മലയാളം ബൈബിൾ சொல்லிருக்கு. തമിഴിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. തമിഴ് എപ്പടിன்னு சொல்ல தெரியும். നിങ്ങൾ ചിന്തിക്കരുത് ഇങ്ങനെയാണ് അവർ പറഞ്ഞതെന്ന്. நீங்கள் சிந்திக்க வேண்டாம், இப்படிதான் அவர்கள் சொன்னார்கள் என்று. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ ജ്ഞാനമുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ജ്ഞാനമുള്ളവர்கள் എന്ന് നമ്പുகிறேன். അവർ അവനെ ആക്ഷേപിച്ചു, അവരെ அவமானப்படுத்தினார்கள். ഒരു രാജാവ്, ഒരു രാജാ. പാരുങ്ങൾ, നിങ്ങൾക്കൊരു സത്യം അറിയോ? உங்களுக்கு ஒரு உண்மை தெரியுமா? തൊട്ടടുത്ത് കിടന്ന ദുഷ്പ്രവർത്തിക്കാരൻ, പക്കത്തിൽ ഇരുന്നതാണ് ഇനിയൊരു തിരുടൻ. ഈ എല്ലാ ആക്ഷേപവും കഴിഞ്ഞപ്പോ, ഇതെല്ലാ അപമാനങ്ങളും തീർന്നപ്പോൾ ആ മനുഷ്യന്റെ അധരം ചലിച്ചു. அந்த മനുഷ്യന്റെ ഉദടുകൾ ചലിക്കാൻ ആരംഭിച്ചു. എന്തായിരുന്നെന്നറിയോ? എന്ന് தெரியுமா? നീ രാജാവായി വരുമ്പോൾ, നീ രാജാവായി വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണം, എന്നെയും നിனைத்துக் കൊள்ள வேண்டும். മനസ്സിലാകുന്നവർ കരമടിച്ച് കർത്താവിനെ തട്ടി കർത്താവിനെ തുതിக்கலாம். അടുത്ത് കിടന്നത് യേശുവിന്റെ ശിഷ്യനല്ല, പക്കത്തിൽ ഇരുന്നത് യേശുവിന്റെ ശിഷ്യനല്ല, 12 ശിഷ്യന്മാരിൽ ഒരാളല്ല, 12 ശിഷ്യർ ഒരു നബറല്ല, കൊടും കുറ്റവാളിയിൽ ഒരാളാണ്, ഒരു പെരിയ തണ്ടനക്കാരൻ ഒരുവൻ. അയാൾ യേശുവിനെ കണ്ടിട്ടില്ല, അവർ യേശുവെ പാർക്കവിல்லை, യേശുവിന്റെ അത്ഭുതങ്ങൾ കണ്ടിട്ടില്ല, യേശുവിന്റെ അത്ഭുതത്തെ പാർക്കവിல்லை. ആകെ കണ്ടത് ഈ മണിക്കൂറിലാണ്. അവർ பார்த்தது இந்த ചില മണിനേരത്തുക്കുള്ള. അദ്ദേഹം യേശുവിനെ കാണുമ്പോൾ യേശു അർദ്ധപ്രാണനാണ്. ഓ, അവർ യേശുവെ പാർക്കുമ്പോൾ അവർ കുറ്റവാളിയാக കാണപ്പെടുന്നു. അയാൾ യേശുവിനെ കാണുമ്പോൾ ഇത് മനുഷ്യനാണോ, ഇത് ശരീരമാണോ എന്ന് അറിയാൻ കഴിയുന്നില്ല. യേശുവെ പാർക്കുമ്പോൾ ഇത് മനുഷ്യനോ ശരീരമോ എന്ന് വ്യത്യാസമായ രൂപം. പക്ഷെ അദ്ദേഹത്തിന്റെ അധരത്തിൽ നിന്നൊരു ശബ്ദം വന്നു, അവരുടെ ഉദടിൽ നിന്ന് ഒരു ശബ്ദം വന്നത്. ഇവർ ആക്ഷേപിക്കുന്നോ ഇല്ലയോ, ഇവരെല്ലാം പരിഹസിക്கிறார்களோ இல்லையோ, ഇവരെന്തു പറയുന്നോ ഇല്ലയോ, ഇവർ എന്നെ சொல்லுகிறார்களோ இல்லைയോ, അതെനിക്കറിയണ്ട, അത് എനിക്ക് தெரிய വേண்டாം. ഇത്രയും മണിക്കൂർ കൊണ്ട് இந்த ചില മണിനേരത്തുക്കുള്ള എനിക്കൊരു കാര്യം മനസ്സിലായി. എനിക്കൊരു കാര്യം പുരിഞ്ഞു. You are a king. നീ ഒരു രാജാ. രണ്ടാമത് എനിക്കൊരു കാര്യം മനസ്സിലായി. രണ്ടാമതൊരു കാര്യം പുരിഞ്ഞത്, നീ തിരിച്ചു വരും, നീ തിരുമ്പ വരുവായി. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? உங்களுக்கு ஏதாவது புரிந்ததா? രാവിലെ വീട്ടിൽ നിന്ന് പോയ ഭർത്താവ് എപ്പോ വരുമെന്ന് അറിയത്തില്ല, പിന്നെയാണ് 2024 വർഷങ്ങൾക്ക് മുമ്പ് പോയ കർത്താവ്. വീട്ടിൽ വെളിയെ പോനതാണ് പുരുഷൻ എപ്പോ വരുമെന്ന് നമുക്ക് தெரியாது. അപ്പുറமாக 2024 ആണ്ടുകൾക്ക് മുന്നേ പോന യേശു എപ്പോ വരുവാറുണ്ട്? യേശു വരുവോ?
യേശു വരുവാരാ? ശരി, വകവച്ചിരിക്കുന്നു. ഞങ്ങളത് നമ്പുകയും. യേശു വരും. യേശു വരുവാർ. ഇനി വരാൻ പോകുന്നത് ക്രൂശിക്കപ്പെട്ടയാളല്ല. ഇനി വരപ്പോകിற യേശു സിലുവയിൽ അറിയപ്പെട്ടവരാக அல்ல. അർദ്ധപ്രാണയാളല്ല. അവർ ഈനക്കോലം അടൈந்தவராக அல்ல. രക്തം ഒലിപ്പിച്ചല്ല വരുന്നത്. രക്തത്തോട് അവർ വരവിல்லை. ഇനി വരാൻ പോകുന്നത് രാജാവാണ്. ഇനി വരപ്പോകിற രാജാ. പ്രത്യാശ വല്ലതും ഉണ്ടെങ്കിൽ നമ്പിക്കை இருந்தால் மட்டும் കരങ്ങളെ തട്ടി കർത്തരെ തുതിക്കലാമേ. ഒരു 20 വർഷം മുമ്പ് ആരെങ്കിലും ഈ ദൂത് പറഞ്ഞെങ്കിൽ അതോടെ കൺവെൻഷൻ ഇനി നമ്മൾ ആരാധിച്ച് നിർത്തുമായിരുന്നു. 20 ആണ്ടുകൾക്ക് മുന്നേ കൺവെൻഷൻ കൂടെ പ്രസംഗിത്താൽ ആരാധിച്ച് നിർത്തിയിരിപ്പോം. My king will come back. என்னுடைய യേശു മറുപടി, என்னுடைய രാജാ മറുപടി വരുവാർ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ. വാസലുകളെ ഉങ്ങൾ തലകളെ ഉയർത്തുക. പണ്ടയുള്ള കതവുകളെ ഉയർന്നിരിപ്പേ. അതായത് കതവുകളെ ഉയരുക. മഹത്വത്തിന്റെ രാജാവ് വരുന്നു. മഹിമയുടെ രാജാവ് വരുகிறார். The king of glory will enter. അവർ മഹിമയുടെ രാജാവായി. രാജാവ് വരും. രാജാവ് വരുവാർ. എന്തിനു വരും? എതற்காக വരുവാർ? മഹത്വത്തിന്റെ രാജാവ് വരുന്നത് മഹത്വീകരിക്കപ്പെട്ട ചർച്ചിനെ കൊണ്ടുപോകാനാണ്. മഹിമയിൻ ദേവൻ വരുന്നത് മഹിമയോട് കാണപ്പെടുகிறதான സഭയെ അവരോട് കൂടെ കൂട്ടി ചേർക്കുമ്പടി. ഇനി ഞാൻ 5 മിനിറ്റ് പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. 5 നിമിടങ്ങൾ சொல்லப்போகிற വാർത്തകൾ കവനമായി കേളുക. മഹത്വത്തിന്റെ രാജാവ് വരുന്നത് ക്രിസ്ത്യാനികളെ കൊണ്ടുപോകാനല്ല. മഹിമയിൻ രാജാവ് വരുகிறது ക്രിസ്തവരെ കൊണ്ടുപോകുന്നതിനാக അല്ല. മഹത്വത്തിന്റെ രാജാവ് വരുന്നത് പെന്തക്കോസ്തുകാരെ കൊണ്ടുപോകാനല്ല. മഹിമയിൻ രാജാവ് മഹത്വത്തിന്റെ രാജാവ് വരുന്നത് മഹത്വീകരിക്കപ്പെട്ടവരെ കൊണ്ടുപോകാനാണ്. മഹിമയോട് വാഴുകിற പിള്ളകളെ മഹിമയിലെ കൊണ്ടുപോകുമ്പടിയായി. ഗ്ലോറിഫൈഡ് ചർച്ച്, മഹിമയാക്കപ്പെട്ട സഭ. അതുകൊണ്ടാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആകവേதான் ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് തന്റെ മണവാട്ടിക്ക് വേണ്ടി മണവാളൻ വരും. തന്നുടെ മണവാട്ടിക്കാக മണവാളൻ വരുവാർ. മണവാട്ടിയെ കണ്ടിട്ടുണ്ടോ? മണവാട്ടിയെ പാർത്തിരിപ്പീர்களா? ഇല്ല. இல்லை. കണ്ടിട്ടില്ല. பார்க்கவில்லையா? കല്യാണത്തിന് പോയിട്ടുണ്ടോ? திருமணத்துக்கு வீட்டுக்கு போயிருப்பீங்களா? അവിടെ സ്റ്റേജിൽ 2 പേര് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? அந்த மேடையிலே 2 நபர்கள் நல்ல வஸ்திரங்களை போட்டு நிற்பதை பார்த்திருப்பீர்களா? അതിലൊരു സ്ത്രീയെ കണ്ടിട്ടുണ്ടോ? அதில் ஒரு സഹോദരിയെ பார்த்திருப்பீர்களா? അവളുടെ പേരാണ് മണവാട്ടി. അവളുടെ പേർதான் മണവാട്ടി. കണ്ടിട്ടുള്ളവർ ഒരു ഹല്ലേലൂയ പറഞ്ഞു. കണ്ടപ്പോ തന്നെ നമ്മൾ ഞെട്ടി. பார்த்த உடனே ஒரு ആശ്ചര്യം. ഇന്നലെ വൈകിട്ട് എന്റെ വീട്ടിൽ വന്നയാളല്ലല്ലോ ഈ നിൽക്കുന്നത്. നേറ്റ് സായങ്കാലം എൻ വീട്ടിൽ വന്ന നബർ അല്ലല്ലോ ഇങ്ങ ഇരുപ്പത്. ഇന്നലെ വന്നപ്പോ അവരുടെ മുഖത്ത് കറുത്ത പാടുണ്ടായിരുന്നു. നേറ്റ് വരുമ്പോൾ അവരുടെ മുഖത്തിൽ ഒരു കരിമ്പുള്ളി ഇരുന്നത്. ഇപ്പൊ അവൾ വെളുത്തു നിൽക്കുന്നു. ഇപ്പോൾ അവൾ നല്ല വെള്ളയായി ഇരിക്கிறாள். അയ്യോ, ഇവക്ക് ഈ കളർ അല്ല, ഇവൾക്ക് ഇന്ന കളർ അല്ല. പിന്നെങ്ങനെ അവൾ ഇത്രയും ബ്യൂട്ടിയായി? പിന്നെ എപ്പോഴും ഇവൾ അഴകായി ഇരിക്கிறாள். അവൾ ഒരുങ്ങി നിൽക്കുകയാണ്. അവൾ ആയത്തമായി അണിഞ്ഞു നിൽക്கிறாள். കുറച്ചു മണിക്കൂർ മുമ്പ് ഒരു ബ്യൂട്ടീഷ്യൻ അവളെ ഒരുക്കി. கொஞ்ச நேரங்களுக்கு முன்னே ஒரு பியூட்டிஷியன் அவளை ஆயத்தப்படுத்தினார். ഇവർക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇവങ്ങൾക്ക് എല്ലാവർക്കും പുരിகிறது. എനിക്കാണ് ചിരിക്ക്. നിങ്ങൾ ഇപ്പൊ പ്രതികരിച്ചു, ഇതാണ് എനിക്ക് ആവശ്യം. ഓ, നിങ്ങൾ ഇപ്പോഴും എനിക്ക് വെളിപ്പെടുത്തി, അതുതാണ് എനിക്ക് തേവ. മുഖക്കുരു കാണാനില്ല, அந்த മുഖപ്പരു കാണവിல்லை, കറുത്ത പാട് കാണാനില്ല, அந்த കരിമ്പുള്ളി കാണവിல்லை. എല്ലാം അവിടെ മറച്ചു, എല്ലാം അങ്ങ് മറക്കപ്പെട്ടു, എല്ലാം ക്ലിയർ ചെയ്തു, എല്ലാം ശരി പണിനാர்கள், ബ്യൂട്ടിഫുൾ ആക്കി, അഴകായി മാറ്റി. അതിന്റെ മറ്റൊരു പേരാണ് മഹത്വീകരിച്ചു. അതിന്റെ മറ്റൊരു പേരാണ് മഹിമപ്പെടുത്തിനാர்கள். നല്ല വസ്ത്രം ഇട്ടു, നല്ല വസ്ത്രങ്ങൾ പോട്ടാர்கள். അവളിലെ ഒരു വിരൂപതയും അപ്പോൾ തെളിഞ്ഞു വരില്ല. അവൾക്കുള്ള എന്ത കുറവും അങ്ങ് വെളിപ്പെടവിல்லை. എന്തിനാണ് നിന്നെ ഇങ്ങനെ ഒരുക്കിയത്? എதற்கு ഉന്നെ இப்படி ആയത്തം പണിനാர்கள்? ഈ വരുന്ന 1000 പേരുടെ മുമ്പിൽ നിൽക്കാനാണോ? இந்த வரக்கூடிய 1000 പേർക്ക് മുൻപിൽ നിൽപ്പதற்கா? അല്ല, இல்லை. എന്നെ ചേർക്കാൻ വരുന്ന മണവാളന്റെ മുമ്പിൽ നിൽക്കാം. എന്നെ ചേർക്കാൻ വരുന്ന മണവാളർക്ക് മുന്നിൽ നിൽക്കുമ്പടി, ഈ മണവാളന്റെ മുമ്പിൽ നിൽക്കാനാണോ നീ ഇത്ര ഒരുങ്ങിയത്? இந்த മണവാളർക്ക് മുൻപിൽ നിൽക്കുമ്പടി നീ ആയത്തമായി ഇരിക്കുകയാ? ദൈവത്തിന്റെ വചനം പറയുന്നു, ആണ്ടുടെ വാർത്ത ചൊല്ലുகிறது, മഹത്വത്തിന്റെ രാജാവ് വരുന്നു. മഹിമയുടെ രാജാവ് വരുகிறார். ക്ഷയം മാലിന്യം വാട്ടം ഇല്ലാത്ത സഭയെ ചേർക്കാം. അറൈ തിരൈ അറ്റ സഭയെ ചേർക്കുമ്പടി, അവിടെ കാലൊടിഞ്ഞതും കൈയൊടിഞ്ഞതും വീണ് കിടക്കുന്നതും ഒന്നും എടുക്കത്തില്ല. അങ്ങ് കാലൊടിഞ്ഞതും കൈയൊടിഞ്ഞതും വീണ് കിടപ്പതൊന്നും എളുപ്പി വരാതെ, എടുത്തോണ്ട് പോകത്തില്ല, എടുത്തുകൊണ്ട് പോക മാട്ടാർ. ഞങ്ങൾ 50 വർഷമായിട്ട് പെന്തക്കോസ്തിലുണ്ട്. ഞങ്ങൾ 50 ആണ്ടുകളാக പെന്തക്കോസ്തിൽ ഇരിக்கிறோம். നന്ദി. നന്ദി.
ഇതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. இதன் மூலமாய் அங்கே போக முடியாது. ഞങ്ങളാണ് ഇവിടെ ആദ്യം പള്ളിക്ക് വസ്തു കൊടുത്തത്. நாங்கள் தான் இங்கே முதலாவது ஆலயம் கட்ட இடம் கொடுத்தோம், வஸ்து கொடுத்தோம். ആ വസ്തുവും കെട്ടിപ്പിടിച്ചിരിക്കണം. அந்த வஸ்துவை கட்டி பிடித்துக் கொண்டு உட்காரு. അങ്ങനെ ചിരിക്കരുത്. அப்படி சிரிக்க கூடாது. ഞാൻ അവിടെ നിർത്തുന്നു. நான் இங்கே நிறுத்துகிறேன். മഹത്വത്തിന്റെ രാജാവ് വരുന്നത്, മഹിമയിൻ രാജാ വരുகிறது, മഹത്വീകരിക്കപ്പെട്ട് നിൽക്കുന്ന മണവാട്ടിയെ കരം പിടിക്കാനാണ്. മഹിമയോട് എതിർപാർത്തുக் കൊണ്ടിരിക്കുന്ന മണവാട്ടിയുടെ കരങ്ങളെ പിടിക്കുമ്പടി. നിങ്ങൾക്ക് എത്ര വർഷത്തെ സീനിയോറിറ്റി ഉണ്ടെന്നല്ല യേശു ചോദിക്കുന്നു. നിങ്ങൾ എത്ര ആണ്ടുകൾ സീനിയോറിറ്റി ഇരുപ്പതെന്ന് കേൾക്കവില്ലേ. നിങ്ങൾ എത്ര വർഷമായി പള്ളിയിൽ ഉണ്ടെന്നല്ല ചോദിക്കുന്നത്. നിങ്ങൾ എത്ര ആണ്ടുകൾ ആലയത്തിൽ ഇരിக்கிறீர்கள் എന്ന് കേൾക്കവില്ലേ. നിങ്ങളിൽ ക്ഷയവും മാലിന്യവും വാട്ടവും ഉണ്ടോ? ഉങ്ങളിൽ കറൈ തിരൈ ഉണ്ടാ? അതേ ഉള്ളു പാസ്റ്റർ. അതുതാൻ ഉണ്ട്. അതല്ലേ കണ്ടോണ്ടിരിക്കുന്നത്. അതുതാൻ പാർത്തിട്ട് இருக்கிறோம். ഇത്രയും ആരാധന നടന്നു, ഇവളവ് ആരാധന നടന്നത്, ഇത്രയും വചനം പറഞ്ഞു, ഇവളവും വസനം சொன்னோம். ഇതുവരെ ഒരു ഹല്ലേലൂയ പറയാത്ത വമ്പന്മാർ ഇതിനകത്തുണ്ട്. ഇതുവരെയും ഒരു ഹല്ലേലൂയ ചൊല്ലാതെ പ്രധാനികൾ ഇങ്ങനെ ഉണ്ട്. കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, കണ്ടുപിടിപ്പതൊക്കെ முடிந்தால், അവസാനത്തെ ദിവസം നമ്മൾ സമ്മാനം വരെ കൊടുക്കുമായിരുന്നു. കടൈസി നാൾക്കൾ അവங்களுக்கு നമുക്ക് ഒരു പരിസു വരയ്ക്കും കൊടുത്തിരിക്കും. അയാളോടും ചോദിക്കണം, അവരടുത്തും കേൾക്കണം, നീ എന്തിനായിരിക്കുന്നേ? നീ എതൊക്കെ ഇരിക്കറ? സ്വർഗ്ഗത്തിൽ പോകാൻ, പരലോകം പോക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ആരാധന മാത്രമേ ഉള്ളൂ. അങ്ങേ ആരാധന മട്ടുംതാൻ ഉണ്ട്. നിങ്ങളെ അങ്ങോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാനാ? ഉങ്ങളെ അങ്ങ കൊണ്ടുപോയി എന്നെ ചെയ്യ? അവർക്കും കൂടെ തലവേദന, അവർക്കും തലവലി. ഇവിടെ ഒരു ഹല്ലേലൂയ പറയാൻ കൈ ഉയരുന്നില്ല. ഇങ്ങ ഒരു ഹല്ലേലൂയ ചൊല്ല കൈ ഉയരല്ലേ. ചില കൈ ഉയരുന്നത് കണ്ടാലേ അറിയാം 8 ഒടിവും കൊണ്ടിരിക്കുക. ഓ, ചില കൈകൾ ഉയരുമ്പോൾ 8 തട ഒടിഞ്ഞതുപോലെ ഇരിക്കുന്നു. പാസ്റ്ററെ, ഞങ്ങൾ മടുത്ത് പാസ്റ്ററെ. ഓ പോതകരെ, എங்களுக்கு പോതുമാനതായി, ഞങ്ങൾ തളർന്നു പാസ്റ്റർ. ഞങ്ങൾ തളർന്നു പോതകരെ. അവരെ കൊണ്ടുപോകാനല്ല യേശു വരുന്നത്. അവരെ കൊണ്ടുപോകുന്നതിനാக യേശു വരവില്ലേ. ഒരു വിവാഹ ദിവസത്തിൽ ഒരു മണവാട്ടി ഒരുങ്ങി നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? ഒരു തിരുമണ നാളിലെ ഒരു മണവാട്ടി ആയത്തമായി നിൽപ്പதை பார்த்திருக்கிறீர்களா? അവൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? അവൾ നഗൈത്ത വണ്ണമായി നിൽപ്പதை பார்த்திருக்கிறீர்களா? അവൾ ജീവനോടെ നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? അവൾ ജീവനോടെ ഇരുപ്പதை பார்த்திருக்கிறீர்களா? അവൾ ക്ഷയമില്ല, മാലിന്യമില്ല, വാട്ടമില്ല. അവൾ കറൈ തിരൈ അറ്റവളായി നിൽക്കുകയാൾ. യേശുവിന്റെ രാജകീയത്വത്തെ അപമാനിക്കുമ്പോൾ, യേശുവിന്റെ രാജകീയത്തെ അവമാനപ്പെടുത്തുമ്പോൾ, ഇതാ ഒരു മനുഷ്യൻ പറയുന്നു, ഇതാ ഒരു മനുഷ്യൻ சொல்லுகிறார், എനിക്കൊരു സത്യം മനസ്സിലായി, എനിക്കൊരു സത്യം പുരിந்தது, നീ രാജാവാണ്, നീ രാജാ. ഈ ക്രൂശ് കൊണ്ട് നീ ഒതുങ്ങില്ല, இந்த சிலுவையோடு നീ അழிந்து പോക മാട്ടാய், ഈ മരണം കൊണ്ട് നീ இந்த അവസാനിക്കില്ല, മരണത്തോട് മുടിந்து പോക മാട്ടാய், നീ വരും, നീ വരുവാய். അപ്പോൾ அப்பொழுது എന്നെയും കൂടെ ഓർമ്മിക്കണം, എന്നെയും നിனைத்தருளுം. യേശു എന്താ പറഞ്ഞെന്നറിയോ? യേശു என்ன சொன்னார்? Today, ഇന്ന്, today, ഇന്ന് നീ എന്റെ കൂടെ ഇരി. നീ എന്നോട് കൂടെ ഇരുപ്പാ. എന്തുകൊണ്ടെന്നറിയോ? ഏൻ தெரியுமா? ഈ ക്രൂശിൽ ഞാൻ കിടക്കുമ്പോഴും, இந்த சிலுவையில் இருக்கும் பொழுதும், I am a king. அவர் ராஜாவாய் இருந்தார். കരമടിച്ച കർത്താവിനൊന്ന് മഹത്വം കരങ്ങളെ കൊടുക്കുക. തട്ടി அந்த ஆண்டவரை ഈ മഹിമപ്പെടുത്തണം. യേശുവിനെ ആരാധിക്കാൻ, ഈ യേശുവിനെ വിശ്വസിക്കാൻ, ഈ യേശുവിൽ ജീവിക്കാൻ இந்த കൃപ ലഭിച്ചതിനെ இந்த ഓർത്ത് இயேசுவை ஆராதிக்கும்படி, இயேசுவை துதிக்கும்படி ஆண்டவர் கிருபை தந்ததுக்காய் കരങ്ങളെ തട്ടി. ഇതിന്റെ പേര് കൃപയാണ്. ഇതിന്റെ പേര് കിരുബൈ. ഇത് നിനക്ക് തുറന്നു ലഭിച്ചത് കൃപയാണ്. ഇത് നിനക്ക് തുറന്ന് கிடைத்தது കിരുബൈ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു തന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. യേശു തന്റെ ആവിയെ ഒപ്പ് കൊടുക്കും പൊഴുത്, യേശു മരിച്ചപ്പോൾ, യേശു മരിച്ച പൊഴുത്, കല്ലറ തുറന്നു. കല്ലറ തിറക്കപ്പെട്ടത്. മരണത്തിന്റെ അടയാളം, മരണത്തിന്റെ അടയാളം കല്ലറ അടയുകയാണ്. കല്ലറ അടയുന്നത്. പക്ഷെ യേശു മരിച്ചപ്പോൾ, യേശു മരിച്ച പോത് കല്ലറ തുറന്നു. കല്ലറ തിറക്കപ്പെട്ടത്. യേശുവിനെ അവർ ക്രൂശിക്കാൻ കൊണ്ടുപോയ സ്ഥലം, യേശുവെ സിലുവയിൽ അറയുമ്പടി കൊണ്ടുപോകുന്ന ഇടം, തലയോടിടം എന്ന അർത്ഥമുള്ള ഗോൽഗോഥ. തലയോടുകൾ ഉള്ളതാണ് കപാലസ്ഥലം എன்கிறான അർത്ഥമുള്ളതാണ് കൊൽക്കത്ത. ബൈബിളിൽ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ബൈബിൾ അപ്പടിதான் എഴുതപ്പെട്ടിരിക്കുന്നത്. അതിന് കാൽവരി എന്ന് മറ്റൊരു പേരുണ്ട്. അതിന് കൽവാരി എന്ന് ഇന്നൊരു പേരുണ്ട്. അതിന്റെ വേറൊരു പേരാണ് തലയോടിന്റെ ആകൃതിയിലുള്ള സ്ഥലം. അതിന്റെ ഇന്നൊരു പേരാണ് കപാലസ്ഥലം. The place of skull, തലയോടിന്റെ സ്ഥലം. അതിന്റെ പേരാണ് കപാലസ്ഥലം. മരണത്തിന്റെ ഈറ്റില്ലം, the valley of the death, മരണത്തിന്റെ താഴ്വര. മരണത്തിന്റെ പള്ളത്താക്ക്.
മരണം ജയിച്ച സ്ഥലം, മരണത്തെ വെറ്റിപെറ്റ ഇടം, മരണം വാഴുന്ന സ്ഥലം, മരണം വാഴുகிற ഇടം, അതേ സ്ഥലത്തേക്ക് அந்த இடத்துக்கு അവർ യേശുവിനെ കൊണ്ടുവന്നു. அவர் இயேசுவை கொண்டு வந்தார்கள். ഒരു ചരിത്രം ഇങ്ങനെ പഠിപ്പിക്കുന്നു. ഒരു வரலாறு இப்படி പഠിപ്പിக்கிறது. ഈ തലയോടിന്റെ ആകൃതിയിലുള്ള തലയോടിടം എന്ന് പറയുന്ന ഗൊൽഗോഥ, இந்த கபால ஸ்தலம் என்று சொல்லக்கூடியதான அந்த கொல்கோதா என்கிற இடம், ഇതിന്റെ ചരിത്രകാരന്മാർ ചരിത്രത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പഠനം ഇങ്ങനെയാണ്. ഇതിൽ வரலாற்று புருஷர்கள் வரலாற்றில் எழுதப்பட்ட வார்த்தைப்படி ആദാമിന്റെ തലയോട് സംസ്കരിച്ച സ്ഥലമാണ് ഇത് എന്നൊരു ചരിത്ര പഠനം ഉണ്ട്. ആദാമുடைய തലയോടുകൾ അടക്കം பண்ணப்பட்டதான ഒരു ഇടം എന്ന് சொல்லி ഒരു ചരിത്രമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാമിന്റെ തലയോടിനെ മൂടിയിട്ടിരിക്കുന്ന സ്ഥലം, முதல் மனிதனாகிய ஆதாமுடைய தலையை மூடி போட்டிருக்கிற இடம், ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ, தேவன் மனுஷனை சிருஷ்டிக்கும் பொழுது, ഉൽപ്പത്തി 1 ഞാൻ വരികയാണ്. ആദ്യാഗമം 1-ാം അധികാരത്തിൽ வருகிறது. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ, தேவன் மனுஷனை சிருஷ்டிக்கும் பொழுது ദൈവത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു അറിയോ? தேவனுடைய வாஞ்சை என்ன தெரியுமா? മനുഷ്യൻ മരിക്കരുത്. மனுஷன் மரிக்க கூடாது. ഉൽപ്പത്തി പുസ്തകം 1-2 വായിച്ചാലേ ഈ സത്യം മനസ്സിലാവും. ആദ്യാഗമം 1-2 വാർത്തകൾ വാസിക്കുമ്പോൾ இந்த வார்த்தை புரிந்து கொள்ளும். ഉൽപ്പത്തി 1 ഒന്നാമത്തെ പേപ്പർ അല്ലേ? ഓ, ആദ്യാഗമം 1 முதலாவது പേപ്പർ അല്ലവാ? ഈ ഒന്നാമത്തെ പേജിന്റെ സത്യം നിനക്ക് മനസ്സിലായാൽ, இந்த முதலாவது பேப்பருடைய உண்மை உனக்கு புரிந்தால், എന്നാ മാത്രമേ ബൈബിൾ മനസ്സിലാവൂ. ஆனால் மட்டும்தான் உனக்கு பைபிள் புரிந்து கொள்ள முடியும். പലരുടെയും ബൈബിളിലെ ഒന്നാമത്തെ പേപ്പർ ഇല്ല. പല നബറുடைய ബൈബിളിലും முதலாவது പേജേ கிடையாது. ഇപ്പൊ ചിലർ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. இப்போதான் சிலர் பார்க்கிறார்கள். ഇല്ല, കീറിപ്പോയി. இல்ல, கிழிந்தது. ഇത് മനസ്സിലായില്ലേ? இது புரியலையா? നിങ്ങൾക്ക് വേദപുസ്തകം മനസ്സിലാകത്തില്ല. உங்களுக்கு பைபிள் உங்களுக்கு புரியாது. ഒരു ഹല്ലേലൂയ പറഞ്ഞു. ஒரு அல்லேலூயா சொல்லுங்க. 1-2 റെവലേഷൻ പറയട്ടെ. 1-2 வெளிப்படுத்தல் சொல்லட்டுமா? മെസ്സേജ് അല്ല, റെവലേഷൻ. இது ஒரு செய்தி அல்ல, ஒரு வெளிப்படுத்தல். മെസ്സേജ് ഇൻഫർമേഷൻ ആണ്. செய்தி என்று சொல்லுகிறது ஒரு இன்ஃபர்மேஷன், ஒரு அறிவிப்பு. റെവലേഷൻ വരുന്നത് ഉയരത്തിൽ നിന്നാണ്. ஒரு வெளிப்படுத்தல் வருகிறது ഉന്നതങ്ങളിൽ ഇருந்து. അതുകൊണ്ടാണ് പൗലോസ് എപ്പോഴും എഴുതുന്നത് മനുഷ്യനീന്നല്ല, മനുഷ്യനാനുമല്ല, ദൈവത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ஆகவே அப்போஸ்தலனாகிய பவுல் அடிக்கடி சொல்ல, மனுஷனிலிருந்துமல்ல, மனுஷனாலுமல்ல, தேவனிடத்திலிருந்து எழுதுகிறார். ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ, தேவன் மனுஷனை சிருஷ்டிக்கும் பொழுது, ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം, தேவனுடைய மிகப்பெரிய வாஞ்சை, ഞാൻ സൃഷ്ടിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടിയായ മനുഷ്യൻ മരിക്കരുത്. நான் சிருஷ்டிக்கப்பட்டதான் மிக பிரதானமான மனுஷன் மரணமடைய கூடாது. മരണം ദൈവം മനുഷ്യന് കൊടുത്തതല്ല, ആദാം തിരഞ്ഞെടുത്തതാണ്. மரணம் மனுஷனுக்கு தேவன் கொடுத்ததல்ல, ஆதாமால் தெரிந்து கொள்ளப்பட்டது. വീട്ടിൽ പോയി ബൈബിൾ വായിക്കണേ. വീട്ടിൽ പോയി ബൈബിൾ വാസിയുங்கள். ആരൊക്കെ ഇതിനകത്തുണ്ട്? അതുകൊണ്ടാണ് ഞാൻ ഈ റെവലേഷൻ തുറക്കുന്നത്. யாரெல்லாமோ இதற்குள்ள இருக்கிறீர்கள், ஆகவே தான் இந்த வெளிப்படுத்தலை நான் சொல்லுகிறேன். അല്ലെങ്കിൽ ഇത് പിടികിട്ടത്തില്ല. அல்லாவிட்டால் உங்களுக்கு புரியாது. ദൈവം ആദാമിന് മുമ്പിൽ 2 കാര്യമേ വെച്ചുള്ളൂ. தேவன் ஆதாமுக்கு முன்பாக 2 காரியங்கள் வைத்தார். ഒന്നുകിൽ മരണം, ஒன்றுகள் மரணம், അല്ലെങ്കിൽ ജീവൻ. அல்லாவிட்டால் ஜீவன். ഇതിനപ്പുറത്ത് ദൈവം ഒന്നും സംസാരിച്ചില്ല. இது அப்புறம் வேற ஒன்றும் பேசவில்லை. ഇന്ന് രാത്രിയും இன்று இரவிலும் ഈ ദേശത്തിന് മുമ്പിൽ, இந்த தேசத்தின் முன்பாக സർവശക്തനായ ദൈവം சர்வ வல்லமையுள்ள தேவன் 2 കാര്യങ്ങൾ വയ്ക്കുന്നു. 2 காரியங்களை வைக்கிறார். ഒന്നുകിൽ മരണം, ஒன்றுகள் மரணம், അല്ലെങ്കിൽ ജീവൻ. இல்லாவிட்டால் ஜீவன். തിരഞ്ഞെടുപ്പ് നിന്റേതാണ്. நீங்கள் தான் தெரிந்து கொள்ள வேண்டும். ദൈവം മനുഷ്യന്റെ മുമ്പിൽ தேவன் மனுஷனுக்கு முன்பாக 2 കാര്യങ്ങൾ വെച്ചു. 2 காரியங்களை வைத்தார். മരണമോ ജീവനോ. மரணமோ ஜீவனோ. ചോയ്സ് ഈസ് യുവേഴ്സ്. நீங்கள் தான் தெரிந்து கொள்ள வேண்டும். എന്റെ ദൈവം സൃഷ്ടിച്ചത് റോബോട്ടുകളെ അല്ല. என் ஆண்டவர் சிருஷ்டித்தது ராபோட்டுகளே அல்ல. എല്ലാം സെറ്റ് ചെയ്ത് വെച്ച ഒരു റോബോട്ടിനെ അല്ല. எல்லாம் செட் பண்ணி வைத்ததால் ராபோட்டுகளே அல்ல. ചിന്തിക്കാനും, சிந்திப்பதற்கும், തീരുമാനമെടുക്കാനും, தீர்மானம் எடுக்க, പ്രവർത്തിക്കാനും, கிரியை செய்ய, വിശ്വസിക്കാനും விசுவாசிக்கும்படி കഴിവുള്ള കഴിവുള്ളാன മനുഷ്യനെയാണ്. മനുഷ്യனை. മനുഷ്യൻ ഇത്രയും വിലയുണ്ടെന്ന് തെളിയിച്ച വേറൊരു ദൈവമില്ല. மனுஷனுக்கு இவ்வளவு பெரிய விலை உண்டு என்று சொல்லி வெளிப்படுத்தின வேற ஒரு தேவன் இல்லை. ദൈവം ആദാമിനോട് സംസാരിച്ചത്, தேவன் ஆபிரகாமிடத்தில் பேசினது, നീ ഭൂമിയിൽ മരിക്കണമെന്നല്ല, നീ ഭൂമിയിൽ വാഴണമെന്നാണ്. நீ பூமியிலே மரணமடைய வேண்டும் என்றல்ல, நீ பூமியை ஆண்டு கொள்ள வேண்டும். ദൈവത്തിന്റെ ശബ്ദം, தேவனுடைய சத்தம் മരണമല്ല, மரணமில்லை, ഭരണമാണ്. ஓ ஆட்சி.
ചേർന്ന് ഹല്ലേലൂയ പറ. சேர்ந்தலே சொல்லுவோம். പക്ഷേ ஆனால் ദൈവം പറഞ്ഞതിനെ അനുസരിക്കാൻ ഒന്നാമത്തെ മനുഷ്യന് കഴിഞ്ഞില്ല. தேவன் சொன்னதை கீழ்ப்படிய முதலாவது மனுஷனுக்கு முடியவில்லை. പിശാച് അവരെ ചതിച്ചു. சாத்தான் அவனை வஞ்சித்தான். പിശാചിന് ഞാൻ വിളിക്കുന്ന പേര് കള്ളൻ എന്നാണ്. சாத்தானை நான் விളിக்கிறதான பெயர் திருடன். നിങ്ങൾ എന്താണ് വിളിക്കുന്നത്? நீங்கள் என்ன என்று கூப்பிடுவீங்க? കാരണം അവൻ ഒരുപാട് ഓമന പേരുകൾ കൊടുത്തത് സഭയാണ്. അവനുക്ക് അനേക വിധമായ ചെല്ല പേരുകൾ പോട്ടത് സഭയാണ്. ചിലർ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് പിശാച് തുടങ്ങും. ചിലർ ജപിക്കാൻ ആരംഭിക്കുമ്പോഴേ പിശാസും ആരംഭിപ്പാർ. 10 മിനിറ്റുള്ള പ്രാർത്ഥനയിൽ 15 പ്രാവശ്യം പിശാച് എന്ന് പറയും. 10 നിമിഷം ജപിക്കുമ്പോൾ 15 തടവ പിശാസെ சொல்லுவார்கள். 2 പ്രാവശ്യം യേശു എന്ന് പറഞ്ഞാൽ കൊള്ളാം. 2 തടവയാത് യേശു എന്ന് சொன்னால் നല്ലത്. പിശാച് കള്ളനാണ്. പിശാസ് തിരുടൻ. ഒന്ന് പറയാമോ? ഒന്ന് சொல்லுங்க. അയ്യോ, അവരുടെ ഏതോ പ്രിയപ്പെട്ട കുടുംബക്കാരെ ഞാൻ എന്തോ അപവാദം പറഞ്ഞു. അവരുടെ കുടുംബ നബറുകളെ ഞാൻ ഏതോ சொன்னது പോലെ നമുക്ക് ഇപ്പോ തന്നെ പോകാം. നമുക്ക് ഇപ്പോ പോകலாம். പിശാച് കള്ളനാണ്. പിശാസ് തിരുടൻ. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ சொல்லாவிட்டால் நான் சொல்லிக்கொண்டே இருப்பேன். അവനിൽ എന്തുണ്ടെങ്കിലും, അവർ என்ன இருந்தாலும், അവനിൽ ഒരിക്കലും ഇല്ലാത്തൊരു കാര്യമുണ്ട്. അവനുக்கு ഒരുപാട് ഇല്ലാത്ത ഒരു കാര്യം. യേശു പറഞ്ഞു, യേശു சொன்னார், അവനിൽ സത്യമില്ല, അവനുக்குள்ள ഉണ്மை இல்லை. അവനിൽ സത്യമില്ല, അവനുക്കുള്ള ഉണ്மை இல்லை. സത്യം ഉള്ളിടത്ത് അവന് നിലനിൽപ്പില്ല. ഉണ്மை ഉള്ളതാന ഇടത്തിൽ അവനുക്ക് ഒരു നിലനിൽപ്പ് ഇല്ല. ഈ വചനം വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും അതിന്റെ പ്രവൃത്തി അനുഭവിക്കുകയും ചെയ്യുന്ന പാസ്റ്ററാണ് ഞാൻ. இந்த கிரியைகளை அனுபவிக்கவும் അത് வாழ்க்கையில അനുഭവിക്കുകയും ചെയ്തതാണ് ഒരു போதகர்தான் நான். നിന്റെ കുടുംബത്തിൽ പിശാച് ഇറങ്ങി പോകണമെങ്കിൽ, ഉன்னுடைய കുടുംബത്തിൽ இருக்கிற സാത്താൻ வெளியே போக வேண்டுமானால், കൃപാവര പ്രാപ്തനെ വീടിനകത്ത് കയറ്റണം. கிருபையின் வரமுள்ளதான ஊழியக்காரரை வீட்டுக்குள்ள அழைக்க வேண்டும். അല്ല, இல்லை, നിന്റെ വീട്ടിൽ നിന്ന് പിശാച് ഇറങ്ങി പോകണമെങ്കിൽ, വീട്ടുக்குள்ள இருக்க பிசாசு வெளியே போக வேண்டுமானால், നിന്റെ വീടിനകത്ത് സത്യം പ്രവേശിക്കണം. വീട്ടുக்குள்ள உண்மை வாசம் பண்ண வேண்டும். നിന്റെ ശരീരത്തിൽ നിന്ന് പൈശാചിക മണ്ഡലങ്ങൾ ഇറങ്ങി പോകണമെങ്കിൽ, ഉൻ ശരീരത്തിലേക്ക് പിശാച് ക്രിയകൾ അഴിയ വേണ്ടുമാനാൽ, നിന്റെ വിശ്വാസത്തിനകത്ത് സത്യം തുറക്കണം. ഉൻ വിശ്വാസത്തിലുള്ള ഉണ്மை இருக்க வேண்டும். സത്യമുള്ളിടത്ത് അവന് നിലനിൽപ്പില്ല. ഉണ്மை உள்ளதான இடத்தில் அவனுக்கு நிலைநிற்க முடியாது. നിന്റെ കുടുംബത്തിൽ കാപട്യം നിലനിൽക്കുകയാണോ? ഉன்னுடைய കുടുംബങ്ങളിലെ അക്രമം നിലനിൽക്കുന്നതാ? എത്ര പ്രാർത്ഥിച്ചിട്ടും വിടുതലില്ല. എவ்வளவு ஜெபித்த பிற்பாடு மாற்றம் இல்லை. ഇനി തമിഴ്നാട്ടിൽ വിളിക്കാൻ ഒരു പാസ്റ്ററും ഇല്ല. ഇനി തമിഴ്നാട്ടിലിருந்து கூப்பிடுவதற்கு ഒരു போதகரும் இல்லை. അവർ വരുമ്പം ബന്ധനം അഴിക്കും. അവർ வருவார்கள், கட்டுகளை அழிப்பார்கள். അവർ തമിഴ്നാട് വിടുന്നതിന് മുമ്പ് ബന്ധനം തിരിച്ചു വരും. அவர்கள் தமிழ்நாடு விட்டு போறதற்கு முன்னாடி கட்டுகள் மறுபடியும் வரும். ഇനി ആരെങ്കിലും ഉണ്ടോ പാസ്റ്റർ? ഇനി ആരാவது ഉണ്ടോ പോதகரே? എന്റെ സഭാ പാസ്റ്ററിന് കൃപയില്ല. என்னுடைய போதகருக்கு கிருபை வரமில்லை. എന്റെ സഭാ പാസ്റ്ററിന് ശക്തിയില്ല. என்னுடைய சபை போதகருக்கு வல்லமை இல்லை. ഇനി എവിടെങ്കിലും ഉണ്ടോ? ഇനി എங்கேயாவது ഉണ്ടോ? തെരഞ്ഞു നടക്കുന്ന ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? തേടി നടക്കുന്ന ആരാவது ഇങ്ങ വന്നിരിപ്പീர்களா? ഇന്ന് രാത്രിയെങ്കിലും ഒന്ന് മാനസാന്തരപ്പെടുക. ഇன்று இரவாவது ഒന്ന് മനം തിരുമ്പ്. ഞാൻ നിങ്ങളൊരു സത്യം പറയട്ടെ. ഞാൻ உங்களுக்கு ഒരു ഉണ്மை சொல்லட்டுமா? നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ താക്കോൽ ദൈവം കൊടുത്തിരിക്കുന്ന ആരുടെ കയ്യിലെന്നറിയോ? ഉங்கள் ആശീർവാദത്തിന്റെ തിറവുകൾ ആരുടെ കയ്യിൽ കൊടുത്തിരിக்கிறார் தெரியுமா? നിങ്ങളുടെ ചർച്ചിന് ദൈവം തന്നിരിക്കുന്ന നിങ്ങളുടെ സഭാപിതാവിന്റെ കയ്യിലാണ്. ഉங்க സഭയിലെ ആണ്ടവർ തന്നിരിക്കുന്ന ഉங்கள் സഭയുടെ പോദകരുടെ കയ്യിലെ കൊടുത്തിരിக்கிறார். നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ കീ നിങ്ങളുടെ ആത്മീക പിതാവിന്റെ കയ്യിലാണ്. ഉங்கள் ആശീർവാദത്തിന്റെ തിറവുകൾ ഉங்கள் ആവിക്കുரிய തകപ്പന്റെ കയ്യിലെ. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട, നിങ്ങളെ ഓർത്തൊന്ന് സന്തോഷിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹം തുറക്കും. ഉങ്ങളെ നിരത്തി ജപിക്ക ഉങ്ങളെ നിരത്തി സന്തോഷപ്പെട്ടാലേ പോതും. പക്ഷെ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇല്ല, നമുക്ക് സന്തോഷം എടുക്കാൻ முடியுமில்லை. നമുക്ക് സെക്രട്ടറിയുടെ മുഖം വരുമ്പോഴേ നമുക്ക് ഭയമാണ്. നമുക്ക് അത് செயலாளருடைய മുഖത്തെ பார்த்தாலே ഒരു ഭയം. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ ഒരു കമ്മിറ്റി കാണും. இந்த கன்வென்ஷன் முடியும் போது கமிட்டி இருக்கும். അത് ഓർക്കുമ്പോഴേ പാസ്റ്ററിന് പേടിയാണ്. அதை நினைக்கும்போதே அவருக்கு ஒரு பயம். ഞാൻ അവിടെ അനുഭവിക്കുന്ന കാര്യങ്ങളായോണ്ട് പറഞ്ഞു, ഇവിടെ എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. அங்க எங்க தேசத்துல நடக்கிறதான காரியங்களை சொல்லி எங்க எப்படின்னு தெரியாது. ചിലത് ഇപ്പോഴേ എല്ലാം ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. சிலர் இப்பொழுதே எல்லாமே லோட் பண்ணி வைத்திருக்கிறார்கள். അരവിന്ദ് പാസ്റ്റർ എങ്ങനെ നിന്നു? அரவிந்த் போதகர் எப்படி நின்றார்? കമ്മിറ്റിയിൽ അടിക്കാൻ വേണ്ടി. കമ്മിറ്റിയിൽ சொல்லும்படி. അവന്റെ വിധിയാണ്. അത് അവനുடைய വിധി. അവൻ ഞെട്ടി. അവൻ ആശ്ചര്യപ്പെട്ടാൻ. ദൈവം, ഞാൻ ഇന്നലെ ലോഡ് ചെയ്ത് വെച്ചതാണ്. നേറ്റേക്ക് ഞാൻ അത് ചെന്നച്ചു വെച്ചേ. നിനക്ക് ശരിയായി കൂടെ? ഉനക്കൊണ്ട് ശരിയാക കൂടാതാ? നിങ്ങളെ ഓർക്കുമ്പോൾ പാസ്റ്റർമാർക്ക് സന്തോഷം ഉണ്ടാകണം. ഉങ്ങളെ നനയ്ക്കുമ്പോഴേ പോദകർക്ക് ഒരു സന്തോഷം വര വേണ്ടും.
അല്ലാതെ അവര് പറയരുത് അയ്യോ ഓർമ്മിപ്പിക്കല്ലേ. அவர்கள் சொல்லக்கூடாது ஐயோ நீங்கள் நினைவுபடுத்தாதீங்க. നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടണോ? உங்களுக்கு ஆசீர்வாதம் அடைய வேண்டும். കുറുക്കു വഴിയില്ല, அது குறுகிய பாதை இல்லை, നേരായ ഒരു വഴിയുണ്ട്. நேரான ஒரு பாதை உண்டு. ദൈവത്തെയും ദൈവം അയച്ചവരെയും ബഹുമാനിക്കുക. ஆண்டவரையும் அவரால் அனுப்பப்பட்ட ஊழியர்களை கனம் பண்ணுங்கள். കരമടിച്ച് കർത്താവിനെ സ്തുതിക്കുക. കരങ്ങളെ തട്ടി കർത്താവിനെ സ്തുതിക്കുക. നിങ്ങളെ നയിക്കാൻ ദൈവം വച്ചേക്കുന്ന നിങ്ങളുടെ ആത്മീക പിതാവിനെയും മാതാവിനെയും അനുസരിക്കുക, ബഹുമാനിക്കുക. അവർക്കെന്നും ഒരു സന്തോഷമായിരിക്കുക. உங்களை ஆளுகை செய்யும்படி உங்களுக்காய் கொடுக்கப்பட்ட ஆவிக்குரிய தகப்பனை தாயையும் நீங்கள் கனம் பண்ணுங்கள், அவரை மகிமைப்படுத்துங்கள். ദൈവം മനുഷ്യനിൽ ആഗ്രഹിച്ചത് അവൻ വീഴണമെന്നല്ല, അവൻ വാഴണമെന്നാണ്. தேவன் மனுஷன் விரும்பின காரியம் அவன் வீழ்ந்து போகும்படி அல்ல, அவன் வாழ்ந்து காட்ட வேண்டும். എന്നാൽ മനുഷ്യൻ ദൈവം പറഞ്ഞതിനെ അനുസരിക്കാൻ കഴിഞ്ഞില്ല. ஆனால் மனுஷனுக்கோ ஆண்டவர் சொன்னதான காரியங்களை கீழ்ப்படிய முடியவில்லை. പിശാച് വന്നൊരു കള്ളം പറഞ്ഞു. சாத்தான் வந்து ஒரு பொய் சொல்லுகிறான். ഹവ്വ, ஏவாள், ഇവിടെ എവിടെയെങ്കിലും ഒരു ഫലം, ഇവിടെ ഇരിക്കുന്ന എല്ലാ ഫലവും നിങ്ങൾക്ക് ഭക്ഷിക്കാമോ? இங்க இருக்கிற எல்லா கனிகளையும் உங்களுக்கு புசிக்கலாமா? ഈ ഒരു ചോദ്യം മാത്രമേ ഇട്ടുള്ളൂ. இந்த ஒரு கேள்வி மட்டும் தான் கேட்டார். എല്ലാ ആൻസറും അവൾ പറഞ്ഞു കൊടുത്തു. எல்லா பதிலும் அவள் சொன்னாள். അപ്പൊ പിശാച് പറഞ്ഞു, அப்பொழுது சாத்தான் சொன்னான், ആ ഫലം നിങ്ങൾ കഴിച്ചാൽ, அந்த விருட்சத்தின் கனியை புசித்தால் നിങ്ങൾ ദൈവത്തെ പോലാ, நீங்கள் தேவர்களைப் போல ஆவீர்கள். എന്നിട്ട് ഇയാള് പോയി. இவர் போயினார். ഇപ്പൊ ടെൻഷൻ ആർക്കാന്നറിയോ? இப்ப யாருக்கு டென்ஷன்? പിശാചിനല്ല, சாத்தானுக்கு அல்ல, ഹവ്വയ്ക്കാ. ஏவாளுக்கு. അതല്ലേ ചിലര് പറയുന്നത്. அதானே சிலர் சொல்லுவார்கள். ആ വാക്ക് കേട്ടതിനു ശേഷം, அந்த வார்த்தையை கேட்ட பிற்பாடு എനിക്ക് ഉറക്കമില്ല, எனக்கு தூக்கம் இல்ல போதகரே. പക്ഷെ പറഞ്ഞവൾ കൂർക്കം വലിച്ചുറങ്ങുന്നുണ്ട്. ஆனா சொன்னவள் நல்ல கொரட்டை போட்டு தூங்குகிறாள். പറഞ്ഞേച്ച് പാമ്പ് പോയി, சொல்லிவிட்டு சாத்தான் பாம்பு போனது. ഇപ്പൊ ടെൻഷൻ ഹവ്വയ്ക്കാണ്. இப்பொழுது ஏவாளுக்கு டென்ஷன். കഴിക്കണോ വേണ്ടയോ? புசிக்க வேண்டுமா புசிக்க வேண்டாமா? അവൾ അറിഞ്ഞില്ല ഇവൻ പറഞ്ഞതൊരു വലിയ കള്ളമാണ്. அவர்களுக்கு தெரியாது இவன் சொன்னது மிகப்பெரிய ஒரு பொய். ദൈവം എന്താണ് ആദാമിനോട് പറഞ്ഞത്? தேவன் எதை பற்றி ஆதாமிடத்தில் சொன்னார்? നിങ്ങൾ എന്നെ പോലെയാണ്, நீங்கள் என்னை போல மாறுவீர்கள். എന്റെ സാദൃശ്യവും സ്വരൂപമായാലും ഞാൻ നിങ്ങളെ ധരിപ്പിച്ചു. என்னுடைய சாദൃശ്യத்தின்படி സ്വരൂപത്തിன்பടി நான் உருவாக்கினேன். പിശാച് എന്താണ് പറഞ്ഞത്? சாத்தான் என்ன சொன்னான்? ഇത് കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ, இதை புசித்தால் நீங்கள் தேவர்களைப் போல் மாறுவீர்கள். പിശാച് കള്ളനാണ്. பிசாசு திருடன். അവൻ ആദ്യം മുതലേ കുലപാതകനാണ്. அவன் ஆதி காலம் முதலே கொலைபாதகன். അവന് കൊല്ലാനേ അറിയാവൂ, ജീവിപ്പിക്കാൻ അറിയില്ല. அவனை கொலை செய்யதான் தெரியும், அவன் ஜீவன் கொடுக்க தெரியாது. യേശു പറഞ്ഞു അവൻ ആദി മുതലേ. യേശു சொன்னான் அவன் ஆதி முதல். ആദാം മുതൽ എന്നല്ല, ஆதா முதல் அல்ல, ആദി മുതൽ. ஆதி முதல். Before the Adam, ஆதாமுக்கு முன்னே he is a murderer. அவர் ஒரு கொலைகாரன். അവൻ എന്ത് കൊടുത്താലും அவன் என்ன கொடுத்தாலும் നശിപ്പിച്ചു കളയും. அழித்து போடுவான். അവന് കൊല്ലാനേ അറിയാം. அவனை கொலை செய்ய എന്നാൽ தெரியும். യേശു പറഞ്ഞു, ஆனா இயேசு சொன்னார், ഞാൻ വന്നിരിക്കുന്നത് நான் வந்திருப்பது ജീവൻ നൽകാനാണ്. ஜீவன் கொடுக்கும்படி. പിശാച് കൊന്നതിനെ சாத்தான் அழித்ததை கொண்டு ജീവിപ്പിക്കാൻ. ஜீவனை கொடுக்கும்படி. പിശാച് ഒരു മർഡറർ ആണെങ്കിൽ, ஓ சாத்தான் வந்தான் என்றால் യേശു ഒരു ലൈഫ് ഗീവർ ആണ്. இயேசு ஒரு உண்மையான ஜீவன். ഇന്ന് ഈ ദേശത്തോട് ഞാൻ സംസാരിക്കുന്നു. இன்று இந்த தேசத்தை பார்த்து பேசுகிறேன். പിശാച് നിന്നെ കൊന്നു, சாத்தான் உன்னை அழித்தார். പാപപ്രവർത്തികൾ നിന്നെ നശിപ്പിച്ചു, பாவ கிரிகள் உன்னை அழித்ததா? മദ്യപാനം നിന്നെ ഇല്ലാതാക്കിയോ, மதுபானம் உன்னை அழித்து போடுகிறதா? വ്യഭിചാരം നിന്റെ ജീവിതം തകർത്തു, விபச்சாரம் உன் வாழ்க்கையை அழித்ததா? നിന്നെ ജീവിപ്പിക്കുന്ന ജീവദാതാവായ ക്രിസ്തു ഇവിടെ വെളിപ്പെടുകയാണ്. உன்னை உயிரோடு வைக்கக்கூடிய தாதாவாகிய இயேசு வெளிப்பட்டிருக்கிறார். ഹല്ലേലൂയ. ஹல்லேலூயா. പിശാച് അവരെ ചതിച്ചു, சாத்தான் அவர்கள் வஞ்சித்தான். ദൈവം അവരെ ധരിപ്പിച്ച തേജസ് നഷ്ടപ്പെട്ടു. தேவன் அவர்களுக்கு உடுப்பித்ததான தேஜஸ் நஷ்டப்பட்டு போனது. ഞാൻ അവിടെ നിന്നെല്ലാം അടുത്തതിലേക്ക് വരിക. நான் அங்கிருந்தெல்லாம் அடுத்த பகுதி வருகிறேன். ദൈവം പറഞ്ഞു, தேவன் சொன்னார், എപ്പോൾ ആദാം അനുസരണക്കേട് കാണിച്ചോ, எப்பொழுது ஆதாம் கீழ்ப்படியாமையினால் மாறினானோ, അതിന് ബൈബിൾ വിളിച്ച പേരാണ് മരണം. அதற்கு பைபிள் கூப்பிட்ட பேர்தான் மரணம். ബൈബിൾ പറയുന്ന മരണം എന്താണെന്നറിയോ? பைபிள் சொல்லுகிற மரணம் என்ன தெரியுமா? എന്റെ ബോഡിയിൽ നിന്ന് ശ്വാസം പോകുന്നതല്ല, என்னுடைய சரீரத்திலிருந்து ஜீவன் போகிறதல்ல, എന്നെയും ദൈവത്തെ ഒന്നാക്കി മാറ്റിയിരിക്കുന്ന മഹത്വം എന്നെ വിട്ടു പോകുന്നതാണ്. என்னையும் என்னுடைய ஆண்டவரை சேர்த்திருக்கிறதான மகிமை என்னை விட்டு போகிறதுதான். നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ ഞാൻ പറയാം. உங்களுக்கு புரிகிற மொழியிலே சொல்லுகிறேன். ബൈബിളിന്റെ ഭാഷയിലെ മരണം എന്തെന്നറിയോ? பைபிளுடைய மொழியிலே மரணம் என்ன தெரியுமா? ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടുന്നതാണ്. எனக்கும் உள்ளதான அந்த தொடர்பு நஷ்டப்படும் பொழுது,
യേശു പറഞ്ഞ ഉപമയിൽ ഒരു വാക്കുണ്ട്. യേശു சொன்னதான ஒரு வார்த்தை உண்டு. മടങ്ങി വന്ന മകനെ നോക്കി അപ്പൻ പറഞ്ഞു, திரும்பி வந்த மகனை பார்த்து தகப்பன் சொல்லுகிறார், എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു. என்னுடைய மகன் மரித்து போனவனாயிருந்தான். എന്താണ് അതിന്റെ അർത്ഥം? அதனுடைய பொருள் என்ன? അയാൾ 6 അടി മണ്ണിനകത്ത് പോയെന്നല്ല, அவன் 6 അടി മണ്ണുக்குள்ள പോனവനല്ല, ശവക്കോട്ട തുറന്നു വന്നെന്നല്ല, അവൻ പ്രേതക്കല്ലനെ തുറന്നു വന്നവനല്ല. ഞാനുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. എന്നமாக உள்ளதான ஐக்கியம் துண்டிக்கப்பட்டது. അപ്പനിന്ന് പോയി, അപ്പനിൽ നിന്ന് പോയി, അപ്പന്റെ ഭവനത്തിൽ നിന്ന് പോയി, വീട്ടെ വിട്ടു പോനാ, അപ്പന്റെ ബന്ധത്തിൽ നിന്ന് പോയി, തുടർബை വിട്ടു പോനാ. ദൈവിക ബന്ധത്തിൽ നിന്ന് നീ അടരുമ്പോൾ നിന്നിൽ മരണം പ്രവേശിച്ചു കഴിഞ്ഞു. തുടർബை വിട്ട് പോകുമ്പോൾ കർത്തരുടെ തുടർബை വിട്ടു വിടുവായി. ഇന്നു രാത്രി അങ്ങനെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ഇരവ് അപ്പടി വാളുകൾ ആരാவது ഉണ്ടോ? എങ്കിൽ റോമാലേഖനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ റോമാ നിരൂപം നമ്മെ പഠിപ്പിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നു. റോമർക്ക് നിരൂപം 8-ാം അധ്യായം ചൊല്ലുகிறது. മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്തിൽ നിന്ന്, മരണത്തിൻ പാപത്തിൻ ന്യായ പ്രമാണത്തിനാലെ യേശു ക്രിസ്തു മുഖാന്തരം, യേശു ക്രിസ്തു മൂലമായി ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണത്തിലേക്ക്, ജീവനും ആവിയുടെ പ്രമാണത്തിലേക്ക് ദൈവം നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ദൈവം നിങ്ങളെ സ്വതന്ത്രരാக മാറ്റിനാർ. ഈ വചനത്തെ ഇന്ന് രാത്രി സ്വീകരിക്കുക. இந்த வசனத்தை இந்த இரவு ஏற்றுக்கொள்ளுங்கள். എന്റെ ശരീരത്തിൽ, എന്റെ ഭവനത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ തലമുറയിൽ, എന്റെ ആത്മീക ജീവിതത്തിൽ, என்னுடைய வாழ்க்கையிலே, என் குடும்பத்திலே, சரீரத்திலே, ஆவிக்கிற வாழ்க்கையிலே മരണത്തിന്റെ പ്രമാണമല്ല, മരണത്തിന്റെ പ്രമാണമല്ല, പാപത്തിന്റെ പ്രമാണമല്ല, പാപത്തിന്റെ പ്രമാണമല്ല. 2024 വർഷങ്ങൾക്ക് മുൻപ്, 2024 ആണ്ടുകൾക്ക് മുൻപ് കാൽവരിയിൽ യേശുവിന്റെ മരണത്തോടുകൂടി, കൽവാരിയിൽ യേശു ക്രിസ്തു മരണത്തോട് മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണം റദ്ദാക്കപ്പെട്ടു. മരണത്തിന്റെ പാപത്തിന്റെ പ്രമാണം ബ്ലോക്ക് ചെയ്യപ്പെട്ടത്. വിശ്വസിക്കുന്ന എന്റെ മേൽ, വിശ്വസിക്കുന്നവർ നമ്മുടെ മേൽ ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം സ്വീകരിക്കപ്പെട്ടു. പ്രമാണം വളർന്നു വരുகிறது. കരമടിച്ചു സ്വീകരിക്കും. കരങ്ങളെ തട്ടി ഏറ്റുകൊള്ളുക. ഒരിക്കലും ആദാം മരിക്കരുത് ദൈവം ആഗ്രഹിച്ചു. ഒരുപോതും ആദാം മരണിക്ക കൂടാതെ ദേവൻ വിരുമ്പിനാർ. എന്നാൽ ആദാം മരിച്ചു. ஆனால் ആദാം മരിത്താർ. ആദാമിന്റെ ശരീരം, ആദാമിന്റെ ശരീരം, അവന്റെ അസ്ഥി, അവന്റെ എലുമ്പ് കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ് ഗോൽഗോഥ എന്ന് പഠിപ്പിക്കുന്നു. പുതയ്ക്കപ്പെട്ടതാണ് ഒരു ഇടം താൻ ഗോൽഗോഥ എന്ന് வரலாறு சொல்லுகிறது. ഒന്നാം മനുഷ്യനായ ആദാം, முதல் മനുഷ്യനായ ആദാം മരണത്താൽ പരാജയപ്പെട്ടു, മരണത്താൽ തോറ്റുപോനാർ, ജഡത്താൽ പരാജയപ്പെട്ടു, മാംസത്തിൽ തോറ്റുപോനാർ, പാപത്താൽ പരാജയപ്പെട്ടു, പാപത്തിൽ തോറ്റുപോനാർ, അനുസരണക്കേടിനാൽ പരാജയപ്പെട്ടു. തോറ്റുപോനാർ. പരാജയപ്പെട്ട ഒന്നാമത്തെ ആദാമിനെ കുഴിച്ചിട്ട സ്ഥലത്ത്, തോറ്റുപോന முதலாவது ആദാമെ കുഴിച്ചുപോട്ട ഇടത്തിലെ, ഇതിനെയെല്ലാം ജയിക്കുന്ന ഒടുക്കത്തെ ആദാമായി ക്രിസ്തു വരികയാണ്. എല്ലാം മേற்கொள்ளக்கூடிய கடைசி ஆதாமாக இயேசு வெளிப்படுகிறார். ഒന്നാം മനുഷ്യനായ ആദാമിനെ മുൻനിർത്തി മരണം ജയം ആഘോഷിച്ച മണ്ണിൽ, முதலாம் மனுஷனாகிய ஆதாமை குழித்து போட்டதான இடத்திலே മരണത്തെ വെற்றிകരമായി നിൽക്കുന്നതാണ് இந்த മണ്ണിലെ. ആദാമിനെ തീർത്തതുപോലെ നിന്നെയും തീർക്കുമെന്ന് പറഞ്ഞു. ആദാമை തീർത്തതുപോലെ ഉന്നെ തീർപ്പേൻ എന്ന് சொல்லி, ആദാമിന്റെ അസ്ഥികൾ ഈ മണ്ണിനകത്തുണ്ടെങ്കിൽ നിന്റെയും അസ്ഥി ഈ മണ്ണിനകത്ത് വീഴുമെന്ന് വെല്ലുവിളിച്ചു. ആദാമുടെ എലുമ്പുകൾ இந்த മണ്ണുக்குள்ள இருக்கும் என்று சொன்னால் உன்னுடைய அஸ்திகள் இந்த மண்ணுக்குள்ள போகும் என்று சவால் விட்ட இடத்திலே ക്രൂശും ചുമന്നുകൊണ്ട് യേശു ഗോൽഗോഥായിലേക്ക് കയറുകയാണ്. സിലുവയെ സുമന്നുകൊണ്ട് യേശു കൽവാരിയിൽ ഗോൽഗോഥാവിലേക്ക് നേരെ വരികയാണ്. ആദാമിന്റെ അസ്ഥികൾ മൂടിയിട്ടിരിക്കുന്ന ഗോൽഗോഥായുടെ മുകളിൽ, ആദാമിന്റെ അസ്ഥികൾ അത് എലുമ്പുകൾ മൂടപ്പെട്ട இந்த ഗോൽഗോഥാവിലെ ഒടുക്കത്തെ ആദാമായ ക്രിസ്തു ചുമന്ന ക്രൂശിനെ അവർ സ്ഥാപിച്ചു. കടൈസി ആദാമാകിയ യേശു ക്രിസ്തു സുമന്ന സിലുവയെ നട്ടാர்கள். ആ മരണത്തിന്റെ വെല്ലുവിളിയുടെ സ്ഥലത്ത് ആ ക്രൂശ് സ്ഥാപിക്കപ്പെട്ടു. മരണത്തിന് സവാലാണ് ഇടത്തിലെ அந்த സിലുവയെ നട്ടാர்கள். പാപം ആദാമിനെ തോൽപ്പിച്ചു. പാപം ആദാമെ തോറ്റത്. മരണം ആദാമിനെ തോൽപ്പിച്ചു. മരണം ആദാമെ തോൽപ്പിച്ചു. ശാപം ആദാമിനെ തോൽപ്പിച്ചു. ശാപം ആദാമെ തോൽപ്പിച്ചത്. ഇതാ അതേ ആദാമിന്റെ തലയ്ക്ക് മീതെ, ഇതോ அந்த ആദാമിന്റെ തലയ്ക്ക് മേലെ ഒരു ക്രൂശ് ആഴ്ന്നിറങ്ങുകയാണ്. ഒരു സിലുവ നടപ്പെടുகிறது. അതിന്റെ മുകളിൽ ഒടുക്കത്തെ ആദാമായ ക്രിസ്തു നിൽക്കുകയാണ്. കടൈസി ആദാമാകിയ യേശു ക്രിസ്തു മേലെ, ആ മണ്ണിന് കീഴിൽ, அந்த മണ്ണിന് കീഴെ അനുസരണക്കേടിന്റെ അടയാളമായ ആദാം, കീഴ്പ്പടിയാമയുടെ അടയാളമായ ആദാം, ആ മണ്ണിന് മുകളിൽ, அந்த മണ്ണിന് മേലെ അനുസരണത്തിന്റെ അടയാളമായ യേശു, അടയാളമായ യേശു. നിങ്ങൾ ഇത് കാണുന്നുണ്ടോ? നിങ്ങൾ ഇത് പാർக்கிறீர்களா? ഞാൻ പറയുന്ന സുവിശേഷം കാണുന്നുണ്ടോ? ഞാൻ சொல்லுகிற സുവിശേഷം പാർக்கிறீர்களா? എങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിടുതലാണ്. ஆனால் இந்த வார்த்தை கேட்கும்போது உங்களுக்கு விடுதலை. ആരോ പറയുന്നു, யாரோ சொல்லுகிறார்கள், ഈ മണ്ണിൽ നീ തീരും, இந்த മണ്ണിൽ നീ അழிந்து പോ, ഈ ചരിത്രത്തിൽ നീ അവസാനിക്കും, இந்த வரலாற்றில் முடிந்து போவாய், ഈ ഗോൽഗോഥ കൊണ്ട് നീ അവസാനിക്കും, இந்த கொல்கத்தாவில் முடிந்து போவாய். ഒന്നാം മനുഷ്യൻ അവസാനിച്ചെടുത്ത് ഒടുക്കത്തെ ആദാമും മരിക്കും. முதல் மனிதன் அடக்கம் பண்ணப்பட்ட இடத்திலே கடைசியாக ஆதாமும் அடக்கம் பண்ணப்படுவான். ഈ ക്രൂശ് അതിന്റെ
അതിന്റെ അടയാളമാണ്. இந்த சிலுவை அதற்கு ஒரு அடையாளம். ആ ക്രൂശ് അവിടെ സ്ഥാപിക്കപ്പെട്ടു. அந்த சிலுவை அங்க ஸ்தாபிக்கப்பட்டது. അതിൽ യേശു കയറി. அதில் இயேசு ஏறினார். യേശു മരണം അനുഭവിച്ചു. இயேசு மரணத்தை ஏற்றுக்கொண்டார். അവൻ ജീവനെ ദൈവകരങ്ങളിൽ കൊടുത്തു. அவர் ஜீவனை தேவனுடைய கரத்தில் ஒப்பு கொடுத்தார். അപ്പോൾ ഞാൻ ഒരു അത്ഭുതം കണ്ടു. அப்பொழுது ஒரு அற்புதத்தை பார்த்து കല്ലറയുടെ വാതിൽ തുറന്നുപോയി. கல்லறை வாசல் திறக்கப்பட்டது. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, அப்பொழுது கர்த்தர் எடுத்து சொன்னார், ഈ ഗോൽഗോദായിൽ അടിച്ച ക്രൂശ് ഉണ്ടല്ലോ, இந்த கொல்கத்தாவில் நாட்டப்பட்ட சிலுவை ഉണ്ടല്ലവാ, ഇതെല്ലാവർക്കും മരണത്തിന്റെ ക്രൂശാ. ഇത് എല്ലാവർക്കും മരണത്തിന്റെ സിലുവൈ. പക്ഷേ അരവിന്ദേ, ഇത് മരണത്തിന്റെ ലോക്കിനെ തുറക്കുന്ന ഒരു കീയാണ്. ഇത് മരണത്തിന്റെ ലോക്കை തുറക്കുന്ന ഒരു തിറവുകോൽ. കരമടിച്ചു കർത്താവിനെ സ്തുതിക്ക്. കരമടിച്ചു കർത്താവിനെ സ്തുതിക്ക്. തട്ടി കർത്തരെ തുതിപ്പോം. ആ ക്രൂശ് ആഴ്ന്നിറങ്ങിയപ്പോൾ அந்த சிலுவை ആഴമായി പതിക്കപ്പെട്ടപ്പോൾ മരണം പരാജയപ്പെടുകയാണ്. മരണം തോറ്റുപോയത്. പഴയ നിയമത്തിൽ പഴയ ഏർപ്പാട്ടിലെ ഒരു മനുഷ്യൻ തന്റെ നിര്യാണ കാലം അടുത്തു എന്ന് മനസ്സിലായപ്പോൾ, ഒരു മനുഷ്യനുക്ക് തന്റെ മരണകാലം നെരുങ്ങുമ്പോൾ പേര് ജോസഫ്, അവരുടെ പേര് ജോസഫ്, അടക്ക ശുശ്രൂഷയെ കുറിച്ചല്ല സംസാരിച്ചത്. അടക്ക ആരാധനയെ പറ്റി சொல்லவில்லை. തന്റെ ജനത്തെ വിളിച്ചു, അവരുടെ ജനങ്ങളെ കൂപ്പിട്ടാർ, വേണ്ടപ്പെട്ടവരെ വിളിച്ചു, അവരുടെ കൂട്ടുകാരെ അழைத்தார். ഫ്യൂണറിനെ കുറിച്ചല്ല സംസാരിച്ചത്. മരണത്തെ പറ്റി പേശவில்லை. നിങ്ങൾ പുറപ്പെടും, നിങ്ങൾ പുറപ്പെട്ടു വരുവീர்கள். തന്റെ നിര്യാണ കാലം അടുത്തു എന്ന് മനസ്സിലായി. അവരുടെ മരണകാലം നെരുങ്ങുമ്പോൾ അദ്ദേഹം ഇസ്രായേലിനോട് പ്രവചിച്ചു. ഇസ്രായേലിനെ பார்த்து தீர்க்கதரிசனமாய் சொல்கிறார். അടക്ക ശുശ്രൂഷയെ കുറിച്ചല്ല, അടക്കാരാധനയെ പറ്റിയല്ല, പുറപ്പാടിന്റെ ശുശ്രൂഷയെ കുറിച്ച്. നിങ്ങൾ പുറപ്പെട്ടു പോയ പ്രയാണത്തെ പറ്റി சொல்லுகிறார். ഇന്ന് രാത്രി എന്റെ സുവിശേഷം, ഇന്ന് ഇരവയുടെ സുവിശേഷം നിങ്ങളുടെ അടക്കമല്ല, നിങ്ങളുടെ അടക്കമല്ല, സഭയുടെ പുനരുത്ഥാനമാണ്, സഭയുടെ മറുമലർച്ച. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. കരങ്ങൾ തട്ടി കർത്തരെ തുതിக்கலாம். സമയം നമ്മുടെ കൈവിട്ടു പോയിരിക്കുന്നു. സമയം നേരെ നമ്മെ വിട്ടു പോகிறது. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ சொல்லுகிறேன். ജോസഫ് പറഞ്ഞു, യോസേഫ് சொன்னார், ഞാൻ മരിക്കും, ഞാൻ മരിച്ചു പോവേൻ, പക്ഷേ എന്റെ അസ്ഥികൾ, എന്റെ എലുമ്പുകൾ ഈ രാജ്യത്തിൽ ഇടരുത്. இந்த ദേശത്തിൽ ഇരിക്കുക. ഈ ഭൂമിയിൽ ജനിച്ചു ജീവിച്ചു മരിക്കുന്ന ഒരു മനുഷ്യൻ ഏറ്റവും നല്ല അടക്കം കിട്ടുന്ന സ്ഥലമാണ് ഈജിപ്ത്. എഗിപ്ത് ദേശം എന്ന് പറയുന്ന ഭൂമിയിലെ പിറന്ന് വളർന്ന് നല്ല ഒരു അടക്കാരന് കിടക്കുന്ന ഒരു ദേശമാണ് എഗിപ്ത്. കാലഘട്ടങ്ങൾക്ക് മുമ്പ് ജനിച്ച് ജീവിച്ചും ഭരിച്ചും മരിച്ച ഫറവോമാരുടെ ശരീരം ഇന്നും കേടുകൂടാതെ പിറന്ന് വളർന്ന് ആட்சி ചെയ്ത് മരിച്ചതാണ് അനേക പാർവോന്മാരുടെ ശരീരങ്ങൾ അടക്കം എണ്ണപ്പെട്ട പിരമിഡുകൾ ഇരുപ്പതാണ് ഈജിപ്ത്. ആ പിരമിഡുകൾ നിങ്ങൾ തുറന്നു നോക്കിയാൽ, அந்த പിരമിഡുകൾ നിങ്ങൾ തുറന്നു பார்த்தால் ഇപ്പോഴും ആ ശരീരം ചുക്കിച്ചുളിഞ്ഞു കിടപ്പുണ്ട്. ഇപ്പോഴും அந்த ശരീരം വാടി കാണപ്പെടുகிறது. നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞു, എത്ര നൂറ്റാണ്ടുകൾ പൊഴിഞ്ഞു പോയി, നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞു, എത്ര നൂറ്റാണ്ടുകൾ മാറി, എന്നാലും ആ ഫറവോയുടെ ശരീരം ചുക്കിച്ചുളിഞ്ഞു കിടപ്പുണ്ട്. ആനാലും அந்த ഫറവോന്മാരുടെ ശരീരങ്ങൾ ഉലർത്തപ്പെട്ടതായി കാണപ്പെടുகிறது. ഈ വലിയ അനുഭവങ്ങളുള്ള ഈജിപ്തിനെയാണ് മോശ വേണ്ടെന്ന് വെച്ചത്. இந்த பெரிய அனுபவமுள்ள எகிப்தை பற்றி தான் மோசே வேண்டாம் என்று சொன்னார். மோசே அது வேണ്ടെന്ന് പറഞ്ഞു. மோசே அது வேண்டாம் என்று சொன்னார். കാരണം അയാൾക്ക് ഒരു വെളിപ്പാടുണ്ടായിരുന്നു. അവർക്ക് ഒരു വെളിപ്പെടുത്തൽ ഇരുന്നത്. ഞാൻ മർരൂബ മലയുടെ മുകളിൽ, മർരൂബ മലയ്ക്ക് മേലെ ചുക്കിച്ചുളിഞ്ഞവനായി വരുമെന്നല്ല, ഉലർന്നവനായി കാണപ്പെടുവാനല്ല, കാലങ്ങൾക്കപ്പുറമായി യേശു രൂപാന്തരപ്പെടുമ്പോൾ, യേശു മർരൂബമാക്കപ്പെട്ടപ്പോൾ, അവൻ മഹത്വീകരിക്കപ്പെട്ട മോശ വരികയാണ്. അവൻ മഹിമയാക്കപ്പെട്ട മോശ വെളിപ്പെടുகிறார். നിങ്ങൾ ഒരു അടക്ക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇരിക്കുകയാണോ? നിങ്ങൾ ഒരു അടക്ക ആരാധനയ്ക്കായി ഇരിக்கிறீர்களா? അത് ഒരു പുനരുത്ഥാനത്തിന് വേണ്ടി, അത് ഒരു മർരൂപമായി മാറും. ജോസഫ് പറഞ്ഞു, യോസേഫ് சொன்னார், ഈ പിരമിഡുകൾക്ക് എന്നെ വിട്ടുകൊടുക്കരുത്, இந்த பிரமிடுகளுக்கு என்ன ஒப்புக்கொடுக்க கூடாது, നിങ്ങൾ ഇവിടുന്ന് പോകും, നിങ്ങൾ ഇങ്ങോട്ട് പോവീர்கள், ഈ അടിമത്തം അഴിയും, എന്റെ അടിമത്തനം ഈ മരണം മാറും, இந்த மரணம் மாறும், ഈ രാജ്യം വിടും, இந்த தேசம் விடுவீர்கள், ഈ അധികാരം തകരും, இந்த அதிகாரம் விட்டு പോകും, ഈ രാജാവ് വീഴും, இந்த ராஜா விழுவார், ഈ ഫറവോനെ നിങ്ങൾ ഇനി കാണുകയില്ല, இந்த பார்வோனை இனி பார்க்க மாட்டீர்கள், നിങ്ങൾ പുറപ്പെടും, நீங்கள் പുറപ്പെട്ടു പോവീர்கள். നിങ്ങൾ പുറപ്പെടുമ്പോൾ, നിങ്ങൾ പുറപ്പെടും பொழுது എന്റെ അസ്ഥികളും കൂടെ എടുക്കണം, என்னுடைய എലുമ്പുകളെ കൂടെ കൊണ്ടുപോക வேண்டும். 3 മിനിറ്റും കൂടെ നിമിടങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. കവനിയുങ്ങൾ. ജോസഫ് മരിച്ചു, യോസേഫ് മരിത്താൻ, ഇസ്രായേൽ പുറപ്പെട്ടു. ഇസ്രായേൽ പുറപ്പെട്ടാர்கள். അവർ പുറപ്പെടുമ്പോൾ, മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ, വനാന്തരത്തിൽ കൂടെ പ്രയാണം ചെയ്യും பொழுது, മരുഭൂമിയിൽ 2 ചിത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വനാന്തരത്തിൽ 2 പടങ്ങൾ മിക മുഖ്യമാനവൈ. ഒന്ന് ദൈവത്തിന്റെ പെട്ടകം, ദേവന്റെ പെട്ടി ചുമക്കുന്ന പുരോഹിതന്മാർ, ചുമക്കുന്ന ആസാര്യர்கள். 2 ജോസഫിന്റെ അസ്ഥികൾ വച്ചിരിക്കുന്ന പെട്ടകം ചുമക്കുന്ന മറ്റൊരു ഗ്രൂപ്പ്. യോസേഫുടെ എലുമ്പുകൂടുകളെ വച്ചിരിക്കുന്നതാണ് പെട്ടകത്തെ ചുമക്കുന്ന ഇനൊരു കൂട്ടം. മരുഭൂമിയിൽ ഇവർ നടക്കുമ്പോൾ, വനാന്തരത്തിൽ കൂടെ നടക്കുമ്പോൾ 2 പെട്ടി ചുമക്കുമായിരുന്നു. 2 പെട്ടികളെ ചുമக்கிறார்கள். ഒന്ന് ദൈവതേജസ് ഇറങ്ങുന്ന ദൈവത്തിന്റെ പെട്ടകം, ഒന്ന് ദേവന്റെ മഹിമ ഇറങ്ങുന്ന ദേവന്റെ പെട്ടി. 2 ജോസഫിന്റെ അസ്ഥികൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മരണത്തിന്റെ പെട്ടകം. രണ്ടാമത് യോസേഫുടെ എലുമ്പുകളെ വച്ചിരിക്കുന്ന
இருக்கிறதான அந்த பெட்டி വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് அதை വിവരിக்க நேரமில்லாதது ഒറ്റ സെന്റൻസ് കൊണ്ട് ஒரு നിർത്തുന്നു. வார்த்தையில் சொல்லுகிறேன். ഒരു കൂട്ടർ ചുമക്കുന്നത് ஒரு கூட்டம் சுமப்பது മഹത്വം, மகிமை, ഒരു കൂട്ടർ ചുമക്കുന്നത് ஒரு கூட்டம் சுமப்பது മരണം. மரணம். ഈ രണ്ട് കൂട്ടരെ നോക്കി നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? இந்த ரெண்டு கூட்டத்தாரை பார்த்து உங்களுக்கு என்ன சொல்ல முடியும்? ദൈവത്തിനൊന്ന് പറയാനുണ്ട്. தேவனுக்கு ஒன்று சொல்ல முடியும். ഒരു ദിവസം, ஒரு நாள் ഈ മഹത്വം, இந்த மகிமை ഈ മരണത്തെ പിടിച്ചടക്കും. இந்த மரணத்தை பிடித்தடக்கும். ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങും. அவன் சத்துருக்கள் மரணங்கள் நீங்கும். നിങ്ങൾ ഈ സുവിശേഷം വിശ്വസിക്കുന്നുണ്ടോ? நீங்கள் இந்த சுவிசேஷத்தை விசுவாசிக்கிறீர்களா? ഹേ മരണമേ, ஓ மரணமே, നിന്റെ ജയം എവിടെയെന്ന് உள்ள ചോദിക്കും. பாதாளம் எங்கே? മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി, മരണത്തിന് അധികാരിയായ സാത്താനെ തന്റെ മരണത്താൽ നീക്കി, മരണഭയത്തിലിരുന്നവരെ അവൻ വിടുവിക്കുമെന്നല്ല, വിടുവിച്ചു. മരണഭയത്തിലിരുന്നവരെ അവർ വിടുവിപ്പാർ എന്നല്ല, വിടുവിത്താർ. അതൊന്നുകൂടെ പറഞ്ഞ പാസ്റ്ററേ. അവരുടെ മരണത്തിലിരുന്നവരെ വിടുവിപ്പാർ എന്നല്ല, അവർ വിടുവിത്താർ എന്ന്. വണ്ടർഫുൾ. വിടുവിത്താർ. വചനം നന്നായി മനസ്സിലാക്കുക. വചനം നന്നായി പുരിந்து കൊള്ളുங்கள். ഒരു മനുഷ്യൻ പറഞ്ഞു, ഒരു മനുഷ്യൻ சொல்லுகிறார், എന്റെ അസ്ഥികൾ ഇവിടെ വിടരുത്, என்னுடைய எலும்புகள் இங்கே வைக்க கூடாது, വാഗ്ദത്ത നാട്ടിൽ കൊണ്ടടക്കണം, வாக்குத்தத்த தேசத்தில் கொண்டு அடக்கம் பண்ண வேண்டும். ജോസഫേ, யோசேப்பே, നീ എന്തോ ഒരു വെളിപ്പാട് കണ്ടില്ലേ? നീ ഏതോ ഒരു വെളിപ്പെടുത്തൽ பார்த்தாய். ഇത്രയും നല്ല അടക്കം കിട്ടുന്ന ഈജിപ്തിന് നിന്റെ അസ്ഥി വാഗ്ദത്ത ദേശത്ത് കൊണ്ടിടണമെന്ന് പറഞ്ഞാൽ, നല്ല അടക്കം கிடைக்கிற எகிப்து தேசத்தை விட்டு வாக்குத்தத்த தேசத்தில் கொண்டு அடக்கம் பண்ண, നിനക്ക് വെളിപ്പെട്ട വെളിപ്പാടെന്താ? உனக்கு வெளிப்பட்டு கிடைத்தது വെളിപ്പെടുത്തൽ. ജോസഫ് കണ്ട വെളിപ്പാടെന്താണെന്നറിയോ? യോസേഫ് കണ്ടതാണ് വെളിപ്പെടുത്തൽ. വാഗ്ദത്ത ദേശത്ത് മസിഹ വരും. വാഗ്ദത്ത ദേശത്തിലെ മെസ്സിയ വരുവാൻ. മഷിഹ വരുമ്പോൾ, മെസ്സിയ വരുമ്പോൾ, മഷിഹ തന്റെ പ്രാണൻ കൊടുക്കുമ്പോൾ, മെസ്സിയ തന്റെ പ്രാണനെ ജീവനെ കൊടുക്കുമ്പോൾ, മഷിഹ തന്റെ പ്രാണനെ കൊടുക്കുമ്പോൾ, മെസ്സിയ തന്റെ ജീവനെ കൊടുക്കുമ്പോൾ കല്ലറകൾ തുറക്കും. കല്ലറകൾ തുറക്കപ്പെടും. അടുത്ത വചനം പറയുന്നു, അടുത്ത വാർത്ത சொல்லுகிறது, വിശുദ്ധന്മാർ ഉയർത്തു. പരിശുദ്ധവാന്കൾ ഉയരോടെ എഴുമ്പുവാர்கள். അങ്ങനെ ഉയർപ്പ് നടക്കുമ്പോൾ, அப்படி ஒரு உயிர்த்தெழுதல் நடக்கும் பொழுது, അതിലൊരു വിശുദ്ധനായി എനിക്ക് മാറണം. അതിൽ ഒരു പരിശുദ്ധവാനായി ഞാൻ മാറ வேண்டும். ഒരുമിച്ച് ദൈവസഭയിൽ എഴുന്നേൽക്കാം. ഒരുമിച്ച് ദൈവത്തിന്റെ സമുദ്രത്തിൽ എഴുന്നേൽക്കാം. ഇത് മരണം തോറ്റതല്ല, ഇത് മരണത്തിൽ തോറ്റതല്ല, മരണത്തെ തോൽപ്പിച്ചതാണ്. ഇത് മരണം തോൽപ്പിച്ചതല്ല, മരണത്തെ തോൽപ്പിച്ചത്. കല്ലറകൾ തുറന്നു, കല്ലറകൾ തുറക്കപ്പെട്ടത്, വിശുദ്ധന്മാർ ഉയർത്തു, പരിശുദ്ധവാന്കൾ ഉയരോടെ എഴുമ്പിനാர்கள். ചരിത്രം പറയുന്നു, வரலாறு சொல்லுகிறது, അതിൽ ജോസഫിന്റെ കല്ലറയും തുറന്നു എന്നാണ്. അത് യോസേഫിന്റെ കല്ലറയും തുറക്കപ്പെട്ടത് എന്ന്. അടുത്ത വചനം പറയുന്നു, അടുത്ത വാർത്ത சொல்லுகிறது, യേശുവിന്റെ പുനരുത്ഥാനത്തിങ്കൽ, യേശുവിന്റെ മറുരൂപമാക്കപ്പെട്ട നേരത്തിൽ ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാർ, ഉയരോടെ എഴുമ്പപ്പെട്ട പരിശുദ്ധവാന്കൾ പട്ടണങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. പട്ടണങ്ങളിലെ വെളിച്ചപ്പെട്ടാர்கள். പലർക്കും പ്രത്യക്ഷമായി, അനേകർക്ക് പ്രത്യക്ഷമാനാர்கள். ഇത് മരണം കൊണ്ട് തീരുന്നതല്ല, ഇത് മരണത്തോട് മുടിகிறதல்ல. ഈ ലോകത്തിന്റെ അവസാനത്തെ വാക്ക്, இந்த உலகத்தின் கடைசி வார்த்தை. ഈ തൊട്ടടുത്ത 5 വീട്ടിൽ നിങ്ങൾ പോയി ചോദിക്കേ. இந்த பக்கத்தில் இருக்க 5 வீடுகள் போய் கேளுங்கள். അപ്പുറത്തെ 5 വീട്ടിൽ പോയി ചോദിക്കേ. அந்த பக்கம் 5 வீடுகளை போய் கேளுங்கள். നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തെ വാക്കെന്താ? உங்கள் வாழ்க்கை கடைசி வார்த்தை என்ன? ഭിക്ഷക്കാരൻ മുതൽ കോടീശ്വരൻ വരെ പറയും, பிச்சைக்காரர்கள் முதல் கோடீஸ்வரர்கள் சொல்லுவார்கள், എന്റെ ജീവിതത്തിന്റെ അവസാനത്തെ വാക്കാണ് മരണം. என் வாழ்க்கை கடைசி வார்த்தை மரணம். എന്നാൽ ക്രിസ്തുവിനോട് കൂടെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവത്തിന്റെ മകനോട് ചോദിക്കേ. கிறிஸ்துவுக்காக வாழ்ந்தவரோடு கூட உயிர்த்தெழுந்த தேவ பிள்ளையை பார்த்து கேளுங்க, നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെ വാക്ക് എന്താണ്? നമ്മുടെ வாழ்க்கைയുടെ കடைசி വാർത്ത என்ன? ഞങ്ങൾ ചങ്കൂറ്റത്തോടെ പറയും, ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തെ വാക്കാണ് മഹത്വം. நாங்கள் வைராக்கியமாய் சொல்லுவேன், வாழ்க்கை கடைசி மூச்சு மகிமை. ഞങ്ങൾ മരണത്തിൽ നിന്ന് മരണത്തിലേക്കല്ല, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്കാണ്. நாங்கள் മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് നേരാக അല്ല, മഹിമയിൽ നിന്ന് മഹിമയ്ക്ക് നേരാக. ആരാധിക്കുവാൻ അഭിഷക്തന്മാർ വേഗം തയ്യാറാകുക. ആരാധിക്കുവാൻ ദേവ പിള്ളകൾ ഈ ആയത്തമാകുക. രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുന്നു. இந்த இரவு பரிசுத்த ஆவியானவர் உங்களை தொடுகிறார். രോഗങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല, വ്യാധികൾക്ക് ഇങ്ങ ഇടമിல்லை. മരണകരമായ വ്യാധികൾ അഴിയട്ടെ, മരണക്കട്ടുകൾ അഴിവதாக. മരണത്തിന്റെ ആത്മാവ് നിന്റെ കുടുംബത്തിൽ നിന്ന് അഴിയട്ടെ, മരണത്തിന്റെ ആവിയുടെ കുടുംബത്തെ വിട്ട് അഴിയട്டும். പാപത്തിന്റെ പ്രമാണങ്ങളെ യേശുവിന്റെ നാമത്തിൽ റദ്ദാക്കുന്നു. പാപ പ്രമാണങ്ങൾ യേശുവിന്റെ നാമത്തിൽ കടിഞ്ഞുകൊള്ളുகிறேன். മരിക്കണം മരിക്കണം മരിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ മേൽ ജീവൻ പ്രവഹിക്കട്ടെ. മരിക്ക വേണ്ടും എന്ന് ചിന്തിക്കുന്നതാണ് ഉണ്ണു ശരീരത്തിലെ ദേവന്റെ ജീവൻ വെളിപ്പെടുവதாக. അഭിഷേകമുണ്ട്, പ്രാർത്ഥനയുണ്ട്, അന്യഭാഷയുണ്ട്. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ ആദ്യം പറയുന്നത് എനിക്ക് മരിച്ചാ മതി. അഭിഷേകമുണ്ട്, ആരാധനമുണ്ട്. ആരാ ഒരു പ്രശ്നം വരുമ്പോൾ നീ சொல்லுகிற എനിക്ക് മരിച്ചാൽ പോതും. അത് ദൈവത്തിന്റെ മനുഷ്യന്റെ ശബ്ദമല്ല, അത് ദേവ പിള്ളയുടെ ശബ്ദമല്ല. അഭിഷേകത്തോടെ പറ, എനിക്ക് ആ പ്രശ്നത്തിൽ മരിക്കണ്ട, എനിക്ക് ആ പ്രശ്നത്തെ വാഴണം. എനിക്കത് അഭിഷേകത്തോടെ ചൊല്ല,
அந்த பிரச்சனையில் எனக்கு மறிக்க வேண்டாம், அந்த பிரச்சனை நடுவில் நான் வாழ வேண்டும். എന്റെ അകത്ത് വ്യാപരിക്കുന്നത് മരണത്തിന്റെ ആത്മാവല്ല, எனக்குள்ள கிரியை செய்வது மரணத்துடைய ஆவி அல்ல. മടിച്ചു കരമടിച്ച് സന്തോഷമായി കാര്യങ്ങളെ തട്ടി എന്റെ അകത്ത് വ്യാപരിക്കുന്നത് ജീവന്റെ പ്രമാണമാണ്. எனக்குள்ள கிரியை செய்யும் ஜீவனுடைய வார்த்தை എന്റെ മേൽ വ്യാപരിക്കുന്നത് ഒരു പുനരുത്ഥാനമാണ്. எனக்குள்ள கிரியை செய்கிற ஒரு மறுரூபமாக்கப்பட்ட എന്റെ മേൽ വ്യാപരിക്കുന്നത് മരണയാത്മാവല്ല, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പരിശുദ്ധാത്മാവ്. எனக்குள்ள வாழ்ந்து கொண்டிருக்கிற மரணத்தின் ஆவி அல்ல, எனக்குள்ள மறுரூபமாக்கப்பட்ட இயேசு கிறிஸ்துவின் ஆவி. കരമടിച്ചു കർത്താവിനെ സ്തുതിക്കുമോ? தட்டி கர்த்தரை துதிப்போ. കരമടിച്ചു കർത്താവിനെ സ്തുതിക്കൂ. தட்டி கர்த்தரை துதிப்போ. ഒരു പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ஒரு மறுரூபமாக்கப்பட்ட வல்லமை வெளிப்படட்டும். ഒരു പുനരുത്ഥാന ശക്തി വ്യാപരിക്കട്ടെ. உயிர்த்தெழுதல் வல்லமை வெளிப்படட்டும். മരണത്തിന്റെ അധികാരങ്ങൾ ഉടയട്ടെ. மரணத்தின் அதிகாரங்கள் அழியட்டும். മരണത്തിന്റെ ചങ്ങലകൾ പൊളിയട്ടെ. மரணத்தின் கட்டுகள் அழியட்டும். പിന്നെയും ദൈവത്തെ തമ്മിൽ അടർത്തിക്കളയുന്ന സകല ബന്ധനങ്ങളും പൊളിയട്ടെ. உன்னையும் தேவனை விட்டு வேர்பிரிக்கிறதான எல்லா தொடர்புகளும் அழியட்டும். ദൈവിക ബന്ധങ്ങളെ തടയുന്ന എല്ലാ ദുരാത്മ മണ്ഡലങ്ങളും അഴിയട്ടെ. தேவனுடைய தொடர்புகளை அழிக்கிறதான எல்லா அந்தகார மண்டலங்களும் அழியட்டும். ശരീരങ്ങളുടെ മേൽ ജീവൻ വെളിപ്പെട്ടു വരട്ടെ. ஜீவன் வெளிப்படுவதாக. മരണകരമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. மரணகரமான வியாதிகள் விடுதலையாக்கப்படட்டும். നിന്റെ കുടുംബം ജീവിക്കുകയാണ്. உன்னுடைய குடும்பம் வாழுகிறது. നിന്റെ കുടുംബ ജീവിതത്തിലേക്ക് ജീവൻ വരികയാണ്. குடும்ப வாழ்க்கையில் ஜீவன் வெளிப்படுகிறது. എനിക്ക് ഇനി ജീവിതമില്ലെന്ന് പറയുന്നവന്റെ മേൽ യേശു എന്ന ജീവൻ വരികയാണ്. வாழ்க்கையில் என்று சொல்லுகிற குடும்பத்தின் மீது தேவனுடைய கிருபை வெளிப்படுகிறது. യേശുവിന്റെ ജീവനെ സ്വീകരിക്കുക. இயேசுவின் ஜீவனை பெற்றுக்கொள்ளுங்க. ജീവനിൽ വാഴുക. ஜீவனை வாழுங்கள். நான் அங்கிருப்பேனே அங்கிருப்பேனே நான் அங்கிருப்பேன் என் இயேசுவுடன். நான் அங்கிருப்பேனே 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 என் இயேசுவுடன். பேதுரு பவுல் யோவானும் அங்கே பின்னும் முற்பிதா கள்ளப்போஸ்தலரும். பேதுரு பவுல் யோவானும் ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിന് പ്രത്യാശയോടെ பாடி மகிமையோடு ஆராதிப்போம். இரத்த சாட்சிகளும் தீரலாய் கூட, இரத்த சாட்சிகளும் தீரலாய் கூட, நீ அங்கிருப்பாயோ 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 சொல்லேன் மனமே, நீ அங்கிருப்பாயோ. ഈ ദേശത്തിന് മേൽ യേശുവിന്റെ ജീവൻ വരട്ടെ. தேசத்தின் மீது இயேசுவின் ஜீவன் வெளிப்படட்டும். ഏത് മതത്തിലായാലും கூட்டம் இயேசு ഏത് ജാതിയായാലും எந்த மதக்காரன் ஜாதியானாலும் നിന്നെ ജീവിപ്പിക്കാനാണ് യേശു മരിച്ചത്. உன்னை வாழ வைக்கும்படி இயேசு மரித்தார். ആ ക്രൂശ് മരണം മരണത്തിന്റെ ജയമല്ല, அந்த சிலுவையின் மரணம் மரணத்துடைய வெற்றி அல்ல, അത് മരണത്തിന്റെ പരാജയമാണ്. மரணத்துடைய தோல்வி. അവന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു. அவருடைய கல்லறை இன்று திறக்கப்பட்டிருக்கிறது. அங்கிருப்பாயோ அங்கிருப்பாயோ நீ அங்கிருப்பாயோ. ദൈവസഭയുടെ അവസാനത്തെ വാക്ക് മഹത്വമാണ്. தேவ சபைയുടെ கடைசி வார்த்தை மகிமை. എല്ലാവരുടെയും ജീവിതത്തിൽ ഈ മഹത്വം തുറക്കട്ടെ. எல்லாருடைய வாழ்க்கையின் மகிமை வெளிப்படட்டும். എല്ലാ പാപത്തിന്റെ വിരൂപതകളും അഴിയട്ടെ. எல்லா பாவத்தின் கட்டுகள் அழியட்டும். യേശുവിന്റെ രക്തത്താൽ സകല പാപവും കഴുകപ്പെടുന്നു. இயேசுவின் இரத்தத்தால் எல்லா பாவங்களும் கழுவப்படுகிறது. அங்கிருப்பாயோ சொல்லேன் மனமே. എന്റെ ജീവിതത്തിന്റെ അവസാനത്തെ വാക്ക് മഹത്വമാണ്. என்ற வாழ்க்கை கடைசி வார்த்தை மகிமை. എനിക്കൊരു പ്രത്യാശയുണ്ട്. எனக்கு ஒரு நம்பிக்கை உண்டு. ഞാൻ മരിക്കുമെന്നല്ല, நான் மரிப்பேன் என்றல்ல. എനിക്കൊരു പ്രത്യാശയുണ്ട്. எனக்கு ஒரு நம்பிக்கை உண்டு. ഞാൻ മരിക്കുമെന്നല്ല, மரிப்பேன் என்றல்ல. എന്റെ കണ്ണുകൊണ്ട് തന്നെ என் கண்ணால் மட்டும் ഞാൻ പുനരുദ്ധാനം അനുഭവിക്കും. உயிர்த்தெழுதல் அனுபவிப்பேன். മഹത്വത്തിന്റെ രാജാവിനെ ഞാൻ സ്വീകരിക്കും. மகிமை ராஜாவை நான் ஏற்றுக்கொள்வேன்.